പോസിറ്റീവ് കമ്മ്യൂണാണ് ഈ പ്ലാറ്റ്ഫോമിലേക്ക് വന്നത്. ഇപ്പോൾ 46ാമത്തെ ദിവസമാണ് ഇന്ന് ഈ സൂം മീറ്റിംഗ് നടത്തുന്നത്. അപ്പോ എല്ലാ ദിവസവും രാവിലെ നമ്മൾ ജനങ്ങളെ പ്രചോദിപ്പിക്കുകയാണ്, ജനങ്ങളെ നന്മയിലേക്ക് പ്രചോദിപ്പിക്കുകയാണ്. ഈ നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നതാണ് ലോകത്തിലെ കുറിച്ച് ഏറ്റവും നന്നായി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് മഹാന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ പ്രചോദിപ്പിക്കൽ, ഈ മനുഷ്യ മനസ്സിനെ നന്മയിലേക്കുള്ള പ്രചോദനത്തിന്റെ കാരണഭൂതരായ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുൻനിരയിൽ നടക്കുന്ന ഇതിന്റെ പ്രധാനപ്പെട്ട ആളുകളായ ശ്രീമാൻ KP രവീന്ദ്രൻ സാർ, അതുപോലെ തന്നെ ശ്രീമാൻ സുധാ സർ, ശ്രീമാൻ ഇതിന്റെ ടെക്നിക്കൽ പ്രധാന എല്ലാ ടെക്നിക്കൽ സൈഡും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ മുമ്പിൽ ഇതൊരു അനുഭവമാക്കി മാറ്റി തരുന്ന ശ്രീമാൻ ഗോപകുമാർ സാർ, ഇത്രയും ആളുകളെയും അതോടൊപ്പം തന്നെ ഇതോടൊപ്പം മുൻനിരയിൽ നിന്ന് സഞ്ചരിക്കുന്ന മുഴുവൻ ആളുകളെയും ഒന്ന് സല്യൂട്ട് ചെയ്തുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് പോവുകയാണ്. മൈ ഡിയർ ബ്രദേഴ്സ് ആൻഡ് മൈ ഡിയർ സിസ്റ്റേഴ്സ്, ഇനി അങ്ങോട്ടുള്ള ഒരു 1.5 മണിക്കൂർ നിങ്ങൾക്ക് വ്യത്യസ്തവും നിങ്ങളെ ഏറെ പ്രചോദിപ്പിക്കുന്നതായ ഒരു ട്രെയിനിങ് എക്സ്പീരിയൻസ് ഫീൽ ചെയ്യുമെന്ന് ഞാൻ ഉറപ്പു നൽകുന്നു. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ ട്രെയിനറുടെ മികവ് തന്നെയാണ്. ചെറുപ്പം മുതൽ തന്നെ പല പ്രസംഗ മത്സരങ്ങളിലും ഡിബേറ്റിലും ഒക്കെ പങ്കെടുത്തിട്ട് സ്റ്റേറ്റ് ലെവലിലും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ലെവലിലും ഒരുപാട് അവാർഡുകളും പ്രൈസുകളും വാങ്ങിക്കൂട്ടിയ പ്രഗത്ഭനായ ഒരു ട്രെയിനറെയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ശ്രീമാൻ ജോജോ മൈലാഡോ. അദ്ദേഹം അവതരിപ്പിക്കുന്ന സബ്ജക്ട് സ്വീറ്റ് ദ സ്പോട്ട്, ഫൈൻഡ് യുവർ സ്വീറ്റ് സ്പോട്ട് എന്നുള്ളതാണ്. അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ JCIയുടെ അതായത് ജൂനിയർ ചാമ്പറിന്റെ മികച്ച ഒരു ട്രെയിനറാണ്. JCIയുടെ മുൻ സോണൽ ട്രെയിനിങ് ഡയറക്ടറാണ് അദ്ദേഹം. അതുപോലെ തന്നെ ജോജോ സർ കേരള ഗവൺമെന്റിന്റെ സർട്ടിഫൈഡ് ടീച്ചേഴ്സ് ട്രെയിനറാണ്. കേൾവിക്കാരെ ഒക്കെ ഇൻസ്പയർ ചെയ്യിക്കാൻ സാധിക്കുന്ന ഒരു വണ്ടർഫുൾ മോട്ടിവേഷണൽ ട്രെയിനറാണ്, കൗൺസിലറാണ്. അതോടൊപ്പം തന്നെ IELTSന്റെ സൂപ്പർ ട്രെയിനറാണ്. അതോടൊപ്പം തന്നെ എനിക്ക് എടുത്തു പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം, ഫ്ലവേഴ്സ് TV സംഘടിപ്പിക്കുന്ന അവരുടെ മിനിറ്റ് എന്ന പ്രശസ്തമായ പ്രോഗ്രാമിലെ പാർട്ടിസിപ്പന്റ് ആണ് നമ്മുടെ ഇന്നത്തെ ട്രെയിനർ ജോജോ സർ എന്ന കാര്യം വളരെ അഭിമാനപൂർവ്വം പറയാൻ ആഗ്രഹിക്കുകയാണ്. തൊഴിൽപരമായി ഇപ്പോൾ ഇദ്ദേഹം കോഴിച്ചാൽ, അതായത് തളിപ്പറമ്പ് ആലക്കോടിനടുത്തുള്ള കോഴിച്ചാൽ എന്ന സ്ഥലത്തെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനാണ്. വൈഫ് സ്കൂൾ ടീച്ചറാണ്. 3 മക്കളാണ്. മക്കൾ ജുവൽ, മാർവേൽ, അതുപോലെ തന്നെ മിഷേൽ. ഇതാണ് അദ്ദേഹത്തിന്റെ ഫാമിലി ഡീറ്റെയിൽസ്. നമുക്ക് സമയത്തിന്റെ പരിമിതിയുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ ചുരുക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ ഇദ്ദേഹത്തെ പറ്റി പറയാനുണ്ട്. കാരണം പല പ്രതിബന്ധങ്ങളും പല തടസ്സങ്ങളും പല പരിമിതികളും കവർ ചെയ്തുകൊണ്ട് ജീവിത വിജയം നേടിയ ഒരു വ്യക്തിയാണ് നമ്മുടെ ഇന്നത്തെ ട്രെയിനർ. ഒരുപാട് പറയാനുണ്ട്. എങ്കിൽ കൂടി നമ്മുടെ സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. ഞാൻ ജോജോ സാറിനെ കുറിച്ച് വളരെ കുറച്ച് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതിലും ഒക്കെ എത്രയോ അപ്പുറമാണ് അദ്ദേഹം. ഞാൻ ഇന്നത്തെ ഈ അവസരത്തിൽ ഈ 46ാമത്തെ സെഷൻ അവതരിപ്പിക്കുന്നതിന് വേണ്ടി വളരെ അഭിമാനത്തോടെ, വളരെ സന്തോഷത്തോടെ, നിറഞ്ഞ മനസ്സോടെ എല്ലാവരുടെയും മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുന്നു നമ്മുടെ ഇന്നത്തെ സൂപ്പർ ഡ്യൂപ്പർ ട്രെയിനർ മിസ്റ്റർ ജോജോ മൈലാഡോ. പ്ലീസ് ജോജോ സർ, പ്ലീസ് കം ആൻഡ് ടേക്ക് യുവർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു CP സാർ. തുടങ്ങാല്ലേ? യെസ് സർ. ഹലോ, കേൾക്കുന്നുണ്ടോ? ജോജോ സാറെ തുടങ്ങിക്കോ. ഓക്കെ. അപ്പം എല്ലാവർക്കും നമസ്കാരം. പോസിറ്റീവ് കമ്മ്യൂണിന്റെ എല്ലാ സഹോദരന്മാർക്കും നമസ്കാരം. ഗുഡ് മോർണിംഗ്. അപ്പം നല്ല വാക്കുകൾ പറഞ്ഞ് എന്നെ പ്രചോദിപ്പിച്ച, നിങ്ങളെ ആശിപ്പിച്ച CP സാറിന് ആദ്യമേ നന്ദി പറയുന്നു. ഒപ്പം ഇതിന്റെ മുന്നണി പോരാളികളായ രവിയേട്ടനും സുധാസ് ചേട്ടനും, ഒപ്പം ഇതിന്റെ ടെക്നിക്കൽ അസിസ്റ്റന്റ് ഗോപു സാറും, മറ്റെല്ലാവർക്കും നല്ല നമസ്കാരം പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. നമുക്കറിയാം, ഇത് ഒരു ലോക്ക്ഡൗൺ പീരീഡ് ആണ്. ലോക്ക്ഡൗൺ പീരീഡിന്റെ എല്ലാ സാധ്യതകളെയും ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ട്രെയിനിങ് നടത്തുന്നത്. അപ്പൊ പലപ്പോഴും നമ്മൾ ഒരു അൺസർട്ടനിറ്റി വരുമ്പോൾ, നമ്മുടെ മധുഭാസ്കർ സാർ പറഞ്ഞതുപോലെ അൺസർട്ടനിറ്റി വരുമ്പം ആങ്സൈറ്റിയിൽ പെട്ടുപോകാതെ നമ്മൾ ക്യൂരിയോസിറ്റി വളർത്തുകയും അങ്ങനെ കൂടുതൽ സാധ്യതകൾ അറിഞ്ഞ് ആ സാധ്യതകൾ ഉപയോഗപ്പെടുത്തണം എന്നതിന്റെ ഒരു ഉദാഹരണമാണ് നമ്മൾ ഇങ്ങനെ 46ാമത്തെ ട്രെയിനിങ് പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. ഇപ്പം ഈ കോവിഡ് കാലത്ത് നമ്മൾ ലോക്ക്ഡൌണിലാണ്, നമുക്കൊപ്പം നമ്മുടെ കുട്ടികളും ലോക്ക്ഡൌണിലാണ്. അപ്പൊ ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ കോവിഡ് കാലത്തെ അല്ലെങ്കിൽ ലോക്ക്ഡൌൺ പീരീഡില് പേരന്റിങ് ആണ്. നമുക്കറിയാം, അത് ഈ കുട്ടികളെ കംപ്ലീറ്റ് ലോക്ക്ഡൌൺ ആയിട്ട് പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത, കളിക്കാൻ പോലും പറ്റാത്ത കുട്ടികളെ എങ്ങനെ നമ്മൾ പേരന്റ് ചെയ്യും, അവരെ എങ്ങനെ നമ്മൾ ലീഡ് ചെയ്യും എന്നുള്ളത് വലിയ പ്രശ്നമാണ്. അപ്പൊ ഇത് പരിഹരിക്കാൻ വേണ്ടി ഞാൻ നേരത്തെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത CP സാർ പറഞ്ഞു, 3 മക്കളുണ്ട്. ഒരു കുട്ടിക്ക് 20 ദിവസത്തെ പ്രായമാണുള്ളത്.
അപ്പം ഈ മക്കളെ പ്രത്യേകിച്ച് രണ്ടുപേരെ, മൂത്ത ആൾക്ക് 8 വയസ്സ്, രണ്ടാമത്തെ ആൾക്ക് 6 വയസ്സ്. അപ്പൊ ഇവരെ എങ്ങനെ ഈ സമയത്ത് ലീഡ് ചെയ്യും, ഇവരെ എങ്ങനെ പേരന്റ് ചെയ്യുമെന്ന് ആലോചിച്ചപ്പോൾ ഞാൻ കണ്ടുപിടിച്ചൊരു മാർഗം എന്ന് പറയുന്നത് ഇവർക്ക് വർക്കുകൾ ഡെലിഗേറ്റ് ചെയ്യുക എന്നുള്ളത് ചുമതല രണ്ടുപേരെ ഏൽപ്പിച്ചു. 2 മാവും തൈ നട്ടു. ആ മാവും തൈ വളർത്താനും വെള്ളം ഒഴിക്കാനും വളം ഇടാനും ഇവരെ ഏൽപ്പിച്ചു. പിന്നെ ഈ വീടിന്റെ മുറ്റം 2ആയിട്ട് വിഭജിച്ച് 2 പേർക്കും അത് വൈകുന്നേരം അടിക്കാനും അതിന്റെ ചപ്പ് ചവറുകൾക്ക് മാറ്റിക്കളയാൻ വൃത്തിയാക്കാൻ അവരെ ഏൽപ്പിച്ചു. വീടിന്റെ റൂമുകൾ ഇവർക്ക് വിഭജിച്ചു കൊടുത്തു. ഇങ്ങനെ കൃത്യമായി വിഭജിച്ച് വർക്കുകൾ നൽകി കഴിഞ്ഞ് വളരെ മനോഹരമായി അവർ കാര്യങ്ങൾ ചെയ്തു. അങ്ങനെ ഈ ജോലിക്ക് ശേഷം ഇവർക്ക് ചില നമ്മൾ പറയാലെ അപ്രിസിയേഷൻ നൽകും, അങ്ങനെ ടോക്കൺ ഓഫ് ലവ്, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നൽകി. അപ്പൊ അതിനുശേഷം ഇവരോട് ചോദിച്ചു, നിങ്ങൾക്ക് ഈ വീട്ടിൽ ഇപ്പോ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ സ്ഥലം ഏതാണ്, അവസ്ഥ ഏതാണെന്ന് ചോദിച്ചപ്പം കുട്ടികളുടെ മറുപടി 2 രണ്ടായിരുന്നു. ഒരാൾ പറഞ്ഞു, വീട്ടിലെ പോർച്ചിൽ കെട്ടിയ ഒരു ഊഞ്ഞാലുണ്ട്, ആ ഊഞ്ഞാലിലിരുന്ന് മധുരം കഴിച്ചുകൊണ്ട് ഊഞ്ഞാലിൽ ആടുന്നതാണ് മൂത്തവൾക്ക് ജുവലിന് കൂടുതൽ ഇഷ്ടമെന്ന്. രണ്ടാമത്തോട് പറഞ്ഞു, മാർവൽ പറഞ്ഞു, അവർക്ക് ഐസ്ക്രീം കഴിച്ചുകൊണ്ട് ടെലിവിഷൻ പ്രോഗ്രാം, അത് കാർട്ടൂൺ ചാനൽ കാണലാണ് ഇഷ്ടമെന്ന് പറഞ്ഞു. ഈ ഇഷ്ടങ്ങൾ രണ്ടുപേരുടെയും താല്പര്യങ്ങൾ വിഭിന്നങ്ങളാണ്, അതുകൊണ്ട് 2 തരത്തിലുള്ള ഇഷ്ടങ്ങളാണ് അവർ പറഞ്ഞത്. അപ്പൊ ഈ ഇഷ്ടങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഇത് ഇവരുടെ ജീവിതത്തിലെ അല്ല വീട്ടിലെ ഒരു മനോഹരമായ സാഹചര്യം അഥവാ സ്ഥലമാണ്. അവിടെ ആകുമ്പോഴാണ് അവരുടെ ജീവിതത്തിന്റെ ആ ഇപ്പോഴത്തെ അവസ്ഥയുടെ മാധുര്യം, അതിന്റെ പാരമ്യത്തിൽ അവർക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് അവരുടെ ഈ സ്ഥലങ്ങളെ നമ്മൾ വിളിക്കുന്നത് സ്വീറ്റ് സ്പോട്ട്. അവർക്കത് സ്വീറ്റ് സ്പോട്ട്, മധുരം നുകരാൻ കഴിയുന്ന ഒരു ഇടമാണ് അവർക്ക്. ആ സ്വീറ്റ് സ്പോട്ടിൽ അവർ എത്തിക്കഴിയുമ്പം അവരുടെ സാറ്റിസ്ഫാക്ഷൻ അതിന്റെ പാരമ്യത്തിലായിരിക്കും, അവരുടെ പ്രവർത്തനം അതിന്റെ പാരമ്യത്തിലെത്താൻ കഴിയും. പ്രിയമുള്ളവർ, നമ്മളിത് ചർച്ച ചെയ്യുന്നത് സ്വീറ്റ് സ്പോട്ട്, ഫൈൻഡ് യുവർ സ്വീറ്റ് സ്പോട്ട്. ഇപ്പൊ ഈ ടോപ്പിക്ക് നമ്മുടെ വിവിധ ഗ്രൂപ്പുകളിൽ ഇട്ടപ്പോൾ 1-2 പേര് സംശയങ്ങളുണ്ട്. നമ്മൾ സോഫ്റ്റ് സ്പോട്ട് എന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ എന്താ ഈ സ്വീറ്റ് സ്പോട്ട്? അതിനെ നെഗറ്റീവായിട്ടൊക്കെ ചിലരൊക്കെ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചു. ഇവിടെ സ്വീറ്റ് സ്പോട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് മധുരം നൽകുന്ന ഒരു ഇടം. ഈ മധുരം നൽകുന്ന ഇടം എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത്, ഫൈൻഡ് യുവർ സ്വീറ്റ് സ്പോട്ട് ഇൻ യുവർ പ്രൊഫഷണൽ ലൈഫ്. നമ്മുടെ തൊഴിലിടങ്ങളിലെ സ്വീറ്റ് സ്പോട്ട് കണ്ടെത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? എങ്ങനെ കണ്ടെത്താൻ കഴിയും? അതെന്താണ് എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. നമ്മളൊക്കെ തൊഴിൽ ചെയ്യുന്നവരാണ്, വിവിധങ്ങളായ ജോലിയിൽ മുഴുകുന്നവരാണ്. ചിലര് ബിസിനസ് ചെയ്യുന്നവര്, ചിലര് ഗവൺമെന്റ് ജോലി ചെയ്യുന്നവര്, ചിലര് പ്രൈവറ്റ് ജോലി ചെയ്യുന്നവർ. എന്തായാലും നമ്മൾ ജോലി ചെയ്ത്, ഈ ജോലി എന്ന് പറയുന്നത് നിലനിൽപ്പിന് അനിവാര്യമാണ്. കർമ്മമാണ് നമ്മുടെ ധർമ്മം എന്ന് നമുക്കറിയാം, ഭഗവത്ഗീത അടക്കം പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളെല്ലാം ജോലി ചെയ്യുന്നവരാണ്. ഈ ജോലിയിൽ നമുക്ക് നമ്മുടെ സ്വീറ്റ് സ്പോട്ട് കണ്ടെത്താൻ കഴിയും. വി ഷുഡ് ഫൈൻഡ് അവർ സ്വീറ്റ് സ്പോട്ട് ഇൻ അവർ പ്രൊഫഷണൽ ലൈഫ്. ദാറ്റ് വാട്ട് ദ ടോപ്പിക് ഈസ് ഓൾ അബൌട്ട്. അപ്പൊ നമ്മൾ ആ സ്വീറ്റ് സ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്വീറ്റ് സ്പോട്ടിൽ എത്തിയോ? ഇപ്പൊ നമ്മൾ ഈ സ്വീറ്റ് സ്പോട്ട് നിങ്ങൾക്ക് ഒരു പക്ഷേ എക്സ്പോർട്ട് എന്ന് കേട്ടിട്ടുണ്ടാവാം. എക്സ്പോർട്ട്, ഈ എക്സ്പോർട്ട് മാരത്തണുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമുക്കറിയാം, മാരത്തോൺ എന്ന് പറയുന്നത് 42.195 കിലോമീറ്റർ ആണ് ഈ മാരത്തൺ. ഈ മാരത്തൺ ഓടുന്ന ഒരു അത്ലീറ്റ്, അദ്ദേഹം ഇങ്ങനെ ഓടി അവസാനം ഇതിന്റെ ഒരു 40-41 കിലോമീറ്റർ എത്തി കഴിയുമ്പം ഇതിന്റെ ഫിനിഷിംഗ് പോയിന്റ് അദ്ദേഹത്തിന്റെ ദൃഷ്ടിപഥത്തിലെത്തും. ആ ഫിനിഷിംഗ് പോയിന്റ് ദൃഷ്ടിപഥത്തിൽ എത്തി കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന്റെ ഓട്ടത്തിന്റെ വേഗത ഏകദേശം 10 മടങ്ങ് വർദ്ധിക്കും, അല്ലെങ്കിൽ വർദ്ധിപ്പിക്കും എന്നുള്ളതാണ് സയന്റിഫിക് ആയി പറയുന്നത്. ഏത് അത്ലീറ്റും മാരത്തൺ ഓടുമ്പോൾ അദ്ദേഹത്തിന്റെ ആ ഫിനിഷിംഗ് ലൈൻ കൺവെട്ടത്ത് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ വേഗത 10 മടങ്ങ് വർദ്ധിക്കും. അപ്പൊ ആ ഫിനിഷിംഗ് പോയിന്റ് കൺവെട്ടത്ത് വരുന്ന ആ സ്പോട്ടിനെ വിളിക്കുന്ന പേരാണ് എക്സ്പോർട്ട്. അപ്പൊ പലപ്പോഴും നമ്മുടെ സ്വീറ്റ് സ്പോട്ട് നമ്മുടെ എക്സ്പോർട്ടായി മാറാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ സ്വീറ്റ് സ്പോട്ടിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ എനർജി അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുവാണ്. അപ്പം നമ്മളിപ്പോ നിലവിൽ നമ്മുടെ ജോലിയുടെ, പ്രൊഫഷന്റെ, ബിസിനസിന്റെ സ്വീറ്റ് സ്പോട്ടിൽ എത്തിയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് 3 കാര്യങ്ങൾ പരിശോധിച്ചാൽ മതി. 1, ഡു വി ഗെറ്റ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ? നമ്മൾ ചെയ്യുന്ന ജോലി നമുക്ക് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നുണ്ടോ? 2, ഡു വി നീഡ് ടു പുട്ട് മാക്സിമം എഫേർട്ട്? നോ, വി ഡോണ്ട് നീഡ് ടു പുട്ട് മാക്സിമം. നമുക്ക് മാക്സിമം എഫേർട്ടിന്റെ ആവശ്യമില്ല, ലീസ്റ്റ് എഫേർട്ടിന്റെ ആവശ്യമില്ല. നമ്മൾ ഈ പറയുന്ന സ്വീറ്റ് സ്പോട്ടിൽ എത്തി എങ്കിൽ നമുക്ക് ലീസ്റ്റ് എഫേർട്ട് മതി. അപ്പൊ ആ ലീസ്റ്റ് എഫേർട്ട് നൽകിയാൽ മതി, നമുക്ക് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ലഭിക്കും, മാക്സിമം റിസൾട്ട് കിട്ടും. അപ്പൊ ഈ 3 കാര്യങ്ങൾ ഉറപ്പുവരുത്തി, ഇഫ് യു ensure that you need to put least effort only and you get maximum result and maximum satisfaction, if you have reached such a place, you can consider that place as your sweet spot, your export. അപ്പൊ അതാണ് നമ്മുടെ സ്വീറ്റ് സ്പോട്ട്. അവിടെ എത്തുമ്പോൾ നമ്മുടെ ജോലിയെ വളരെ മധുരകരമായി,
വളരെ മനോഹരമായി, അതുപോലെ തന്നെ നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ അതിന്റെ പാരമ്യത്തിൽ, നമ്മുടെ റിസൾട്ട് അതിന്റെ പാരമ്യത്തിൽ, നമ്മുടെ എഫർട്ട് അതിന്റെ ലീസ്റ്റിലും എത്തിച്ചേരുന്ന ഒരു അവസ്ഥയാണ്. അതാണ് ഈ സ്വീറ്റ് സ്പോട്ട് എന്ന് പറയുന്നത്. പക്ഷേ പലപ്പോഴും നമ്മൾ സ്വീറ്റ് സ്പോട്ട് കണ്ടെത്തിയിട്ടില്ല, കണ്ടെത്താൻ ശ്രമിക്കാറുമില്ല. അപ്പൊ അതെങ്ങനെ കണ്ടെത്താം എന്ന് നമുക്ക് ശ്രമിക്കാം, എന്ന് നമുക്ക് ഇവിടെ ചർച്ച ചെയ്യാം. അപ്പൊ അതിലേക്ക് കടക്കും മുമ്പ് നമുക്കെല്ലാം തൊഴിലിടങ്ങളിൽ, ബിസിനസ് മേഖലയിൽ ചില പ്രൊഫൈലുകളുണ്ട്. എവരിബഡി ഹാസ് എ പ്രൊഫൈൽ. ആ പ്രൊഫൈൽ എന്താണ്? റൈറ്റ് നൗ വാട്ട് ഈസ് യുവർ പ്രൊഫൈൽ? ദാറ്റ് വി ഷുഡ് അണ്ടർസ്റ്റാൻഡ്. ഈ പ്രൊഫൈൽ 4 തരത്തിലാണ്. നമ്മുടെ പ്രൊഫൈലുകളെ നമുക്ക് 4 തരത്തിൽ തരംതിരിക്കാം. DIMT എന്ന പുസ്തകത്തിൽ വർക്ക് അല്ലെങ്കിൽ പ്രൊഫഷൻ ഓർ ജോബ്, ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് സംതിങ്. പ്രൊഫഷൻ ഈസ് ആൻ ഇൻസ്റ്റൻസ് which add additional value which didn't exist previously എന്നാണ് പറയുന്നത്. DIMT എന്ന് പറയുന്നത് വളരെ പ്രസിദ്ധമായ പുസ്തകത്തിൽ വർക്കിനെ ഡിഫൈൻ ചെയ്ത അങ്ങനെയാണ്. നിലവിലില്ലാത്ത ഒരു മൂല്യം ഇവിടെ ആഡ് ചെയ്യുന്ന ഏത് പ്രവർത്തനത്തെ നമുക്ക് വർക്ക്, ജോബ്, പ്രൊഫഷൻ, ബിസിനസ് എന്ന് പറയാം. അപ്പൊ നമ്മൾ ചെയ്യുന്ന ജോലി അങ്ങനെയാണോ എന്ന് നമ്മൾ പരിശോധിക്കണം. അപ്പം ഈ അത്തരത്തിലുള്ള വർക്ക് ഏരിയകളിൽ, തൊഴിലിടങ്ങളിൽ 4 തരത്തിലുള്ള ആൾക്കാരെയാണ് നമ്മൾ കണ്ടുമുട്ടുന്നത്. അവർക്ക് 4 തരത്തിലുള്ള പ്രൊഫൈൽ, പ്രൊഫഷണൽ പ്രൊഫൈൽ ഉണ്ട്. നമുക്ക് പരിശോധിക്കാം. ഒന്നാമത്തെ ആൾക്കാർ, അവരെ നമ്മൾ വിളിക്കുന്നത് ദേ ആർ റേപ്പേഴ്സ് ഇൻ പ്രൊഫഷണൽ ലൈഫ് എന്ന് പറഞ്ഞാൽ തൊഴിലിനെ ബലാത്സംഗം ചെയ്യുന്നവർ. അപ്പം ഈ തൊഴിലിനെ ബലാത്സംഗം ചെയ്യുന്നവരുടെ ഒരു 4 ഫീച്ചേഴ്സ് പറയാം. ഒന്ന്, അവര് മറ്റുള്ളവർക്ക് പണി കൊടുക്കുന്നവരായിരിക്കും. ഏത് തൊഴിലിടത്തിലായിരിക്കും. ഇപ്പം ഞാനൊരു അധ്യാപകനായതുകൊണ്ട് സ്വാഭാവികമായിട്ടും എനിക്ക് ഫെമിലർ ആയിട്ടുള്ള ഒരു ഇടം എന്ന് പറയുന്ന അധ്യാപന മേഖലയിലാണ്, അധ്യാപകരാണ്. അപ്പം ഇവിടെ സാധാരണയായി സ്കൂളിലെത്തുമ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാർ, ഈ തൊഴിലിനെ ബലാത്സംഗം ചെയ്യുന്ന ആൾക്കാർ തൊഴിലെടുത്ത് വന്നു കഴിയുമ്പോൾ, ഇപ്പൊ സ്കൂളിൽ ഫോർ എക്സാമ്പിൾ അവർ വന്നതിന് ശേഷം അവർ നേരത്തെ വരും. They are not satisfied by neither money or salary, nor the result, nor the process. നമുക്ക് തൊഴിലിൽ സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന 3 കാര്യങ്ങളാണ്. ഒന്ന്, സാലറി. നമുക്ക് സാറ്റിസ്ഫാക്ഷൻ നൽകുന്നു. 2, നമ്മൾ ചെയ്യുന്ന ജോലി, ആ പ്രോസസ് ചെയ്യുമ്പോൾ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടും. 3ാമത്തെ കാര്യം റിസൾട്ട് എന്ന് പറഞ്ഞ ഒരു അധ്യാപകൻ എന്ന രീതിയിൽ എന്റെ റിസൾട്ട് എന്നൊരു കുട്ടികളുടെ റിസൾട്ടാണ്. കുട്ടികൾക്ക് കിട്ടുന്ന എല്ലാവർക്കും, ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾക്കെല്ലാം എന്റെ വിഷയത്തിന് ഫുൾ A+ SLC കിട്ടി, ഐ വിൽ ബി കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ്, ഐ വിൽ ബി അറ്റ് ദി എക്സ്റ്റസി, അല്ലെ? അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് എന്റെ റിസൾട്ട്, എന്റെ കുട്ടികൾക്ക് കിട്ടുന്ന റിസൾട്ട് എന്നെ സാറ്റിസ്ഫാക്ഷനിലേക്ക് എത്തണം. അല്ലെങ്കിൽ ഞാൻ ഈ ജോലി ചെയ്യുമ്പോൾ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടണം, അല്ലെങ്കിൽ എനിക്ക് സാലറി കിട്ടുമ്പോൾ സാറ്റിസ്ഫാക്ഷൻ. ഇതാണ് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ തരുന്ന 3 എലമെന്റുകൾ ഒരു പ്രൊഫഷണൽ ലൈഫിൽ, അല്ലെ? പക്ഷെ ഈ പറയുന്ന തൊഴിലിനെ ബലാത്സംഗം ചെയ്യുന്നവർക്ക് ഈ 3 കാര്യങ്ങൾ സാറ്റിസ്ഫാക്ഷൻ നൽകുന്നില്ല. അവർ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ആഗ്രഹിക്കുന്നില്ല, പ്രതീക്ഷിക്കുന്നില്ല. അവർക്ക് സാലറി വേണമെന്നില്ല. അവരെല്ലാം ദേ മേ ബി ഫിനാൻഷ്യലി വെരി സൗണ്ട് ആൻഡ് ഫിറ്റ്, ദേ ഡോണ്ട് നീഡ് സാലറി. അപ്പൊ അങ്ങനെയുള്ളവർ വരുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് പണി കൊടുക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടിയാണ്. അവർ നേരത്തെ സ്കൂളിലെത്തും. അവർ നേരത്തെ സ്കൂളിലാണെങ്കിൽ അവർ നേരെ പോയി കഞ്ഞിപ്പുരയിൽ പോയി, ചോറ് വെക്കുന്ന ഇടത്ത് പോയി അവിടെ ചോറ് വെക്കുന്ന ചേച്ചിയോട് സംസാരിക്കും. ചേച്ചിയോട് പറയുന്ന കാര്യം ക്ലർക്കിന്റെ കുറ്റങ്ങളായിരിക്കും. അതിനുശേഷം ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെന്റിലേക്ക് പോയിട്ട് അവിടുത്തെ പ്രിൻസിപ്പലിനെ കാണും. പ്രിൻസിപ്പലിനോട് പറയുന്നത് ഹൈസ്കൂൾ HMന്റെ കുറ്റങ്ങളായിരിക്കും. ഇങ്ങനെ റോന്ത് ചുറ്റിക്കൊണ്ട് ആ സ്കൂൾ ഇടങ്ങളിലെല്ലാം ഇങ്ങനെ നടന്ന് മറ്റുള്ളവർക്ക് പണി കൊടുക്കാൻ വേണ്ടി മാത്രം പണിയെടുക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ, അവരെ നമ്മൾ വിളിക്കുന്നത് തൊഴിലിനെ ബലാത്സംഗം ചെയ്യുന്നു. They are rapers of profession, right? അവരുടെ 2ാമത്തെ ഫീച്ചർ എന്ന് പറഞ്ഞാൽ അവര് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇല്ലെങ്കിൽ നിലവിലുള്ള പ്രശ്നങ്ങളെ പർവ്വതീകരിക്കും. ആ പ്രശ്നങ്ങളെ പർവ്വതീകരിച്ച് അതിനെ പരിഹരിക്കാൻ പറ്റാത്ത രീതിയിൽ അതിനെ പർവ്വതീകരിക്കും. അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അതിനെ പർവ്വതീകരിക്കുന്നതിൽ സംതൃപ്തി കണ്ടെത്തുന്നവരാണ് ഇത്തരത്തിലുള്ള ആൾക്കാർ. 3ാമത്, അവർ കുറ്റങ്ങൾ കണ്ടുപിടിക്കും. മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിച്ച് അത് മറ്റുള്ളവരുടെ മുന്നിൽ വിളമ്പുകയും അതിൽ സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തുകയും ചെയ്യും. ഇതാണ് ഈ പറയുന്ന ആൾക്കാരുടെ ഒരു പൊതു സ്വഭാവ രീതികൾ. അപ്പൊ ഇവർക്കൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഈ കഴിഞ്ഞ ദിവസം വാട്സാപ്പിൽ വന്നൊരു മെസ്സേജ് ഉണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ ഒരു വീട്ടിൽ വെള്ളമടിച്ചു വരുന്ന കാരണവര്, ഭർത്താവ്, അദ്ദേഹം വെള്ളമടിച്ച് വീട്ടിലെത്തി ഭാര്യ ചോറിന് മുട്ട പൊരിച്ചു വെച്ചു. മുട്ട പൊരിച്ചു വെച്ച് കഴിഞ്ഞപ്പം ഇയാൾ പറയുകയാണ്, നിന്നോട് ആരാ ഈ മുട്ട പൊരിച്ചു വെക്കാൻ പറഞ്ഞത്? നിങ്ങൾ ഒരുപക്ഷെ കേട്ടതായിരിക്കും കഥ. നിന്നോട് ആരാണ് ഈ മുട്ട പൊരിച്ചു വെക്കാൻ പറഞ്ഞത്? പുഴുങ്ങിക്കൂടായിരുന്നോ? അപ്പൊ അടുത്ത ദിവസം വന്നപ്പോൾ ഭാര്യ എന്ത് ചെയ്തു? പുഴുങ്ങി വെച്ചു. സ്വാഭാവികമായിട്ട് ഇദ്ദേഹം പറയുവാണ്, നിന്നോട് ആരത് പുഴുങ്ങി വെക്കാൻ പറഞ്ഞത്? ഇത് പൊരിച്ച പോരായിരുന്നോ? അപ്പൊ അടുത്ത ദിവസം ഭാര്യ എന്ത് ചെയ്തു? 2 മുട്ടയുണ്ടല്ലോ, ഒരു മുട്ട പുഴുങ്ങിയും വെച്ചു, ഒരു മുട്ട പൊരിച്ചു വെച്ചു. അപ്പൊ അദ്ദേഹം പറയുവാണ്, നീ എന്തിന് പുഴുങ്ങേണ്ട മുട്ട പൊരിച്ചു വെച്ചു, പൊരിക്കേണ്ട മുട്ട പുഴുങ്ങിയും വെച്ചു? ഇത്തരത്തിൽ എന്തിനും കുറ്റം കണ്ടുപിടിച്ച് അതിനെ പർവ്വതീകരിച്ച് മറ്റുള്ളവർക്ക് പണി കൊടുക്കാൻ വേണ്ടി മാത്രം തൊഴിലിടങ്ങളിലേക്ക് വരുന്ന ഒരു വിഭാഗം. ഇവരെങ്ങനെയാണെന്നറിയോ അവിടെ നിലനിൽക്കുന്നത്? ഇത് ഒരു പക്ഷേ സ്വകാര്യ മേഖലയിലുമുണ്ട്, ഗവൺമെന്റ് മേഖലയിൽ മാത്രമല്ല സ്വകാര്യ മേഖലയിലും ഇത്തരത്തിലുള്ള ആൾക്കാർ വിരളമാണ്, റെയറാണ്. പക്ഷെ അവർ അങ്ങനെയുള്ളവരുണ്ട്. അവര് നിലനിൽക്കുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, അവര് സുഖിപ്പിക്കേണ്ടവരെ സുഖിപ്പിക്കും, കാണേണ്ടവരെ കാണേണ്ടതുപോലെ കാണും. ആ രീതിയിൽ അവരവരുടെ നിലനിൽപ്പ് ഉറപ്പാക്കും. ഇതാണ് 1ാമത്തെ വിഭാഗം ആൾക്കാർ. They are raping their profession.
നമ്മൾ ആ ഗണത്തിൽപ്പെട്ടവരാണോ എന്ന് പരിശോധിക്കുക. ഇനി രണ്ടാമത്തെ ഗണത്തിലുള്ള ആൾക്കാർ, അവര് സാധാരണയായി വരുന്നത് ഒരൊറ്റ ഉദ്ദേശത്തിലാണ്. ദേ ആർ സാറ്റിസ്ഫൈഡ് ബൈ ദ സാലറി ദേ ഗെറ്റ്. പണം, അത് അവരുടെ സാലറി മാത്രമാണ് അവർക്ക് സാറ്റിസ്ഫാക്ഷൻ നൽകുന്നത്. അവർ വൈകിയേ വരും. വൈകി വരുമ്പോൾ കാരണങ്ങൾ ഒരുപാട്. അവർ പറയും ഒരു പക്ഷേ അവരുടെ ഒരു റബ്ബർ ഒടിഞ്ഞു പോയിരുന്നു, അത് മുറിച്ചു മരണമായിരുന്നു, അല്ലെങ്കിൽ അവരുടെ ആട് പ്രസവിക്കാൻ കിടക്കുകയായിരുന്നു, അതിനെ ഒന്ന് പ്രസവവുമായി ബന്ധപ്പെട്ട ഡോക്ടർ വന്ന് അതിന്റെ കാര്യങ്ങൾ, അല്ലെങ്കിൽ അവർ പറയും എൻ്റെ മകൾക്ക് ട്യൂഷൻ സെന്ററിൽ കൊണ്ടുപോകണമായിരുന്നു. അങ്ങനെ പല കാര്യങ്ങളും അവർ പറയും. അങ്ങനെ ആ കാര്യങ്ങൾ പറഞ്ഞ് എപ്പോഴും എക്സ്ക്യൂസുകൾ കണ്ടുപിടിക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ, പണത്തിന് വേണ്ടി മാത്രം. അവരുടെ പൊതു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഗോപു സാറെ കേൾക്കുന്നുണ്ടോ? ഹലോ, ഇടക്ക് കട്ടായി പോയി സാറേ, ഇപ്പൊ ശരിയായി. സാറ് സംസാരിക്ക്. ഓക്കെ. അവരുടെ പൊതു സ്വഭാവം അവർ പണത്തിന് വേണ്ടി മാത്രം, സാലറിക്ക് വേണ്ടി മാത്രം പണിയെടുക്കുന്നവരാണ്. അവരുടെ രണ്ടാമത്തെ സ്വഭാവം എന്ന് പറയുന്നത്, അവർ സാധാരണയായിട്ട് ചോദിക്കുന്നവർ രണ്ടാം തീയതി, ഇപ്പം 2-ാം തീയതി ആകുമ്പം അവർ കൊളീഗ്സിനെ വിളിക്കും. ഓക്കെ just a minute, sorry. Okay, no problem, sir. ഒരു മിനിറ്റ് ഇപ്പൊ ക്ലിയർ ആവും. ഹലോ ഇപ്പൊ തുടങ്ങാം. ചെറിയൊരു ടെക്നിക്കൽ എറർ. ഓക്കെ, കേൾക്കാമല്ലോ അല്ലേ? ഹലോ സുധാസേട്ടാ, ഹലോ ഗോപു സാറെ കേൾക്കാവോ? ഹലോ 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 എന്തോ പ്രോബ്ലം ഉണ്ട് തോന്നുന്നല്ലേ ജോർജ് സാറേ? സാറേ അൺമ്യൂട്ട് ചെയ്യട്ടെ. സാറേ ഒന്ന് അൺമ്യൂട്ട്. ശരി ജോർജ് സാർ കേൾക്കുന്നുണ്ടോ? ഓക്കെ, കേൾക്കുന്നുണ്ട്. ഓക്കെ. സോറി ഫോർ ഇന്റർവെൻഷൻ. നോ പ്രോബ്ലം. യെസ്. ഓക്കെ. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് രണ്ടാമത്തെ ഗണത്തിലുള്ള ആൾക്കാരാണ്. അവർ സാലറിക്ക് വേണ്ടി മാത്രം പണിയെടുക്കുന്നവരാണ്. അവർ വൈകി വരും, വേഗത്തിൽ പോകും, നേരത്തെ പോകുന്ന ഒരു ഗണത്തിൽപ്പെടുന്ന ആൾക്കാരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഏകദേശം 2-ാം തീയതി ആകുമ്പോൾ അവർ തന്റെ കോവർക്കേഴ്സിനെ വിളിക്കും, കൊളീഗ്സിനെ വിളിക്കും, എന്നിട്ട് ചോദിക്കും മെസ്സേജ് വന്നു എന്ന്. എന്താണെന്നറിയോ മെസ്സേജ് വരുന്നതെന്ന് ചോദിക്കുന്നത്? മെസ്സേജ് വന്നാൽ അതിന്റെ അർത്ഥം സാലറി വന്നു എന്നുള്ളതാണ്. അവർക്ക് കൊളീഗ്സുമായുള്ള അവരുടെ കണക്ഷൻ എന്ന് പറയുന്നത് സാലറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്യാനാണ്. അപ്പൊ ഇത്തരത്തിൽ പണത്തിന് വേണ്ടി മാത്രം, സാലറിക്ക് വേണ്ടി മാത്രം പണിയെടുക്കുന്ന വിഭാഗത്തെ നമ്മൾ വിളിക്കുന്നത് ദേ പ്രോസ്റ്റിറ്റ്യൂട്ട് ദെയർ ജോബ്. ജോലിയെ, നമ്മുടെ തൊഴിലിനെ വ്യഭിചരിക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ. അവർ വൈകി വന്ന് വേഗത്തിൽ പോകുന്ന ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരെപ്പോഴും മറ്റു ബിസിനസ്സുകൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ജീവിതത്തിൽ താൻ ചെയ്യുന്ന പ്രൊഫഷനെ കുറിച്ച് യാതൊരു ചിന്തയും അവർക്കില്ല. They just come. They will write all lesson plans and all as far as teaching profession is concerned. അവർ വളരെ ടെക്നിക്കലി സൗണ്ട് ആയിരിക്കും. അവർ എല്ലാ പ്ലാനിങ്ങും നടക്കും. ആ പ്ലാനിങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ റെക്കോർഡ് വർക്കുകളും അവർ കൃത്യമായി ചെയ്യും. അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നാൽ മേലധികാരികൾ വരുമ്പോൾ ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. പക്ഷെ അവർ അവരുടെ ജോലി കൃത്യമായി ചെയ്യുന്നതിൽ വളരെയധികം ഡെലിബറേറ്റ് ആയിട്ട് അവർ പരാജയപ്പെടുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള ആൾക്കാർ, അപ്പൊ നമ്മൾ സാധാരണയായിട്ട് സാലറി നമുക്ക് എല്ലാവർക്കും ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് ഗവൺമെന്റ് സെക്ടറിൽ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള സാലറിയാണ്. അവിടെ നമ്മുടെ എക്സ്പീരിയൻസ് സർവീസ് അടിസ്ഥാനത്തിലാണ് അതിന് ഇൻക്രിമെന്റ് ഒക്കെ നടക്കുന്നത്. പക്ഷേ പ്രൈവറ്റ് മേഖലയിൽ, സ്വകാര്യ മേഖലയിൽ, ബിസിനസ് മേഖലയിൽ നമ്മുടെ ക്വാളിറ്റിക്ക് അനുസരിച്ചാണ് നമ്മുടെ ഈ സാലറി ഡിസൈഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പണത്തിന് വേണ്ടി പണിയെടുക്കാതെ പണത്തെ കൊണ്ട് നമുക്ക് വേണ്ടി പണിയെടുപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വളരണം.
അപ്പൊ എങ്ങനെ നമ്മുടെ സാലറി ഒരു പ്രസ്ഥാനത്തിൽ ഒരു 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 പ്രൊഫഷണൽ ലൈഫിൽ എങ്ങനെ നമ്മുടെ സാലറി വർദ്ധിപ്പിക്കാൻ കഴിയും? അതിന് നമുക്ക് ചെയ്യാൻ കഴിയുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, എക്സ്പാൻഡ് അവർ സ്പേസ്. നമുക്ക് തൊഴിലിടത്തൊരു സ്പേസ് ഉണ്ട്, ആ സ്പേസ് നമ്മൾ എക്സ്പാൻഡ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ നമുക്ക് സാധിക്കുന്ന ആ പ്രൊഫഷണൽ ആ ഏരിയയിൽ നമുക്ക് സാധിക്കുന്ന സാധ്യതകളുടെ ഒരു ഏരിയ എക്സ്പാൻഡ് ചെയ്യാൻ നമുക്ക് കഴിയണം. ഒരു അധ്യാപകൻ എന്ന രീതിയിൽ അധ്യാപകൻ പഠിപ്പിക്കുക മാത്രമല്ല, സ്കൂളിൽ മറ്റൊരുപാട് കാര്യങ്ങൾ അധ്യാപകൻ ചെയ്യേണ്ടതുണ്ട്. പലപ്പോഴും ടെക്നിക്കൽ ഇഗ്നറൻസ് അഥവാ സ്കില്ലിന്റെ മറ്റു പല സ്കില്ലുകളുടെയും അസാധ്യത. ഇപ്പൊ നമുക്കറിയാം, സ്കൂളിൽ അസംബ്ലി ഉണ്ട്. അസംബ്ലിയിൽ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ളവർക്ക് പെർഫോം ചെയ്യാം. അപ്പൊ അതിൽ കഴിവില്ലാത്തവര് എന്ത് ചെയ്യും? സാധാരണയായി പിന്നോക്കം പോവും, അതിൽ മാറി നിൽക്കും. അങ്ങനെ നമ്മൾ മാറി നിന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇപ്പോൾ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആളാണെങ്കിൽ സ്കൂളിൽ ഒരുപാട് മറ്റ് കൾച്ചറൽ ആക്ടിവിറ്റീസ് ഉണ്ട്, യൂത്ത് ഫെസ്റ്റിവൽ ഉണ്ട്, എക്സ്കർഷൻസ് ഉണ്ട്. ഇതൊക്കെ നടത്താൻ ഒരാളെ തപ്പുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് ചോദിക്കുന്നത് ഞാൻ ചെയ്യാം. ഇത്തരക്കാരങ്ങനെ ചെയ്യില്ല. നമ്മൾ സാലറി വർദ്ധിപ്പിക്കണമെങ്കിൽ തീർച്ചയായും നമുക്ക് കിട്ടുന്ന സ്പേസ് മാക്സിമം ഉപയോഗിച്ച്, നമ്മുടെ സ്കില്ല് മാക്സിമം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സ്പേസ് എക്സ്പാൻഡ് ചെയ്യണം. സ്വാഭാവികമായിട്ടും നമ്മൾ സാലറി ഇൻക്രീസ് ചെയ്യും. വി ഡോണ്ട് നീഡ് ടു ആസ്ക് ദം. ഇനി രണ്ടാമത്, ഇൻക്രീസ് അവർ വിസിബിലിറ്റി, സ്ട്രെങ്തൻ അവർ വിസിബിലിറ്റി. നമ്മുടെ സാന്നിധ്യം സമ്പന്നമാക്കുക. നമ്മുടെ വിസിബിലിറ്റി, ഞാനിവിടെ ഉണ്ട് എന്ന്, ഞാൻ ഒരിക്കൽ വന്നില്ലെങ്കിൽ, ഞാൻ ഒരു സ്ഥാപനത്തിൽ വന്നില്ലെങ്കിൽ എന്റെ അസാന്നിധ്യം അവിടെ മുഴച്ചു നിൽക്കണം. അങ്ങനെ നമ്മുടെ വിസിബിലിറ്റി വർദ്ധിപ്പിക്കണം. എങ്ങനെ വിസിബിലിറ്റി വർദ്ധിപ്പിക്കാൻ കഴിയും? നമ്മുടെ കരിയർ ഗ്രോത്ത് സംഭവിക്കണം, പ്രൊഫഷണൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടാവണം. ഓക്കെ, സോ വി ഷുഡ് ആന്റിസിപ്പേറ്റ് ചേഞ്ചസ്, അക്സെപ്റ്റ് ചേഞ്ച്, അഡോപ്റ്റ് ചേഞ്ച്, ആൻഡ് വി ഷുഡ് ഗോ വിത്ത് ചേഞ്ച്. മാറ്റത്തിനനുസരിച്ച് മാറണം. എക്സ്പേർട്ടുകളുമായിട്ട് കോണ്ടാക്ട് ഉണ്ടാക്കണം. കൊളീഗ്സുമായിട്ട് നല്ലൊരു കോപ്പറേറ്റീവ് മെന്റാലിറ്റി വളർത്തണം. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ വിസിബിലിറ്റി ഉണ്ടാവും. നമ്മൾ തൊഴിലിടത്തിൽ എത്തിയില്ലെങ്കിൽ അത് വലിയൊരു ശൂന്യതയാവും. ആ ശൂന്യതയെ കുറിച്ച് ചർച്ചയുണ്ടാവും. സ്വാഭാവികമായിട്ടും അവർ സാലറി വിൽ ബി ഇൻക്രീസ്. ദാറ്റ് വാട്ട് വി നീഡ് ടു ഡു. ഇൻസ്റ്റെഡ് ഓഫ് തിങ്കിങ് അബൌട്ട് മണി ഓൺലി, സാലറി ഓൺലി നമ്മൾ ചെയ്യണം. അപ്പം ഇങ്ങനെ സാലറിക്ക് വേണ്ടി മാത്രം പണിയെടുക്കുന്ന, പണത്തിന് വേണ്ടി പണിയെടുക്കുന്ന ഈ വിഭാഗത്തെ നമ്മൾ വിളിക്കുന്നത് തൊഴിലിനെ വ്യഭിചരിക്കുന്നവർ, ബിസിനസിനെ വ്യഭിചരിക്കുന്നവർ. അപ്പം ഇത് ബിസിനസ് മേഖലയിലുമുണ്ട്. പണത്തിന് വേണ്ടി മാത്രം ഏത് മേഖല. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ മത്സ്യം നമ്മുടെ കേരളത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുക. എന്ത് തരത്തിലുള്ള മത്സ്യം? ഇപ്പൊ മത്സ്യം വാങ്ങി കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായി. നമ്മൾ എന്നും വായിക്കുന്നത് മത്സ്യത്തിലെ വിവിധ തരത്തിലുള്ള മായം ചേർക്കലിന്റെ കഥകളാണ്. ഈ കഥകൾ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താ? യഥാർത്ഥത്തിൽ ബിസിനസ്സിൽ എത്തിക്സ് ഉണ്ട്. ആ എത്തിക്സിലൂടെ വളർന്നു വന്ന ഒരുപാട് ബിസിനസ്സുകൾ നമ്മുടെ പോസിറ്റീവ് കമ്മ്യൂണിലുണ്ട്. യാതൊരുവിധ മായം ചേർക്കലുകളോ യാതൊരുവിധ കൊള്ളരുതായ്മകളോ ഇല്ലാതെ സ്ട്രെയിറ്റ് ഫോർവേഡായി ഗുണമേന്മയുള്ള ബിസിനസ് നടത്തി വളർന്നവരാണ് നമ്മുടെ പോസിറ്റീവ് കമ്മ്യൂൺ ബിസിനസ്സുകാരെല്ലാം. നമുക്കെന്നറിയാം. എന്ന് പറഞ്ഞാൽ അവർ പ്രൂവ് ചെയ്തിട്ടുണ്ട്, വി ഹാവ് എ വേ, we can improve our business empire without having any sort of adulteration, any sort of practices and all. അങ്ങനെ വേണം. അപ്പൊ പണത്തിന് വേണ്ടി പണിയെടുക്കുന്നവർ തൊഴിലിനെ, ബിസിനസിനെ വ്യഭിചരിക്കുന്നവരാണ്. നമ്മൾ അങ്ങനെ വ്യഭിചരിക്കുന്നവരാവരുത്. ഇനി മൂന്നാമത്തെ ഗണത്തിലുള്ള ആൾക്കാർ, അവർ പൊതുവെ വളരെ ആക്റ്റീവ് ആയിരിക്കും. ദേ ആർ ആക്റ്റീവ് ഇൻ ദെയർ പ്രോസസ്സസ്. എന്ന് പറഞ്ഞാൽ തൊഴിൽ അവർ ഭംഗിയായിട്ട് എടുക്കും. അവർ നേരത്തെ സ്കൂളിലെത്തും, വളരെ വൈബ്രന്റ് ആയിരിക്കും. പക്ഷേ ഒരു അധ്യാപകൻ എങ്ങനെയാണ് ഈ ഒരു മൂന്നാമത്തെ ഗണത്തിൽപ്പെടുന്ന അധ്യാപകരുടെ സവിശേഷതകൾ ഞാൻ പറയാം. ഒന്ന്, അവർ ക്ലാസ്സിൽ വരും, വളരെ ഗംഭീരമായ ക്ലാസ് ആയിരിക്കും. അവരെല്ലാ റിസോഴ്സും കളക്ട് ചെയ്യും. അത് ഗൂഗിളിൽ നിന്നും യൂട്യൂബിൽ നിന്നും എല്ലാ മെറ്റീരിയൽസും കളക്ട് ചെയ്ത് പവർ പോയിന്റ്, അത് ഇത് വീഡിയോ കംപ്ലീറ്റ്. So very vibrant and active classes, but they are not at all worried about what happens after his class. ക്ലാസ്സിന് ശേഷം കുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്നതിനെ കുറിച്ച് they are not worried. They don't consider the result of students and the behavioral change happened after his class. അപ്പൊ ക്ലാസ്സിന് മുന്നിലോ ക്ലാസ്സിന് ശേഷമോ അവരുടെ കുട്ടികളിൽ ഉണ്ടാവുന്ന ബിഹേവിയറൽ ചേഞ്ചസിനെ കുറിച്ചോ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റിനെ കുറിച്ചോ they are not bothered. ഇങ്ങനെ തൊഴിലിനെ മാത്രം, അതിന്റെ പ്രോസസ്സിനെ മാത്രം സ്നേഹിക്കുകയും ആ പ്രോസസ്സിൽ മാത്രം സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തുകയും ചെയ്യുന്ന ഇത്തരത്തിലുള്ള ആൾക്കാരെ നമ്മൾ വിളിക്കുന്നത് ഏത് മൂന്നാമത്തെ ഗണത്തിലാണ് പെടുത്തുന്നത്? അവർ തൊഴിലിനെ പ്രേമിക്കുന്നവരാണ്. ദേ പ്ലീസ് ദെയർ പ്രൊഫഷൻ. തൊഴിലിനെ പ്രേമിക്കുന്നവർ. നമ്മൾ 3 തരത്തിലുള്ള ആൾക്കാരെയാണ് കണ്ടത്. ഒന്ന്, തൊഴിലിനെ അല്ലെങ്കിൽ പ്രൊഫഷനെ ബലാത്സംഗം ചെയ്യുന്നവർ. രണ്ടാമത്തെ ഗണത്തിൽ തൊഴിലിനെ വ്യഭിചരിക്കുന്നവർ. മൂന്നാമത്തെ ഗണത്തിൽപ്പെട്ടവർ തൊഴിലിനെ പ്രേമിക്കുന്നവർ. ഏത് ഗണത്തിലാണ് നമ്മൾ ഉൾപ്പെട്ടിട്ടുള്ളത് എന്നൊരു ആത്മപരിശോധനയ്ക്ക് നമ്മൾ വിധേയരാവണം. ഇനി നാലാമത്തെ ഗണത്തിൽപ്പെടുന്ന ആൾക്കാരെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അവർ യഥാർത്ഥത്തിൽ നേരത്തെ വരും, അവസാനം പോകും. അവർ തൊഴിലിൽ they love the process, they love the result.
അവർ വളരെ മനോഹരമായി ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യും. ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നതിന് മുമ്പ് അവർ ഉറപ്പുവരുത്തും എന്റെ ക്ലാസ്സിലിരിക്കുന്ന കുട്ടികൾ വിവിധങ്ങളായ സ്വഭാവ ഗണങ്ങളുടെ ഒരു സങ്കരഭൂമിയാണ്. അവിടെ എബോവ് ആവറേജ് സ്റ്റുഡൻസ് ഉണ്ട്, ബിലോ ആവറേജ് സ്റ്റുഡൻസ് ഉണ്ട്, ആവറേജ് സ്റ്റുഡൻസ് ഉണ്ട്. അവിടെ ഓഡിറ്ററി സ്റ്റുഡൻസ് ഉണ്ട്, വിഷ്വലൈസ് സ്റ്റുഡൻസ് ഉണ്ട്, കിനസ്തെറ്റിക് സ്റ്റുഡൻസ് ഉണ്ട്. അവിടെ ഗിഫ്റ്റഡ് സ്റ്റുഡൻസ് ഉണ്ട്, ബാക്ക്വേർഡ് സ്റ്റുഡൻസ്, സോഷ്യലി പെരോക്കിയലായ സിറ്റുവേഷനിൽ നിന്ന് വരുന്നവരുണ്ട്, ബ്രോക്കൺ ഫാമിലിയിൽ നിന്ന് വരുന്നവരുണ്ട്. That person knows each and every student individually. അങ്ങനെ കുട്ടികളുടെ ഗുണങ്ങളും പോരായ്മകളും എല്ലാം കൃത്യമായി പരിശോധിച്ച് വിശകലനം ചെയ്ത് അതിനനുസരിച്ച് ക്ലാസ് സെറ്റ് ചെയ്ത് അതിനനുസരിച്ച് ക്ലാസ് പ്ലാൻ ചെയ്ത് ക്ലാസ് റൂമിൽ ചെല്ലുകയും ക്ലാസ് അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അനുസരിച്ച് ക്ലാസ് എടുക്കുകയും ക്ലാസ്സിന് ശേഷം അവിടെ ഉണ്ടാക്കിയ മാറ്റത്തെക്കുറിച്ച് വളരെ വിശദമായി പഠിക്കുകയും നാളെ എൻ്റെ ക്ലാസ്സിൽ വരുത്തേണ്ട പരിവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്ന് വീട്ടിൽ നിന്ന് ആലോചിച്ച് പിന്നെ അതനുസരിച്ച് ക്ലാസ് എടുക്കുകയും ചെയ്യുന്ന നാലാമത്തെ ഗണത്തിലുള്ള ഇത്തരത്തിലുള്ള തൊഴിലാളികളെ, പ്രൊഫഷണൽ ലൈഫിലുള്ളവരെ നമ്മൾ വിളിക്കുന്നത് those who love their profession. തന്റെ ജോലിയെ പ്രണയിക്കുന്നവർ, തന്റെ ജോലിയെ പ്രണയിക്കുന്നവർ, ജോലിയെ പ്രണയിക്കുന്നവർ. പ്രണയം നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരുപക്ഷെ പ്രണയിച്ചിട്ടുണ്ടാവാം, ചിലർ പ്രേമിക്കുക മാത്രമാണ് ചെയ്തത്. നമുക്ക് പ്രണയവും പ്രേമവും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരുപക്ഷെ ജീവിതത്തിൽ പ്രേമിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. പക്ഷെ ജീവിതത്തിൽ പ്രണയിച്ചവർ വളരെ വിരളമാണ്. പ്രണയവും പ്രേമവും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പ്രേമം എന്ന് പറയുന്നത് ശരീരത്തിന്റെ ഒരു അഭിവാഞ്ചിയാണ്. പ്രേമത്തിന്റെ റിസൾട്ട് കാമമാണ്. പ്രണയമോ അത് ആത്മാവിൽ നിന്നും ഉരുത്തിരിയുന്നതാണ്. അതിന്റെ റിസൾട്ട് സ്നേഹമാണ്. പ്രേമം പ്രൈവസി ആവശ്യപ്പെടുന്നു, പ്രണയം പ്രൈവസി ആവശ്യപ്പെടുന്നില്ല. പബ്ലിക് പ്ലേസ് ആയാലും പ്രണയത്തിന് പ്രശ്നമില്ല. ഇതാണ് അതിന്റെ അടിസ്ഥാനമായ വ്യത്യാസം. എനിക്ക് തോന്നുന്നു നമ്മുടെ രവിയേട്ടൻ ഒരിക്കൽ ഒരു ക്ലാസ്സിൽ ഇങ്ങനെ പറയുകയുണ്ടായി, ഞാൻ എൻ്റെ മോളോട് പറയാറുണ്ട് നീ പ്രണയിക്കണമെന്ന്. ക്ലാസ് തുടങ്ങുന്നത് ഇങ്ങനെയാണ്, ഞാൻ എൻ്റെ മോളോട് പലപ്പോഴും പറയാറുണ്ട് നീ പ്രണയിക്കണമെന്ന്. പക്ഷേ പ്രണയിക്കേണ്ടത് എന്തിനാണ്? നീ പ്രണയിക്കേണ്ടത് നിന്റെ സ്വപ്നങ്ങളെയാണ്. സ്വപ്നങ്ങളെ നീ പ്രണയിച്ചു കഴിയുമ്പോൾ സ്വപ്നവും നീയും ഒരുമിച്ച് യാത്ര ചെയ്യും. അങ്ങനെ സ്വപ്നത്തെ നീ പുൽകും. അങ്ങനെ ഒരു ദിവസം നീ സ്വപ്നം സാക്ഷാത്കരിക്കും. നിന്റെ സ്വപ്നം ലക്ഷ്യമായി മാറുകയും ആ ലക്ഷ്യം സാക്ഷാത്കരിക്കുകയും ചെയ്യുമെന്ന് അത് ജീവിതത്തിൽ അന്വർത്ഥമാക്കിയ രവിയേട്ടന്റെ മകൾ ഇപ്പോ ഒരു പൈലറ്റാണ്. സ്വപ്നത്തെ പ്രണയിച്ചത് കൊണ്ടുണ്ടായ മാറ്റമാണ്. നമ്മളെല്ലാം അത് അനുഭവിച്ചതാണ്, കണ്ടതാണ്, വായിച്ചതാണ്. അപ്പൊ നമ്മൾ നമ്മുടെ സ്വപ്നത്തെ പ്രണയിക്കുന്നത് പോലെ തന്നെ നമ്മൾ നമ്മുടെ ജോലിയെ പ്രണയിക്കണം. ഞാൻ പ്രണയം എന്ന് പറയുമ്പോൾ ബ്രണ്ണൻ കോളേജിൽ പഠിക്കുമ്പോൾ ഒരുപാട് പ്രേമം ഉണ്ടായിരുന്നു. പക്ഷെ വളരെ റെയറായിട്ടേ പ്രണയങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ പ്രണയം എൻ്റെ സുഹൃത്തിന്റെ പ്രണയമായിരുന്നു. ആ പ്രണയം അവരുടെ അവസ്ഥ, അവരെങ്ങനെയാണ് പ്രണയിച്ചിരുന്നു എന്ന് അകലങ്ങളിൽ നിന്ന് ഞങ്ങളൊക്കെ നോക്കി കാണാറുണ്ടായിരുന്നു. അത് അവിടുത്തെ ചർച്ചാ വിഷയമായിരുന്നു. അവർ കോളേജിന് മുന്നിലുള്ള സ്റ്റോൺ ബെഞ്ചുകളിൽ അവർ ഇരിക്കും. രാവിലെ വന്നതിന് ശേഷം അവർ ഇരിക്കും. ഇരുന്നതിന് ശേഷം അവർ മണിക്കൂറുകൾ പോകുന്നതോ അതിന് മുൻപിലൂടെ ആൾക്കാർ പോകുന്നതോ പക്ഷികൾ പറക്കുന്നതോ വെയിൽ വരുന്നതോ മഴ വരുന്നതോ കാറ്റ് വരുന്നതോ they don't know anything എന്ന് പറഞ്ഞ പ്രണയത്തിന്റെ 4 പ്രധാന സവിശേഷതകൾ. When we love someone, we will be in a spaceless situation. Spaceless situation. Second one, we will be in a timeless situation and we are ready to sacrifice anything. And at the end, we will have a miraculous energy. നമുക്കറിയാവുന്ന കാര്യമാണ്. അല്ല, ഒന്നാമത്തെ സ്പേസ്ലെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ ഇരിക്കുന്നു, പ്രേമിക്കുന്നവർക്ക് അവർ ഇരിക്കുന്ന ഇടത്തെ കുറിച്ച് ഒന്നും ബോധേടല്ല. അവർ അതിന് they are not worried about where they sit. They always concentrate on their loving only. ആ പ്രണയത്തിൽ മാത്രം അവർ കോൺസെൻട്രേറ്റ് ചെയ്യും. അപ്പൊ അവർ ഒരു പക്ഷേ ഇരിക്കുന്ന ഇരിപ്പിടം മുള്ളു നിറഞ്ഞ സ്ഥലമായിരിക്കാം, doesn't matter. അതിലെ പാമ്പിഴഞ്ഞു പോയേക്കാം, doesn't matter. They are loving deeply. അപ്പൊ അത്തരത്തിൽ പ്രണയത്തിന്റെ ഒന്നാമത്തെ സവിശേഷതയാണ് സ്പേസ്ലെസ്നെസ്. ഈ സ്പേസ്ലെസ്നെസ് ഉണ്ടാവുന്നത് ദൈവത്തിന് മാത്രമാണ്. ദൈവത്തിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ ഒന്ന് സ്പേസ്ലെസ്നെസ്, സ്ഥലമില്ലായ്മ. നമ്മൾ നമ്മുടെ സ്ഥലത്തെ ഭൂമിയെ അളന്നു തിരിച്ചു. ഇതാ എന്റെ സ്ഥലം, ബൗണ്ടറികൾ തിരിക്കും. പക്ഷെ ദൈവത്തിന് സ്പേസ് ഇല്ല. God is in a spaceless situation. God is moving here and omnipotent, omnipresent. We always say that. So God is a spaceless situation, in spaceless situation. Second one, timelessness. സമയമില്ലായ്മ, സമയത്തെ അറിയുന്നില്ല. നമുക്കിപ്പം ദിവസമുണ്ട്, ആഴ്ചയുണ്ട്, മാസമുണ്ട്, വർഷമുണ്ട്. പക്ഷേ ദൈവത്തെ സംബന്ധിച്ച് ഇതൊന്നുമില്ല. God is in a timeless situation. അപ്പൊ പ്രണയത്തിലാകുമ്പോൾ നമ്മൾ സമയം പോകുന്നത് അറിയില്ല. ഒരു ദിവസം അവർക്കൊരു നിമിഷം പോലെ അനുഭവപ്പെടും. കാരണം അവർ ആ രീതിയിലുള്ള ഒരു അവസ്ഥയിലാണ്. ഇനി മൂന്നാമതൊരു സാക്രിഫൈസിങ് മെന്റാലിറ്റി. നമുക്കറിയാം, ഒരു പ്രേമിക്കുന്നവർക്ക് ആ പ്രേമം സാക്ഷാത്കരിക്കാൻ വേണ്ടി ഏത് തരത്തിലുള്ള വെല്ലുവിളി അവർ നേരിടും.
ഇരുട്ടിന്റെ മറവിൽ അവർ തന്റെ പ്രണയിനിയെ തട്ടിയെടുക്കും, മതിലുകൾ ചാടിക്കയറും, അല്ലെ? അവർ ആ സമയത്തൊക്കെ അവർ ഒരു മാരത്തോൺ അത്ലീറ്റിന്റെ പവറായിരിക്കും കാണിക്കുന്നത്. അപ്പൊ അങ്ങനെ ഏത് പ്രതിബന്ധങ്ങളെയും പ്രതിപ്രവർത്തിച്ച് തന്റെ പ്രണയ സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് അവർ ശ്രമിക്കും. അതിന്റെ ഒരു മറ്റൊരു പ്രത്യേകതയാണ്. നാലാമതായിട്ട്, ഇൻ ദിസ് ലവിങ് കണ്ടീഷൻ മിറക്കുലസ് എനർജി വിൽ വർക്ക്, അല്ലെ? ഒരു അമാനുഷികമായ ശക്തി അതിന് പുറകിൽ പ്രവർത്തിക്കും. നമ്മൾ സാധാരണ പ്രണയ സീനുകളൊക്കെ സിനിമയെ കാണാറുണ്ട്. ഞാൻ ഓർക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു പ്രണയ സീൻ നമുക്കറിയാം. 6-ാം തമ്പുരാൻ എന്ന സിനിമയിൽ ജഗൻ തന്റെ ജഗന്റെ പ്രണയം ഉണ്ണിമായ എന്ന് പറഞ്ഞ നായികയുടെ ചെവിയിലെത്തുമ്പോൾ സംഭവിക്കുന്ന എന്താ? എല്ലാ സിനിമകളിലും കാമുകൻ കാമുകിക്ക് മുന്നിൽ തുറന്നു പറയുമ്പോൾ, അല്ലെങ്കിൽ കാമുകിന് മുന്നിൽ തുറന്ന് പറയുമ്പോൾ സംഭവിക്കുന്നത് ഒന്നാണ്, പിന്നെ സംഗീതമാണ് വരുന്നത്. ഒരു പാട്ട് സീനാണ് സിനിമയിൽ എന്ന് പറഞ്ഞാൽ പ്രണയം ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിതം സംഗീതമാണ്. അതല്ലേ? ജഗൻ ഉണ്ണിമായയുടെ ഉള്ള പ്രണയം തുറന്നു പറഞ്ഞ് ഉണ്ണിമായ അറിഞ്ഞു കഴിഞ്ഞപ്പോ പിന്നെ എന്താ? പാടൂ പുഴയിലേതോ എന്ന് പറഞ്ഞ പാട്ടാണ് എല്ലാ സിനിമകളിലും. പ്രണയം തുറന്നു പറയുമ്പോൾ പ്രണയം അതിന്റെ മൂർധന്യത്തിലെത്തും, പിന്നെ പാട്ട് സീനാണ് എന്ന് പറഞ്ഞാൽ പ്രണയം ആരംഭിച്ചു കഴിഞ്ഞാൽ, നാം നമ്മുടെ തൊഴിലിനെ പ്രണയിച്ചു കഴിഞ്ഞാൽ ജോലി ഒരു സംഗീതം പോലെ ആസ്വദിക്കാൻ കഴിയും. നമ്മുടെ സ്ഥലം താളമിടുന്ന, നമ്മുടെ സമയം മേളമിടുന്ന, നമ്മുടെ കഴിവുകൾ ഈ വീണമീട്ടുന്ന ഒരു സംഗീതാത്മകതയിലേക്ക് നമ്മൾ കടന്നു ചെല്ലും എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ തൊഴിലിനെ പ്രണയിച്ചു കഴിയുമ്പോൾ നമ്മൾ സ്പേസ്ലെസ്നെസ്, ടൈംലെസ്നെസ്, എൻറ്റയർ സാക്രിഫൈസ്, അതുപോലെ തന്നെ നമുക്ക് പിന്നെ അനുഭവപ്പെടുന്നത് നമ്മൾ ഒരു അമേസിങ് എനർജി നമ്മളിൽ വർക്ക് ചെയ്യും. അതുകൊണ്ട് നമ്മൾ നമ്മുടെ തൊഴിലിനെ പ്രണയിക്കുന്നവരുടെ ഗണത്തിൽ നമ്മൾ വരണം. അങ്ങനെ പ്രണയിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ക്ലാസ് ഒരു അധ്യാപകൻ അവന്റെ അധ്യാപനത്തെ പ്രണയിച്ചു കഴിയുമ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ ഒരു അധ്യാപകൻ ക്ലാസ്സിൽ പോകുമ്പോൾ ആ ക്ലാസ്സിൽ കണക്ക് ടീച്ചറോ ബയോളജി ടീച്ചറോ ക്ലാസ്സിൽ പോയി തിരിച്ചു വരുമ്പോൾ സ്റ്റാഫ് റൂമിൽ നിന്ന് പറയും, ആ മുൻനിരയിലിരുന്ന ആൻമരിയ, അവളുടെ നോട്ടം കണ്ടാൽ മതിയല്ലോ, അവളുടെ വീട്ടില് കഞ്ഞി വെക്കാൻ പോലും പറ്റാത്ത വീടാ, അവളുടെ നോട്ടം കണ്ടു, അഹംഭാവിയാണ്. പിന്നെ രജിത്ത്, പുറകിലിരിക്കുന്ന രജിത്ത്, അവനാണെങ്കിൽ ഒന്നിനും കൊള്ളൊരു ഒരു മരമണ്ടൻ എന്നൊക്കെ വിവിധങ്ങളായ വാക്കുകളിലാണ് കുട്ടികളെ വിശേഷിപ്പിക്കുന്നത്. അതിനുശേഷം പ്രണയത്തെ, ഐ ലവ് മൈ ജോബ്, ഞാൻ എൻ്റെ പ്രൊഫഷനെ ആത്മാർത്ഥമായി പ്രണയിക്കുന്നുണ്ട്. അതുപോലെ ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ, ഞാൻ എൻ്റെ ക്ലാസ് റൂമിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ കാണുന്നത് മൊത്തം മാലാഖ കുഞ്ഞുങ്ങളാണ്. അവർ ഈ പറയുന്ന എല്ലാ കുട്ടികളും 30 കുട്ടികളെ മാലാഖ കുഞ്ഞുങ്ങളെ പോലെ കാണാൻ കഴിയുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ ഉയരും. അവിടെ ഇപ്പം ഇലക്ട്രിസിറ്റി പോയ ഡസന്റ് മാറ്റർ, വി വിൽ ഹാവ് അനദർ ഓപ്ഷൻ, വി വിൽ ഹാവ് അനദർ ഓൾട്ടർനേറ്റീവ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, when crisis or uncertainty comes, we will not be anxious or anxiety will not work, but what works, curiosity will work. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അവിടെ ഓപ്പർച്യൂണിറ്റി, പോസിബിലിറ്റി കണ്ടുപിടിക്കും. We will go ahead with that possibility. അപ്പം ഈ പ്രണയിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ, നമ്മൾ നമ്മുടെ തൊഴിലിനെ പ്രണയിച്ചു കഴിയുമ്പോൾ എന്ത് പ്രത്യാഘാതങ്ങൾ ഉണ്ടായാലും, എന്ത് പ്രതിപ്രവർത്തനം ഉണ്ടായാലും, ഏത് തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാലും പ്രശ്നങ്ങൾ ചവിട്ടിക്കയറാൻ നമുക്ക് കഴിയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ തൊഴിലിനെ നമ്മൾ പ്രണയിക്കണം. We should love our profession. Okay, my dear friends. So right now, these are the 4 profiles of our professional life. So which profile you possess, you can decide right now. നിങ്ങൾ തൊഴിലിനെ ബലാത്സംഗം ചെയ്യുന്ന ആളാണോ? നിങ്ങൾ തൊഴിലിനെ വ്യഭിചരിക്കുന്ന ആളാണോ? നിങ്ങൾ തൊഴിലിനെ വെറുതെ ഇഷ്ടപ്പെടുന്ന ഒരാളാണോ? അതെയോ നിങ്ങൾ തൊഴിലിനെ പ്രണയിക്കുന്ന ആളാണോ? You can decide right now. അത് തെളിയിക്കാൻ വേണ്ടി ഞാൻ 3 ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കാം. ആ ചോദ്യത്തിന് നിങ്ങൾ 5, 4, 3, 2, 1 എന്ന് ഉത്തരം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഒരു പേപ്പർ എടുത്ത് അവിടെ എഴുതുക, ഉത്തരം എഴുതുക. ഒന്നെങ്കിൽ 5, അല്ലെങ്കിൽ 4, 3, 2, 1. ആ ചോദ്യത്തിന് നന്നായി ചെയ്യുന്നുണ്ടെങ്കിൽ 5, ചെയ്യുന്നുണ്ടെങ്കിൽ 4, കുറച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ 3, ഇത്തിരി ചെയ്യുന്നുണ്ടെങ്കിൽ 2, ഒട്ടും ചെയ്യുന്നുണ്ടെങ്കിൽ 1. ഇങ്ങനെയാണ് മാർക്ക് കൊടുക്കേണ്ടത്. ഓക്കെ, യെസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആർ യു റെഡി? യെസ്. ഒന്നാമത്തെ ചോദ്യം, do you come to your professional place
before the job starts and leaves that place after half an hour. നിങ്ങളുടെ തൊഴിലിടത്തിൽ അരമണിക്കൂർ മുൻപേ അല്ലെങ്കിൽ 1 മണിക്കൂർ മുൻപേ എത്താറുണ്ടോ? അരമണിക്കൂറിന് ശേഷം അല്ലെങ്കിൽ 1 മണിക്കൂർ ശേഷമേ നിങ്ങൾ ആ സ്ഥലം വിട്ടുപോകാറുള്ളൂ? ഇതാണ് ചോദ്യം. വിട്ടുപോകുന്നു. അപ്പോൾ അങ്ങനെ തന്നെ ചെയ്യാറുണ്ടോ എങ്കിൽ 5 മാർക്ക്, അല്ലെങ്കിൽ 4, 3, 2, 1 എന്ന് മാർക്ക് കൊടുക്കുക. Second question. I always adopt changes in my professional life. എൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ ഞാൻ മാറ്റങ്ങൾ പ്രതീക്ഷിക്കുകയും മാറ്റങ്ങൾ സ്വീകരിക്കുകയും അത് പ്രൊഫഷണൽ ലൈഫിന്റെ ഭാഗമാക്കുകയും ചെയ്യുന്നു. And third question. I keep deep contact with my colleagues and have professional discussions with my colleagues. Okay, give mark 5, 4, 3, 2, 1 based on your professional experiences. You know that if you get 13, 14, 15, you love your job. ജോജോ സാറേ, ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഒന്ന് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തും കൂടെ പറഞ്ഞോ. ഓക്കെ പറഞ്ഞിരുന്നല്ലോ. മൂന്നാമത്തെ പറഞ്ഞില്ല. ഓക്കെ. മൂന്നാമത്തത്, നിങ്ങളുടെ തൊഴിലിടത്തിൽ സഹപ്രവർത്തകരുമായിട്ടുള്ള തീവ്രമായ ആശയ ചർച്ച ചെയ്യാറുണ്ടോ? പ്രൊഫഷണൽ ഡിസ്കഷൻസിന്, നിങ്ങളുടെ തൊഴിലുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് നിങ്ങൾ മുതിരാറുണ്ടോ? ഉണ്ടെങ്കിൽ അത് നന്നായി ചെയ്യുന്നുണ്ടെങ്കിൽ 5 മാർക്ക്, ചെയ്യുന്നുണ്ടെങ്കിൽ 4 മാർക്ക്, ഒരു പകുതി ചെയ്യുന്നുണ്ടെങ്കിൽ 3 മാർക്ക്, ഇത്തിരി ചെയ്യുന്നുണ്ടെങ്കിൽ 2 മാർക്ക്, ഒട്ടും ചെയ്യുന്നില്ലെങ്കിൽ 1 മാർക്ക്. ഓക്കെ. അപ്പം നിങ്ങളുടെ മാർക്ക് 13, 13, 14, 15 ആണെങ്കിൽ യു ലവ് യുവർ ജോബ്, നിങ്ങൾ നിങ്ങളുടെ തൊഴിലിനെ പ്രണയിക്കുന്നു എന്നുള്ളതാണ്. 9, 10, 11 ആണെങ്കിൽ യു സിംപ്ലി ലൈക്ക് യുവർ ജോബ്, നിങ്ങൾ നിങ്ങളുടെ തൊഴിലിനെ പ്രേമിക്കുക മാത്രമാണ് ചെയ്യുന്നത്. റൈറ്റ്? സെക്കൻഡ് 6, 7, 8 then you prostitute your profession. നിങ്ങൾ നിങ്ങളുടെ ജോലിയെ വ്യഭിചരിക്കുകയാണ്. അതിന് താഴെയുള്ളവരെല്ലാം തൊഴിലിനെ ബലാത്സംഗം ചെയ്യുകയാണ്. അപ്പം നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈൽ മനസ്സിലാക്കുക. യെസ്, നൗ ലെറ്റ്സ് മൂവ് ടു നെക്സ്റ്റ് പാർട്ട് ഓഫ് ദിസ് സെഷൻ. നമ്മുടെ സെഷൻ നമുക്കറിയാം, ഒരു തൊഴിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഘട്ടങ്ങളുണ്ട്. ഒരു ജോലിക്ക് പ്രധാനമായും 3 ഘട്ടങ്ങളാണ് ഉള്ളത്. That parts can be said like this. First one, mapping. Second one, making. Third one, meshing. Right? Once again, mapping, making, meshing. ഇങ്ങനെയുള്ള 3 ഘട്ടങ്ങൾ ഏത് തൊഴിലുമുണ്ട്. അതെന്താ? അധ്യാപകനായാൽ അധ്യാപനത്തിലുണ്ട്, ബിസിനസ്സിലായത് സെയിൽസിലാണ്, അതില്. അപ്പൊ എല്ലാ തൊഴിലിലും 3 ഘട്ടങ്ങളുണ്ട്. മാപ്പിംഗ്, മേക്കിംഗ്, മെഷിംഗ്. ഈ ഘട്ടങ്ങളിലൂടെയാണ് തൊഴിൽ കടന്നു പോകുന്നത്, ജോലി കടന്നു പോകുന്നത്, ഒരു പ്രൊഫഷൻ കടന്നു പോകുന്നത്. ഓക്കെ. അപ്പം നമ്മൾ ഈ ഘട്ടങ്ങൾ ഓരോന്നായിട്ട് നമുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കാം. ഒന്നാമത്തത് മാപ്പിംഗ്. ഇത് ഗൂഗിൾ മാപ്പിന്റെ ഒക്കെ ഒരു കാലഘട്ടമാണ്. നമുക്കറിയാം, ഗൂഗിൾ മാപ്പ് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, ഡെസ്റ്റിനേഷൻ, ഡയറക്ഷൻ, ഡിസ്റ്റൻസ്. ഇതൊക്കെ ഗൂഗിൾ മാപ്പ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഡെസ്റ്റിനേഷൻ ഏതാണ്, ആ ഡയറക്ഷൻ ഏതാണ്, ഡിസ്റ്റൻസ് ഏതാണ്, അല്ലെ? പിന്നെ അവിടേക്ക് പോകാനുള്ള റൂട്ട്. ഇത്രയും കാര്യങ്ങൾ ഗൂഗിൾ മാപ്പിലൂടെ നമുക്ക് ലഭിക്കും. ഇപ്പൊ നമ്മൾ സാധാരണയായിട്ട് അധ്യാപനത്തിൽ ലെസൺ പ്ലാനിംഗ് ഉണ്ട്, ലെസൺ പ്ലാൻ എഴുതാറുണ്ട്. ലെസൺ പ്ലാന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് 3 ഡൈമെൻഷണൽ ആണ്. 3 ഡൈമെൻഷൻ. അവിടെ ഉള്ളത് വാട്ട്, ഹൗ, വെൻ, അല്ലെ? നമ്മുടെ മൊഡ്യൂളുകൾ, ട്രെയിനിങ്ങിന്റെ മൊഡ്യൂളുകളിൽ 3 കാര്യങ്ങളാണ്. വാട്ട്, സെക്കൻഡ് വൺ ഹൗ, തേർഡ് വൺ വെൻ. എന്ത്, എങ്ങനെ, എപ്പോൾ. ഇതാണ് പ്ലാനിങ്ങിന്റെ ഒരു പ്രത്യേകത. പക്ഷേ നമ്മൾ മാപ്പിംഗിലേക്ക് വരുമ്പോൾ അത് 4 ഡൈമെൻഷനൽ ആണ്. എന്ന് പറഞ്ഞാൽ വാട്ട്, ഹൗ, വെൻ ആൻഡ് വേർ. അവിടെ വേറും കൂടെ വരുമ്പോൾ 4 ഡൈമെൻഷനൽ ആവും. അപ്പൊ നമ്മൾ നമ്മുടെ പ്രൊഫഷണൽ ലൈഫിൽ മാപ്പിംഗ് ആണ് ചെയ്യേണ്ടത്. പ്ലാനിങ് മാത്രമല്ല, മാപ്പിംഗ് ഷുഡ് ബി ദെയർ. ദിസ് ഈസ് ദ വർക്ക് ബിഫോർ വർക്ക്. ജോലിക്ക് മുൻപുള്ള വർക്കാണ്. ആ വർക്ക് മികച്ച രീതിയിൽ ചെയ്യുമ്പോഴാണ് തൊഴിലിന്റെ 2ാം ഘട്ടത്തിൽ നമുക്ക് മികവ് പുലർത്താൻ കഴിയുക. ഇപ്പം എൻ്റെ വീട്ടിൽ ഞാൻ എൻ്റെ വൈഫുമായി കലഹം ഉണ്ടാകുന്ന ഒരേ ഒരു കാര്യത്തിലാണ്. ഞങ്ങൾ വേറൊരു കാര്യത്തിലും കലഹിക്കാറ് ഒറ്റൊരു കാര്യത്തിലാണ്. അത് മറ്റൊന്നുമല്ല, എൻ്റെ പ്രിപ്പറേഷൻ. എൻ്റെ വൈഫ് എന്നോട് ചോദിക്കുന്നത്, കുറെ 7ാമത്തെ വർഷമാണ് ഞാൻ ഗവൺമെന്റ് സെക്ടറിൽ ഈ ഒരു പ്രൊഫഷൻ ചെയ്യുന്നത്. 7ാമത്തെ വർഷമാണ്. അപ്പൊ കഴിഞ്ഞ 7 വർഷമായി ഒരേ കാര്യങ്ങളല്ലേ പഠിപ്പിക്കുന്നത്.
First World War, Second World War, Chinese Revolution, French Revolution, Indian independence movement and all. That's what I am teaching. I have been teaching the same topic for the last 7 years. എന്തിനാ പിന്നെ പ്രിപ്പയർ ചെയ്യുന്നത്? രണ്ടാം ലോക യുദ്ധത്തിന്റെ വർഷം മാറുന്നുണ്ടോ? കാരണങ്ങൾ മാറുന്നുണ്ടോ? സെക്കൻഡ് വേൾഡ് വാറിന്റെ റീസൺസ് മാറുന്നുണ്ടോ? പിന്നെ എന്തിനാണ് പ്രിപ്പയർ ചെയ്യുന്നത് ഓരോ ദിവസവും? I usually prepare for 4 hours every day. 1 hour in the evening, 3 hours in the morning. എല്ലാ ദിവസവും 4 മണിക്കൂർ മാപ്പിംഗ് പ്രോസസ്സിന് വേണ്ടി ചിലവഴിക്കാറുണ്ട്. അപ്പൊ എന്റെ വൈഫ് ചോദിക്കുന്നത്, എന്തിനാണ് വർഷങ്ങൾ മാറുന്നില്ല, ആൾക്കാർ മാറുന്നില്ല, ഒരേ പുസ്തകം തന്നെ, ഒരേ കണ്ടന്റ് തന്നെ എല്ലാ വർഷവും പഠിപ്പിക്കുന്നു, പിന്നെ എന്തിനാണ് 4-5 മണിക്കൂർ എടുത്ത് പ്രിപ്പയർ ചെയ്യുന്നത്? ഞാൻ വൈഫിനോട് പറയാനുള്ള മറുപടി ഒന്ന് മാത്രമാണ്, യെസ്, നോ ചേഞ്ച് അറ്റ് ഓൾ ആസ് ഫാർ ആസ് കണ്ടന്റ് ഈസ് കൺസേൺഡ്. അല്ലെ, വിഷയത്തിന്റെ കണ്ടന്റുമായി ബന്ധപ്പെട്ട് യാതൊരു മാറ്റവുമില്ല. പക്ഷേ ക്ലാസ്സിലിരിക്കുന്ന കുട്ടികൾ മാറുന്നുണ്ട്. 2019 കുട്ടികളല്ല 2020 10ാം ക്ലാസ്സിൽ ഇരുന്നത്. 2020 ഇരുന്ന കുട്ടികളല്ല 2021 10ാം ക്ലാസ്സിൽ ഇരിക്കുന്നത്. സോ ഇഫ് കണ്ടന്റ് ഈസ് നോട്ട് ചേഞ്ച്ഡ് ബട്ട് സ്റ്റുഡൻസ് ആർ ചേഞ്ചിങ്, പുതിയ മുഖങ്ങളാണ് വരുന്നത്. കഴിഞ്ഞ വർഷം 10ാം ക്ലാസ്സിൽ ഇരുന്ന അല്ലെങ്കിൽ 11ാം ക്ലാസ്സിൽ ഇരുന്ന കുട്ടികളുടെ ഒരു സ്ട്രക്ചർ അല്ല ഇപ്പോഴത്തെ കുട്ടികൾ. Their students are in different behavioral attitude. ചിലർ ബിലോ അവറേജുകാർ കൂടുതലായിരിക്കാം, ചില ക്ലാസ്സുകളിൽ അബോ അവറേജുകാർ കൂടുതലായിരിക്കാം. സോ വി ഷുഡ് കൺസിഡർ സ്റ്റുഡൻസ്, നോട്ട് ദ ടോപ്പിക്. അപ്പം സാധാരണയായി പ്രൊഫഷണൽ ലൈഫിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഇഫ് യു വാണ്ട് ടു ഹാവ് പ്രൊഫഷണൽ ഇംപ്രൂവ്മെന്റ് or career growth, only one thing you need to do, delete your all resources. ട്രെയിനിങ്ങിലായാലും നമുക്ക് മികവ് പുലർത്താൻ കഴിയണമെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ, 2020 കഴിയുമ്പോൾ, നമ്മുടെ ലാപ്ടോപ്പിലോ നമ്മുടെ മൊബൈൽ ഫോണിലുള്ള എല്ലാ റിസോഴ്സും നമ്മൾ ഡിലീറ്റ് ചെയ്യണം. സ്റ്റാർട്ട് ഫ്രം സീറോയിൽ നിന്ന് ആരംഭിക്കണം. സോ സ്റ്റാർട്ട് ഡിലീറ്റിംഗ് യുവർ റിസോഴ്സസ്, then only you will be upgrading yourself. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, നമ്മൾ ഡിലീറ്റ് ചെയ്യണം. അങ്ങനെ നമ്മൾ ഓരോ ദിവസവും വർക്കിന് മുൻപ് 4 മണിക്കൂറെങ്കിലും പ്രിപ്പയർ ചെയ്യുക. അപ്പൊ ചോദിച്ചേക്കാം, എന്തിനാണ് ബിസിനസ്സിൽ, സെയിൽസിന് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത്? എന്താണ് ഈ മാപ്പിംഗിന്റെ ആവശ്യം? സെയിൽസിലെ ഒരു ഷോപ്പ് ഇടുകയാണെങ്കിൽ ആ ഷോപ്പിൽ ഓരോ ദിവസവും യുവർ മാപ്പിംഗ് ഈസ് ഫോർ 1 day, നോട്ട് 1 year. യുവർ മാപ്പിംഗ് ഈസ് ഫോർ 1 day only. ഒരു ദിവസത്തിന് വേണ്ടിയിട്ടുള്ള പ്ലാനിംഗ് ആണ്. അപ്പൊ അവിടെ ഇന്ന് മഴയുള്ള ദിവസമാണ്. മഴയുള്ള ദിവസം വരാൻ സാധ്യതയുള്ള കസ്റ്റമേഴ്സ്, അവരുടെ ബാക്ക്ഗ്രൗണ്ട്, അവർ വരുമ്പോൾ നമ്മൾ നമ്മുടെ ഷോപ്പിൽ സാധനങ്ങൾ എക്സിബിറ്റ് ചെയ്യേണ്ട പൊസിഷൻസ് ഒരു വർഷം മാറ്റണം. ചില സീസണുകളുണ്ട്, സീസണൽ ചേഞ്ചസ് ഉണ്ട്. സോ ഇൻ എവറി ഫീൽഡ്, നോട്ട് ഓൺലി ഇൻ ടീച്ചിങ്, ഇൻ എവറി ഫീൽഡ് വി നീഡ് ടു ഹാവ് മാപ്പിംഗ്. കൃത്യമായ ഈ 4 dimensional മാപ്പിംഗ് നമ്മൾ ഉണ്ടാക്കണം. അതിന്റെ ഇഫക്റ്റീവ്നെസ് ആണ് യഥാർത്ഥത്തിൽ നമ്മുടെ പ്രൊഫഷണൽ ഗ്രോത്തിനെ, പ്രൊഫഷണൽ എക്സലൻസിനെ ബാധിക്കുന്നത്. നമുക്ക് സാധാരണയായിട്ട് 4 കാര്യങ്ങളാണ് ഒരു പ്രൊഫഷണൽ ലൈഫിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ളത്. ഒന്ന്, വി ഹാവ് ഫോക്കസ്. Second one, we have time. Third one, we have energy. And fourth one, we have skills. ഈ 4 കാര്യങ്ങളാണ് നമുക്കുള്ളത്. So we need, ഓരോ വർഷവും നമ്മൾ ചെയ്യേണ്ടത്, we need to develop new mindset, new skill set, new tool set. നമ്മുടെ മൈൻഡ് സെറ്റ് മാറണം, സ്കിൽ സെറ്റ് മാറണം, ടൂൾ സെറ്റ് മാറണം. ഒരേ മൈൻഡ് സെറ്റും ഒരേ സ്കിൽ സെറ്റും ഒരേ ടൂൾ സെറ്റിലും കൊണ്ട് നമ്മൾ ക്ലാസ് റൂമിലേക്ക് കടന്നു ചെന്ന് കഴിഞ്ഞാൽ we will be utterly failure and you will be sorry figure. അല്ലെ, പഴയതുപോലെ ഒരു വടിയും കഷത്തിൽ വെച്ച് ഒരു ചോക്കും കയ്യിലേന്തി ഒരു പുസ്തകവും ടെക്സ്റ്റ് പുസ്തകവും പഠിച്ച് ക്ലാസ് റൂമിലേക്ക് വന്ന ഒരു അധ്യാപകനെ കുട്ടികൾ അവജ്ഞയോടെ കാണുകയുള്ളൂ. ആ അധ്യാപകന് മുന്നിൽ കുട്ടികൾ ക്രിയേറ്റീവ് ആയിട്ട് ഇടപെടലുകൾ നടത്തില്ല. So now I usually go to my class with a pouch only a pouch. There one pen drive will be there, some pencil, one balloon, one paper cuttings and all such things are there, right? I don't take this ഒരു വടിയോ ചോക്കോ, അതിന്റെയൊക്കെ കാലഘട്ടം കഴിഞ്ഞു. സോ വി ഷുഡ് ഡെവലപ്പ്. ഇപ്പൊ മൈൻഡ് സെറ്റിന്റെ കാര്യത്തിൽ നമ്മൾ ദി 8th ഹാബിറ്റ് എന്ന് പറയുന്ന പുസ്തകത്തിൽ പറയുന്നത് പോലെ മൈൻഡ് സെറ്റ് നമ്മൾ ഇപ്പോഴും വെച്ചു പുലർത്തുന്ന മൈൻഡ് സെറ്റ് എന്താണ്? പഴയ ഇൻഡസ്ട്രിയൽ മൈൻഡ് സെറ്റ്. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, ലോകത്ത് പലതരത്തിൽ കോഗ്നിറ്റീവ് റെവല്യൂഷൻ കഴിഞ്ഞു, അഗ്രികൾച്ചർ റെവല്യൂഷൻ കഴിഞ്ഞു, ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ കഴിഞ്ഞു, നോളജ് ഇൻഫർമേഷൻ റെവല്യൂഷൻ കഴിഞ്ഞു, വിസ്ഡം റെവല്യൂഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളിപ്പോഴും ഇൻഡസ്ട്രിയൽ മൈൻഡ് സെറ്റിലാണ്. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ മാനേജ് ചെയ്യുന്നത് അവനെ അടിച്ചമർത്തിക്കൊണ്ടാണ് എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ്. സോ വി ഡിസിപ്ലിൻ ചിൽഡ്രൻ ബൈ പണിഷിംഗ് ദം സ്റ്റിൽ. ഒരു ബിസിനസ്സുകാരൻ അവന്റെ തൊഴിലാളികളെ ഇപ്പോഴും മാനസികമായി പീഡിപ്പിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ he hasn't developed a new mindset in the new era. So we should develop a new mindset. That mindset should be based on the present condition.
ഇനി ടൂൾ സെറ്റുകൾ, കാലത്തിനനുസരിച്ച് നമ്മൾ നമ്മുടെ ടൂൾ സെറ്റും മാറ്റത്തിന് വിധേയമാക്കണം. പണ്ട് ചോക്കും വടിയും പിടിച്ച് ക്ലാസ്സിൽ പോയ ടീച്ചറിനെ അല്ല ഇന്ന് കുട്ടികൾ പ്രതീക്ഷിക്കുന്നത്. പ്രിയമുള്ളവരെ, വി ഷുഡ് ചേഞ്ച് അവർ ടൂൾ സെറ്റ് ആൻഡ് സ്കിൽ സെറ്റ്. ടീച്ചിങ് സ്കിൽസ് ആർ കംപ്ലീറ്റ്ലി ചേഞ്ച്ഡ്. Now the ability to use collaboration. Teacher is simply a facilitator, a monitor, or a mentor, not a class leader. അല്ലേ? അപ്പൊ നമ്മൾ ടീച്ചറിന്റെ സ്കിൽ സെറ്റിൽ മാറ്റം വരണം. So that what the importance of mapping. അപ്പം mapping is the work before work. അത് കൃത്യമായി ചെയ്യുമ്പോൾ we can find our sweet spot in our life, in our professional life. Second one, making is the real doing of the work. ജോലി ചെയ്യലാണ് മേക്കിംഗ്. നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ, നോട്ട് ഡീവിയേറ്റഡ് ഫ്രം ദാറ്റ് മാപ്പിംഗ്. മാപ്പിൽ ഉള്ള റൂട്ടുകൾ അതുപോലെ സഞ്ചരിച്ച് നമ്മൾ സ്വപ്നം കണ്ടതുപോലെ നമ്മുടെ ക്ലാസ് റൂമിൽ സാക്ഷാത്കരിക്കുന്ന ഒരു അവസ്ഥയാണ് മേക്കിംഗ്. സോ വി ഷുഡ് മേക്ക് അവർ ക്ലാസ് എഫക്റ്റീവ്ലി. അവിടെ നമ്മുടെ എനർജി, നമ്മുടെ സ്കിൽസ്, നമ്മുടെ ടൂൾസ്, നമ്മുടെ ടൈം, നമ്മുടെ സ്പേസ്, ഇതൊക്കെ കൃത്യമായി നമ്മൾ ഉപയോഗിക്കണം. ഇപ്പൊ നമ്മൾ പ്രണയത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ സ്പേസ്ലെസ്നെസ്സിനെ കുറിച്ച് പറഞ്ഞു. ചില ആൾക്കാരുണ്ട് ഈ സ്ഥലത്തിന് ഒരു ചെറിയ ഇടങ്ങളിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ഒരുപാട് ബിസിനസ്സുകാരുണ്ട്. ഞാൻ പണ്ട് പഞ്ചാബിൽ വർക്ക് ചെയ്യുമ്പോൾ കിരൺ കുമാർ നേപ്പാളി ഒരു ചെറിയ തട്ടുകട ഉണ്ടായിരുന്നു. ആ നേപ്പാളിയുടെ തട്ടുകടയിൽ പ്രത്യേക ഒരു ചെറിയൊരു ഇടമേ ഉള്ളൂ. ആ ഇടത്ത് നിന്നും അദ്ദേഹം ഒരു ദിവസം ഉണ്ടാക്കുന്ന വരുമാനം എന്ന് പറയുന്ന 5000 രൂപ. അന്നത്തെ കാലത്ത് 5000 രൂപ, 5000 rupees he earns every day. So he has got very narrow space there. അപ്പൊ അവിടെ എന്താ ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ ഉൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ആലു പൊറോട്ട, പ്യാജ് പൊറോട്ട. വിന്റർ സീസണിൽ ആലു പൊറോട്ടയും പ്യാജ് പൊറോട്ടയും ഉണ്ടാവും. അവിടെ ബിവറേജസിന് മുമ്പിൽ പോലും ഇല്ലാത്ത അത്രയും ക്യൂ ആണ്, നീണ്ട ലൈനാണ് അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് ഈ പ്യാജ് പൊറോട്ടയും ആലു പൊറോട്ടയും വാങ്ങാൻ വേണ്ടിയിട്ട്. സോ ഹി ലവ്സ് ഹിസ് ജോബ്. അല്ലെ? കൃത്യമായി പ്ലാൻ ചെയ്ത് മാപ്പിംഗ് ചെയ്ത് മേക്കിംഗ് ചെയ്യുമ്പോൾ ഹിസ് ബിസിനസ് ഈസ് going leaps and bounds, developing leaps and bounds. അപ്പൊ നമ്മൾ ആ രീതിയിൽ നമ്മുടെ ബിസിനസ്സിൽ മേക്കിംഗ് പ്രോപ്പർ ആയിട്ട് ചെയ്യണം. സോ ഹി ഗെറ്റ്സ് ഇനോർമസ് സാറ്റിസ്ഫാക്ഷൻ there. അപ്പം മേക്കിംഗ് കൃത്യമായി നമ്മൾ ചെയ്യണം. മേക്കിങ്ങിന് ശേഷം തേർഡ് ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതാണ് മെഷിംഗ്. ഇറ്റ് ഈസ് വർക്ക് ബിറ്റ്വീൻ വർക്കുകൾക്കിടയിലുള്ള രണ്ട് വർക്കുകൾക്കിടയിലുള്ള ഒരു വർക്കാണ് മെഷിംഗ്. ഇതിന് പലപ്പോഴും നമ്മൾ പ്രാധാന്യം കൊടുക്കാറില്ല. കാരണം ഇറ്റ് ഈസ് നോട്ട് പെയ്ഡ്. ആ വർക്കിന് ഒരിക്കലും പേ കിട്ടാറില്ല. സോ മെഷിംഗ് ഇസ് the evaluation, assessment, what went wrong. നമ്മൾ WWW എന്ന് കേൾക്കാറുണ്ട്. ഓക്കെ, WWW ആണ് മെഷിംഗ് എന്ന് പറയുന്നത്. ഓരോ ദിവസവും വീട്ടിലെത്തി അത് ഏത് ഒരു അധ്യാപകനാണെങ്കിൽ അധ്യാപകൻ ചിന്തിക്കണം, വാട്ട് വെന്റ് റോങ്. WWW, ഇന്ന് എന്ത് തെറ്റിപ്പോയി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നെക്സ്റ്റ് WWW, വാട്ട് വിൽ വർക്ക്. നാളെ എന്ത് വർക്ക് നടക്കും. അപ്പൊ ഇന്നിന്റെ പരാജയങ്ങളിൽ നിന്നും നാളുകളിലേക്ക് ഒരു സടകുടഞ്ഞ എണീക്കൽ ഉണ്ടാവണം. സോ ദിസ് മെഷിംഗ് ഷുഡ് ബി ഡൺ എവറി ഡേ ഈവനിങ്. ഫോർ ദാറ്റ് വി ഷുഡ് സ്പെൻഡ് അറ്റ്ലീസ്റ്റ് ഹാഫ് ആൻ അവർ. ഓരോ ക്ലാസ് റൂമിലും എനിക്ക് പറ്റിയ പാളിച്ചകൾ, എത്ര കുട്ടികൾ ശ്രദ്ധിച്ചു, എത്ര കുട്ടികൾക്ക് പാഠഭാഗം കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞു. ദാറ്റ് ഡീറ്റെയിൽഡ് evaluation is needed in our day-to-day life. So meshing is so important in our professional life. So these are the three stages of a work, like mapping, making, meshing. ഇത് എത്രമാത്രം ഇഫക്റ്റീവ് ആയിട്ട് നമ്മൾ ചെയ്യുന്നു. ഇത് ഈ മൂന്നെണ്ണം ഇഫക്റ്റീവായി ചെയ്തു കഴിഞ്ഞാൽ we can find our sweet spot in our professional life. ഇനി നമ്മൾ പ്രൊഫൈൽസ് ഓഫ് പ്രൊഫഷണൽ ലൈഫിനെ കുറിച്ച് നമ്മൾ കണ്ടു. നമുക്ക് എല്ലാവർക്കും പ്രൊഫൈൽ ഉണ്ട് എന്നതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു ബ്രാൻഡ് നെയിം ഉണ്ട്. പ്രൊഫഷണൽ ലൈഫിൽ നമുക്കൊക്കെ ബ്രാൻഡ് നെയിം ഉണ്ട്. വി ഹാവ് ബ്രാൻഡഡ് അവർ പ്രൊഫഷൻ. അല്ലെ? അവർ പ്രൊഫഷൻ നമ്മൾ ഈ സ്വീറ്റ് സ്പോട്ട് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ, കണ്ടുപിടിച്ചോ എന്നറിയണമെങ്കിൽ മൈ പ്രൊഫഷൻ ആൻഡ് മീ ആർ ഇൻസെപ്പറബിൾ. ഞാനും എൻ്റെ ജോലിയും ഇൻസെപ്പറബിൾ ആണോ എന്ന് നമ്മൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ONV കുറിപ്പ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് എന്താണ്? കവിത, കവി. എന്തുകൊണ്ടാ? ഹിസ് ജോബ് ആൻഡ് ഹിംസെൽഫ് ഇസ് നോട്ട് ഇൻസെപ്പറബിൾ. അത് വിഭജിക്കാൻ കഴിയില്ല. അതുപോലെ നമ്മൾ വിരാട് കോഹ്ലി എന്ന് പറയുമ്പോൾ ക്രിക്കറ്റ് എന്നേ വരുള്ളൂ. ദാറ്റ് വാട്ട് ഇറ്റ് ഈസ് ഓൾ അബൌട്ട്. അല്ലേ? അപ്പം ഞാൻ എൻ്റെ പേര് പറയുമ്പോൾ എൻ്റെ പ്രൊഫഷൻ കൂടെ വരണം. ജോജോ മൈലാഡൂർ എന്ന് പറയുമ്പോൾ അധ്യാപകൻ എന്ന് തോന്നണം, അല്ലെങ്കിൽ ട്രെയിനർ എന്ന് തോന്നുന്ന രീതിയിൽ ഹാവ് വി ഡെവലപ്ഡ് അവർ പ്രൊഫഷണൽ കരിസ്മ ഇൻ അവർ വേൾഡ്. ഇതാണ് ചോദ്യം. നമ്മളും നമ്മുടെ തൊഴിലും ഇൻസെപ്പറബിൾ അല്ല. സെപ്പറേറ്റ് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ അത് നമുക്കൊപ്പം തന്നെ ഉണ്ടാവണം.
that what the ability of finding the sweet spot. അപ്പം മാപ്പിങ്ങും മേക്കിങ്ങും മെഷിങ്ങും പ്രോപ്പറായിട്ട് ചെയ്യുമ്പോൾ നമ്മൾക്ക് നമ്മുടെ പ്രൊഫഷണൽ ലൈഫിൽ 4 ബ്രാൻഡ് നെയിമുകൾ വരും. ബ്രാൻഡ് നെയിമുകൾ. വി വിൽ സെൽ അവർ ബ്രാൻഡ് നെയിംസ്. അപ്പം ഓരോ ബ്രാൻഡ് നെയിം ഒന്നാമത്തെ ബ്രാൻഡ് നെയിം എന്ന് പറഞ്ഞാൽ ഡ്രീമർ ആണ്. ഡ്രീമർ എന്ന് പറഞ്ഞ ആള്, ആ ബ്രാൻഡ് നെയിം ഉള്ള ആള്, അദ്ദേഹം എപ്പോഴും കംപ്ലീറ്റ് ആയിട്ട് മാപ്പ് ചെയ്യും, കാര്യങ്ങൾ കൃത്യമായി മാപ്പ് ചെയ്യും, മെഷിങ് നടത്തും. മാപ്പിംഗ് പ്ലസ് മെഷിംഗ് മൈനസ് മേക്കിംഗ് ഈസ് നോൺ ആസ് ഡ്രീമർ. കാര്യങ്ങൾ കംപ്ലീറ്റ് ആസൂത്രണം, ഡീറ്റെയിൽ ആയിട്ട് ആസൂത്രണം ചെയ്യും. അതിനുശേഷം വീട്ടിൽ നിന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ ഒന്നും ഉണ്ടാവില്ല. കാരണം മേക്കിംഗ് എന്ന് പറയുന്ന കാര്യം നടന്നിട്ടില്ല. പലപ്പോഴും പലതരത്തിലുള്ള അധ്യാപകരും ഈ ഡ്രീമേഴ്സിന്റെ ഗണത്തിൽ സ്വപ്നങ്ങൾക്കാണ്. അവർക്ക് ഒരുപാട് സ്റ്റാഫ് മീറ്റിംഗ് കൂടുവാണെങ്കിൽ അവർക്ക് ഒരുപാട് ആശയങ്ങളുണ്ടാവും. അത് ചെയ്യണം, ഇത് ചെയ്യണം, നമുക്ക് കുട്ടികളുടെ വീടുകളിൽ നിന്ന് സന്ദർശിക്കണം, നമുക്ക് ലോക്കൽ PTA വിളിക്കണം, നമുക്ക് ഈ പറയുന്ന യൂത്ത് ഫെസ്റ്റിവൽ ജോഗ്രഫി ഓരോ റീജിയനിൽ നടത്തണം എന്നൊക്കെ ഭയങ്കര ഡയലോഗുകളൊക്കെ. They are known as NATOs. You might have heard about NATO, NATO എന്ന് പറഞ്ഞാൽ നോ ആക്ഷൻ ടോക്കിംഗ് ഒൺലി. വർത്തമാനം ഭയങ്കര ബളുബളാന്ന് പറയും. പക്ഷേ ഇങ്ങനെ പറയുന്ന ഒരാളെ യൂത്ത് ഫെസ്റ്റിവലിൽ അന്ന് വിളിക്കും. സാർ, യൂത്ത് ഫെസ്റ്റ് തുടങ്ങി, നിങ്ങൾ ജഡ്ജിങ്ങിന് ഇട്ടിട്ടുണ്ട്, നിങ്ങൾ എവിടെയാ? ഞാനിപ്പം ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിൽ ക്യൂവിൽ നിൽക്കുകയാണ്. സോ പറയും വർത്തമാനം. ഇപ്പം പ്രാദേശിക PTA വിളിക്കുന്നത് വമ്പ ഡയലോഗ് സ്റ്റാഫ് മീറ്റിംഗ് പറയും, അല്ലെങ്കിൽ PTA മീറ്റിംഗ് വിളിക്കും. അപ്പം ഈ പ്രാദേശിക മീറ്റിംഗ് വിളിക്കേണ്ട ഒരു സ്വാഗത സംഘം രൂപീകരിക്കുന്ന കമ്മിറ്റിയിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് വിളിക്കുമ്പോൾ, സാറേ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമോ, സാറേ ഇപ്പോൾ എവിടെയുണ്ട്? ഞാൻ എൻ്റെ വൈഫിന് സുഖമില്ല, ഹോസ്പിറ്റലാന്ന് പറയും. സോ ദേ ഓൾവേസ് ഹാവ് എക്സ്ക്യൂസസ്. ദേ ആർ ലെഡ് ബൈ എക്സ്ക്യൂസസ്. അപ്പൊ ഈ രീതിയിൽ അപ്പോഴും സ്വപ്നങ്ങൾ, ജോലി എന്ന് പറയുന്ന സ്വപ്നം മാത്രമാണ്. They are not at all ready to execute what they have dreamed. സ്വപ്നം കണ്ടതൊക്കെ സാക്ഷാത്കരിക്കുന്ന കാര്യത്തിൽ പിന്നോക്കം പോകുന്ന ഒരു ബ്രാൻഡ് നെയിമുള്ള ഡ്രീമേഴ്സ് ഉണ്ട് നമ്മുടെ ചുറ്റിലും. അവരുടെ ഫോർമുല എന്ന് പറയുന്നത് മാപ്പിംഗ് മൈനസ് മേക്കിംഗ് പ്ലസ് മെഷിംഗ്. ഇതാണ് ഡ്രീമറിന്റെ ബ്രാൻഡ് നെയിം. ഇനി രണ്ടാമത്തെ തരത്തിലുള്ള ആൾക്കാരാണ് അവര്. ഡ്രൈവേഴ്സ് ആണ്. ഡ്രൈവർമാരുടെ പ്രത്യേകതയുണ്ട്. അവര് എന്തു ചെയ്യും? നന്നായി മാപ്പ് ചെയ്യും. കാരണം പോകേണ്ട റൂട്ടൊക്കെ കൃത്യമായി കണ്ടുപിടിക്കും. ഗൂഗിൾ മാപ്പൊക്കെ വെച്ച് പോകേണ്ട റൂട്ടൊക്കെ കണ്ടുപിടിക്കും. അവർ ഡ്രൈവ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് കോൺസെൻട്രേഷൻ പവറിലായിരിക്കും, ഫോക്കസ്ഡ് ആയിരിക്കും, നന്നായി ഡ്രൈവ് ചെയ്യും. ബട്ട് ആഫ്റ്റർ ഡ്രൈവിംഗ് ദേ ഡോണ്ട് തിങ്ക് ബാക്ക്, ദേ ഡോണ്ട് ഗോ ബാക്ക്. വീട്ടിൽ നിന്നിട്ട് ഞാൻ വന്ന വഴികളിലൂടെയോ ഓടിച്ച വണ്ടിയുടെ പാതകളിലൂടെ ദേ ഡോണ്ട് ഗോ ബാക്ക്. നോ മെഷിംഗ് ഈസ് ഡൺ. അപ്പം മാപ്പിംഗ് പ്ലസ് മേക്കിംഗ് മൈനസ് മെഷിംഗ് ഈസ് ഈക്വൽ ടു ഡ്രൈവർ. അങ്ങനെ ഡ്രൈവർമാരും ഉണ്ട് നമ്മുടെ തൊഴിലിടങ്ങളിൽ. നന്നായി പ്ലാൻ ചെയ്യും, നന്നായി കാര്യങ്ങൾ നടപ്പിലാക്കും, പക്ഷേ ഇവാലുവേഷൻ ഇല്ല. They will not have any career growth. They will not have any professional excellence because അവർക്ക് ഇവാലുവേഷൻ ഇല്ല. വാട്ട് വെന്റ് റോങ്? ആ WWW ഇല്ല. വാട്ട് വിൽ വർക്ക്? ആ WWW ഇല്ല. പിന്നെ എങ്ങനെ അവർക്ക് പ്രൊഫഷണൽ എക്സലൻസ് ഉണ്ടാവും? സോ അവരൊരു പ്രൊഫഷണൽ ലൈഫിലേക്ക് വരുമ്പോൾ എക്സലന്റ് ആയിരിക്കും, പിന്നെ നോ കരിയർ ഗ്രോത്ത്. അതിന് ശേഷം അവർക്ക് കരിയർ ഗ്രോത്ത് ഇല്ല. കാരണം ദേ ഡോണ്ട് ഹാവ് മെഷിംഗ്. അപ്പോൾ ഇങ്ങനെ മാപ്പിംഗ് പ്ലസ് മേക്കിംഗ് മൈനസ് മെഷിംഗ് ഈസ് ഈക്വൽ ടു ഡ്രൈവർ. ഇനി മൂന്നാമത്തെ ഗണത്തിൽപ്പെടുന്ന ആൾക്കാരാണ്. ദേ ഓൾവേസ് മാപ്പ് പ്രോപ്പർലി, മെഷിംഗ് പ്രോപ്പർലി ബട്ട് നോ മേക്കിംഗ്. നന്നായി പ്ലാൻ ചെയ്ത് വരും, നന്നായി ഇവാലുവേറ്റ് ചെയ്യും. മേക്കിംഗ് ഇല്ല. സ്കൂളിൽ വരുമ്പോൾ നല്ല ലെസൺ പ്ലാൻ ഒക്കെ എഴുതിക്കൊണ്ട് വരും. നല്ല ലെസൺ പ്ലാൻ, നല്ല പവർ പോയിന്റ് ഒക്കെ ആയിട്ട് വരും. ക്ലാസ് വരുമ്പോൾ ഓക്കെ നൗ യുവർ പീരിയഡ് ഈസ് 8B. ഹി ഈസ് വറീഡ്. എങ്ങനെ ക്ലാസ്സിൽ പോകും? അവിടെ അവനുണ്ട്, രതീഷുണ്ട്, അവനാണെങ്കിൽ ഹൈപ്പർ ആക്റ്റീവാ, അവന് ആൻമരിയുണ്ട്, ഭയങ്കര എക്സലന്റ്. അവളുടെ ക്വസ്റ്റ്യൻസിന് മുമ്പിൽ ഐ എം വറീഡ്. അപ്പൊ ക്ലാസ്സിൽ പോകാൻ ഭയമാണ്, റൈറ്റ്? അങ്ങനെ കംപ്ലീറ്റ് ഭയമായിട്ട് ക്ലാസ്സിൽ പോകണം, ക്ലാസ് എടുക്കണമെന്ന് പറയുമ്പോൾ നോട്ട് റെഡി. ഒരു അസംബ്ലിക്ക് മുന്നിൽ സംസാരിക്കണമെന്ന് പറഞ്ഞാൽ നോട്ട് റെഡി. അപ്പൊ അങ്ങനെയുള്ള ഫിയർ ഫാക്ടർ വർക്ക് ചെയ്യുന്ന മേക്കിങ്ങിൽ അമ്പയെ പരാജയപ്പെട്ട ആൾക്കാരുണ്ട്. അവരാണ് മാപ്പിംഗ് പ്ലസ് മെഷിംഗ് മൈനസ് മേക്കിംഗ് നോൺ ആസ് ഡ്രിഫ്റ്റേഴ്സ്. ഡ്രിഫ്റ്റർ എന്ന ബ്രാൻഡ് നെയിമുള്ള ആൾക്കാര് ഡ്രിഫ്റ്റേഴ്സ്. ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്തത് ഡ്രീമേഴ്സ് ഉണ്ട്, ഡ്രൈവേഴ്സ് ഉണ്ട്, ഡ്രിഫ്റ്റേഴ്സ് ഉണ്ട്. ഇങ്ങനെ 3 തരത്തിലുള്ള ബ്രാൻഡ് നെയിമുകളുള്ള തൊഴിലാളികൾ നമ്മുടെ ഇടങ്ങളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി അവസാനത്തെ ആൾക്കാര്, ദേ ആർ നോൺ ആസ് ഡിവലപ്പേഴ്സ്. പുരോഗതിയുള്ളവർ, പുരോഗതി ഉണ്ടാക്കുന്നവർ. അവരെ സംബന്ധിച്ചിടത്തോളം പ്രോപ്പർ മാപ്പിംഗ്
എക്സലന്റ് മേക്കിംഗ്, ഔട്ട്സ്റ്റാൻഡിംഗ് മെഷീൻ. നല്ല മാപ്പിംഗ്, നന്നായിട്ട് 4 ഡയമെൻഷണൽ പ്ലാനിങ് നടത്തും. അതിനുശേഷം അത് വളരെ മനോഹരമായി എക്സിക്യൂട്ട് ചെയ്യും. അതിനുശേഷം വിപുലമായ ഡീപ്പ് ഇവാലുവേഷൻ അല്ലെങ്കിൽ മെഷീനിന് വിധേയമാക്കുക അവരുടെ ജോലി. And therefore they will have development opportunities, their career will be expanding, their progress will be outstanding, they will have career promotions, they will be paid well, they will be known, their job cannot be separated, they wherever they go their profession will accompany them. അവരെ കുറിച്ച് പറയുമ്പം അവരുടെ പ്രൊഫഷണൽ നെയിമിൽ അറിയപ്പെടുകയുള്ളൂ. അവരാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഏത് പ്രൊഫൈലുള്ളത്, ജോലിയെ പ്രണയിക്കുക എന്ന പ്രൊഫഷണൽ പ്രൊഫൈലുള്ളവർ. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, find out first of all which professional profile do you have. Do you a raper in professional life, or prostitute in a professional life, or simply pleasing others in professional life, or do you love your profession, or are you a developer, are you a drifter, are you a driver, or are you a dreamer? Ipo ninge decide cheyyam. So anyway, we all are sent here to do certain duties. We all are sent here to do certain duties. That duties should be fulfilled. Doing the duty, that is justice എന്നാണ് പറയുന്നത്. സോക്രട്ടീസ് പറഞ്ഞ അങ്ങനെയാണ്, നമ്മുടെ കർമ്മം ചെയ്യലാണ് യഥാർത്ഥത്തിൽ ധർമ്മം എന്ന്. അപ്പൊ നമ്മളെ അയച്ചിട്ടുള്ളത് വ്യത്യസ്തങ്ങളായ കർമ്മങ്ങൾ ചെയ്യാനാണ്. കർമ്മങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു വി ഷുഡ് ലവ് അവർ പ്രൊഫഷൻ. അപ്പൊ എങ്ങനെ നമ്മുടെ ജോലിയെ നമുക്ക് പ്രണയിക്കാൻ കഴിയും? നമുക്കറിയാം 2 തരത്തിലുള്ള വിവാഹങ്ങൾ നടക്കാറുണ്ട്. ഒന്ന് പ്രണയിച്ച് വിവാഹം കഴിക്കുന്നവരുണ്ട്, 2 വിവാഹത്തിന് ശേഷം പ്രണയിക്കുന്നവരുണ്ട്. അപ്പൊ നമ്മൾ നമ്മുടെ തൊഴിലിനെ ഈ രീതിയിലാണ്. ഒന്നെങ്കിൽ നമുക്ക് പ്രണയിച്ച് നമ്മുടെ തൊഴിലിനെ നമുക്ക് വിവാഹം കഴിക്കാം. ദാറ്റ് ഈസ് ബെറ്റർ. വി ഷുഡ് ലവ് അവർ പ്രൊഫഷൻ ആൻഡ് ഡു ദാറ്റ് പ്രൊഫഷൻ. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട ജോലി തിരഞ്ഞെടുക്കുകയും ആ ജോലി നമുക്ക് ചെയ്യാനും കഴിയും. അതെങ്ങനെ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. അപ്പൊ അതിനാണ് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ്. എങ്ങനെ നമുക്ക് നമ്മുടെ പ്രൊഫഷനെ പ്രണയിക്കാം എന്ന് ചിന്തിക്കുമ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, എക്സ്ക്യൂസ് മീ, യെസ്, ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വി ഷുഡ് ലിസൺ ടു ദ കോളിംഗ്. എല്ലാത്തിനും ഒരു വിളിയുണ്ട്, ഒരു ദൈവീക വിളി. നമ്മൾ സാധാരണ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി പറയാറുണ്ട് ദൈവവിളി. ദൈവവിളി എന്ന് പറഞ്ഞ പുരോഹിതരാകാനുള്ള വിളിയാണെന്നാണ് തെറ്റിദ്ധരിക്കപ്പെടുന്നത്. നോ, ദൈവവിളി എന്ന് പറയുന്നത് തൻ്റെ ഇടം ഈ ലോകത്ത് കണ്ടെത്താനുള്ള ദൈവികമായ വിളിയാണ്. ഒരു കൃഷിക്കാരനാകാനുള്ള വിളി ഉണ്ട്. ഒരു അധ്യാപകനാകേണ്ടവന് അധ്യാപനത്തിലേക്കൊരു വിളിയുണ്ട്. പുരോഹിതനാകേണ്ടവന് പുരോഹിത വൃത്തിയിലേക്ക് ഒരു വിളിയുണ്ട്. നേഴ്സ് ആകേണ്ടവർക്ക് അങ്ങനെ എല്ലാ തൊഴിലിടങ്ങളിലേക്കും ഒരു ദൈവികമായ വിളിയുണ്ട്. We should listen to that calling, that sacred calling. പലപ്പോഴും നമ്മൾ ആ വിളി കേൾക്കാറില്ല. As far as I am concerned, I have listened to that calling and I have decided to become a teacher. അധ്യാപകനാകാനാണ് ഞാൻ അയക്കപ്പെട്ടത് എന്ന് ആദ്യമേ തന്നെ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് ജീവിതം കെട്ടിപ്പടുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ജോലിയെ പ്രണയിക്കുന്നു, ആസ്വദിച്ച് ചെയ്യുന്നു. നോ കംപ്ലൈൻസ് അറ്റ് ഓൾ, നോ കോംപ്രമൈസ് അറ്റ് ഓൾ. അപ്പം ആ രീതിയിൽ തൊഴിലിനെ പ്രണയിക്കണമെങ്കിൽ വി ഷുഡ് ലിസൺ ടു ദ കോളിംഗ്. അത് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. വി ഓൾറെഡി മാരീഡ് അവർ പ്രൊഫഷൻ. നമ്മൾ നമ്മുടെ തൊഴിലിനെ വിവാഹം കഴിച്ചു കഴിഞ്ഞു അല്ലേ? അപ്പൊ നമ്മുടെ കുട്ടികളെ നമ്മൾ ഈ രീതിയിൽ വളർത്തണം. അണ്ടർസ്റ്റാൻഡ് ദെയർ കോളിംഗ്. നമ്മുടെ കുട്ടികൾ വളർന്നു വരുമ്പം അവരുടെ ദൈവികമായ വിളി എന്താണ് എന്ന് നേരത്തെ തന്നെ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. അത് നമുക്ക് ചില സയന്റിഫിക് എക്സ്പെരിമെന്റ്സ് ഇത് നമുക്കറിയാം. നിങ്ങൾ ട്രെയിനേഴ്സ് ആണ്, പലർക്കും അറിയാം, പലരും ചെയ്തിട്ടുണ്ട്. എന്താ ബ്രെയിൻ ഡോമിനൻസ്, റൈറ്റ് ബ്രെയിൻ ഡോമിനൻറ്റ്, ലെഫ്റ്റ് ബ്രെയിൻ ഡോമിനൻറ്റ്. റൈറ്റ് ബ്രെയിൻ ഡോമിനൻസ് വിൽ ബി ഹോളിസ്റ്റിക് ഇൻ അപ്രോച്ച്, ലെഫ്റ്റ് ബ്രെയിൻ ഡോമിനൻസ് സീക്വൻഷ്യൽ ഇൻ അപ്രോച്ച് ഒക്കെ നമുക്കറിയാം അല്ലെ? മറ്റേ ലെഫ്റ്റ് ബ്രെയിൻ ഡോമിനൻസ് വളരെയധികം അരിത്മാറ്റിക് ആയിരിക്കും, മറ്റേ റൈറ്റ് ബ്രെയിൻ ഡോമിനൻസ് ക്രിയേറ്റീവ് ആയിരിക്കും എന്നൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. ഇങ്ങനെ നമ്മുടെ ബ്രെയിൻ ഡോമിനൻസ് മനസ്സിലാക്കി അതിനനുസരിച്ച് അവരെ നമ്മൾ പ്രൊഫഷണൽ ലൈഫിലേക്ക് വഴിതിരിച്ചു വിട്ടു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ദേ വിൽ ലവ് ദെയർ പ്രൊഫഷൻ. അപ്പൊ അവരുടെ ജോലിയെ പ്രണയിക്കാൻ കഴിയും. അപ്പം ഒന്ന് ഈ ദൈവവിളി കേൾക്കുക, 2 നമ്മുടെ ബ്രെയിൻ സ്ട്രക്ചർ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ഒരു സെലക്ഷൻ പ്രൊഫഷണൽ ലൈഫിൽ ഉണ്ടാവുക. എന്താണ് മാർക്കറ്റിൽ നന്നായി സെല്ല് ചെയ്യുന്നതല്ല നമ്മൾ വാങ്ങേണ്ടത്, മറിച്ച് എനിക്ക് വേണ്ടി എന്താണ് ഇവിടെ സെല്ല് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ പലപ്പോഴും ഇപ്പോഴത്തെ ഹൈ പ്രൊഫൈൽ ജോബ്
എഞ്ചിനീയർ ആണെങ്കിൽ എനിക്ക് അതിനുള്ള കഴിവില്ല എങ്കിൽ ഇല്ലെങ്കിലും പണം കൊടുത്ത് നമുക്ക് നമ്മുടെ കരിയർ വാങ്ങാൻ കഴിയും. സോ വി ആർ ലിവിംഗ് ഇൻ സച്ച് എ വേൾഡ് വെയർ കരിയർ ക്യാൻ ബി ബോട്ട്, കരിയർ ക്യാൻ ബി പർച്ചേസ്ഡ്. അപ്പൊ എന്താ, ഒരു ബിസിനസ്സുകാരനാകേണ്ടവൻ ഒരു ഡോക്ടറായി കഴിഞ്ഞാൽ എന്താ, തന്റെ മുന്നിലിരിക്കുന്ന പേഷ്യന്റ് ഒരു പ്രോഡക്റ്റ് ആയി കാണും. അപ്പം വയറുവേദന കൊണ്ടുവന്ന ഒരു പേഷ്യന്റിനെ ബിസിനസ് മെന്റാലിറ്റിയിലൂടെ കാണുമ്പോൾ അയാളുടെ നോട്ടം അയാളുടെ വയറിലല്ല, വയറിനുള്ളിലെ കിഡ്നിയിലാണ്. അപ്പോൾ ആ ഡോക്ടറിനാൽ അദ്ദേഹത്തിന്റെ കിഡ്നി മോഷ്ടിക്കപ്പെടും, അത് 3 ലക്ഷത്തിന് വിൽക്കപ്പെടും. വയറുവേദനയ്ക്കും സർജറി നടക്കും, സർജറിക്ക് ശേഷം വയറ് തുന്നിക്കെട്ടി വിടും. വീട്ടിലെത്തി ഒരു 3-4 മാസം വീണ്ടും വയറുവേദന ഉണ്ടാവും. എന്താ കാര്യം? 1 കിഡ്നി ഹാസ് ബീൻ സ്റ്റോളൻ, അല്ലേ? അപ്പൊ ഡോക്ടർ ആകേണ്ടാത്ത അയാൾ ബിസിനസ്സുകാരനാണ് ആകേണ്ടത്, അല്ലേ? അപ്പം ഇങ്ങനെ നമ്മൾ ലോകത്തിന്, ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഇസ് neither terrorism nor corruption nor pollution, but people are not doing the work that he is expected to do. അല്ലെ, ഓരോരുത്തരും ചെയ്യേണ്ട ജോലി ചെയ്യേണ്ടതുപോലെ ചെയ്യേണ്ടയാൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അധ്യാപകനാകേണ്ടയാൾ അധ്യാപകനാവണം, അധ്യാപകനാകേണ്ടയാൾ അധ്യാപകനായാൽ അധ്യാപനം ഒരു സംഗീതമായി മാറും. ഡോക്ടർ ആകേണ്ടയാൾ ഡോക്ടറാകണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ തൊഴിലിനെ പ്രണയിക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെയുള്ളവർക്ക് മാത്രമേ തൊഴിലിൽ സ്വീറ്റ് സ്പോട്ട് കണ്ടെത്താൻ കഴിയുകയുള്ളൂ. അങ്ങനെയുള്ളവർക്ക് മാത്രമേ തൊഴിലിൽ സ്മാർട്ട് വർക്ക് അപ്ലൈ ചെയ്യാൻ, അല്ലെങ്കിൽ അവർ ഹാർഡ് വർക്ക് ചെയ്യണം. So we can start doing our job with 100% satisfaction, അല്ലേ? അപ്പൊ ഇതാണ് നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത്. വിവാഹത്തിന് മുൻപേ തൊഴിലിനെ പ്രണയിക്കുക. രണ്ടാമത്തെ ഓപ്ഷൻ വിവാഹത്തിന് ശേഷം നമ്മുടെ പ്രിയതമയെ പ്രണയിക്കുക എന്നുള്ളതാണ്, അല്ലെ? അറേഞ്ച്ഡ് മാരേജ് അങ്ങനെയാണ്. നമ്മൾ എന്തായാലും ഒരു തൊഴിൽ നമുക്ക് ലഭിച്ചു, അത് ഇഷ്ടപ്പെട്ടായാലും കഷ്ടപ്പെട്ട് കിട്ടിയാലും നമ്മൾ ഇനിയെങ്കിലും അത് സ്നേഹിച്ചു തുടങ്ങി. എങ്ങനെ സ്നേഹിക്കാൻ കഴിയുന്ന 4 മാർഗങ്ങളുണ്ട്, റൈറ്റ്? ലെറ്റ് us start loving our profession, അല്ലെ? ഒന്ന്, we should not compromise with our profession but understand it. പ്രൊഫഷണൽ ലൈഫിൽ കോംപ്രമൈസുകളല്ല വേണ്ടത്, അണ്ടർസ്റ്റാൻഡിങ് ആണ്, അല്ലെ? എന്തായാലും ഈ തൊഴിൽ നമ്മൾ എത്തിച്ചേർന്നു, എന്തായാലും ഒരു അധ്യാപകനായി, കഴിവില്ലേലും ഉണ്ടെങ്കിലും ഞാൻ എത്തിച്ചേർന്നു. ഇനി ഇവിടെ കോംപ്രമൈസ്, ഞാൻ അധ്യാപകനാകേണ്ട ആളല്ല, ഞാൻ അങ്ങനെ ആയിപ്പോയതാണ്, അതുകൊണ്ട് എനിക്കിത് ഈ പണി പറ്റത്തില്ല, ഞാൻ ഉച്ചക്കഞ്ഞിയുടെ ന്യൂൺ മീലിന്റെ കാര്യം നോക്കിക്കോളാം, ഞാൻ അല്ലെങ്കിൽ സ്കൂൾ വണ്ടി ഓടിച്ചോളാം. നോ കോംപ്രമൈസ്. അണ്ടർസ്റ്റാൻഡ് ദിസ് ഈസ് എ സേക്രഡ് പ്രൊഫഷൻ. യു ആർ മോൾഡിംഗ് എ ജനറേഷൻ. You are not simply coming and talking something. You are molding a new generation. How you mold your generation, that will affect the future of this country, അല്ലേ? രാജ്യത്തിന്റെ ഭാവിയെ, അല്ലെ? ഒരു സമൂഹത്തെ തകർക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നും ചെയ്ത് ബോംബിടേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു സമൂഹത്തെ തകർക്കണമെങ്കിൽ സൗത്ത് ആഫ്രിക്കയിൽ ഒരു യൂണിവേഴ്സിറ്റിയുടെ മുമ്പിൽ എഴുതി വെച്ച വാചകങ്ങളൊക്കെ നിങ്ങൾ വാട്സാപ്പിലൂടെ ഒക്കെ ഒരു പക്ഷെ വായിച്ചതായിരിക്കാം. എന്താ? If you want to destroy a country, you don't need to put their atomic bombs. Only collapse the education system there, അല്ലെ? അവിടെ നിലനിൽക്കുന്ന വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ കളങ്കം ചേർത്തിയാൽ മതി, കോപ്പി അടിക്കാൻ സമ്മതിച്ചാൽ മതി. ചുരുക്കി പറഞ്ഞാൽ കോപ്പി അടിക്കാൻ സമ്മതിച്ചാൽ മതി. എന്താ സംഭവിക്കുന്നത്? കോപ്പി അടിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് മാർക്ക് കിട്ടും, അല്ലെ? എല്ലാവർക്കും എ പ്ലസ് കിട്ടിയാൽ അവർക്ക് ഹയർ സ്റ്റഡീസ് കിട്ടും. അങ്ങനെ എഞ്ചിനീയർ ആകേണ്ടാത്ത ആൾ, കഴിവില്ലാത്ത ആൾ എഞ്ചിനീയർ ആകും. അപ്പോൾ നമ്മൾ കൊച്ചിയിലെ പാലമില്ലേ, ഏത് പാലം? പാലത്തിന്റെ പേരെന്താ സാറേ? എന്താ? തകർന്നൊരു പാലം ഉണ്ടല്ലോ, അല്ലെ? ആ പാലമാകും, തകർന്നു പോവും, അല്ലെ? അങ്ങനെ ഡോക്ടർ ആകേണ്ടാത്ത ആള് ഡോക്ടർ ആയാൽ എന്ത് സംഭവിക്കും? മുന്നിലിരിക്കുന്ന രോഗിയുടെ കിഡ്നിയിലായിരിക്കും നോട്ടം. ഇങ്ങനെ ആ സമൂഹത്തെ തകർക്കാൻ അവിടുത്തെ വിദ്യാഭ്യാസ രംഗത്തിൽ തകർച്ച നടത്തിയാൽ മതി, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ലൂപ്പ് ഹോളുകൾ ഇട്ടാൽ മതി എന്നാണ് അവിടെ പറയുന്നത്. പ്രിയമുള്ളവരെ, ഇത് നമ്മൾ ആകേണ്ട ജോലിയെ ആകാൻ പാടുള്ളൂ. സോ വി ഷുഡ് നോട്ട് കോംപ്രമൈസ് വിത്ത് അണ്ടർസ്റ്റാൻഡ് ദ പ്രൊഫഷൻ. ഫസ്റ്റ് സ്റ്റെപ്പ്, അല്ലെ? കല്യാണത്തിന് ശേഷം നമ്മുടെ പ്രിയതമയെ പ്രണയിക്കാനുള്ള ഒന്നാമത്തെ മാർഗം അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളതാണ്. 2, അപ്ഗ്രേഡ് അവർ സെൽഫ്, ഡു സെറ്റ് റിസർച്ചസ്, അല്ലെ? നമ്മൾ ജോലിയിൽ റിസർച്ചുകൾ നടത്തണം. എപ്പോഴും പുതിയ കാര്യങ്ങൾ. ഇറ്റ് ഷുഡ് ബി മെയ്ഡ് എ ചലഞ്ചിങ് വൺ. എൻ്റെ മുന്നിൽ ഇതൊരു വെല്ലുവിളിയാണ്. വെല്ലുവിളികളിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കണം. എൻ്റെ സുഹൃത്തുക്കളുടെ അവൻ അധ്യാപകനാകേണ്ടവനായിരുന്നില്ല, അവനൊരു പോലീസുകാരനാകേണ്ടതായിരുന്നു. പക്ഷെ അധ്യാപകനായി. അതിനുശേഷം അദ്ദേഹം ഈ അധ്യാപനത്തിന്റെ വിവിധ മേഖലകളെ കുറിച്ച് ഭയങ്കരമായിട്ട് പഠിച്ചു, ഹയർ സ്റ്റഡീസ് നടത്തി. അങ്ങനെ പഠിച്ച് now he has become an excellent teacher. Why can't you do? അല്ലേ? അപ്പം കല്യാണത്തിന് ശേഷം നമുക്ക് പ്രണയിക്കാം. നമ്മൾ do set researches. Third one, collaborate with experts.
അല്ലെ? ഞങ്ങളുടെ സ്കൂളിൽ ഒരു ക്ലർക്കായിരുന്നു, 8-10 വർഷത്തെ ക്ലർക്കായി കേരളത്തിലെ ഏറ്റവും മികച്ച ക്ലർക്കിനുള്ള അവാർഡൊക്കെ വാങ്ങിയ ഒരാൾക്ക് പ്രൊമോഷൻ കിട്ടി ഹൈസ്കൂൾ അധ്യാപകനായിട്ട് വന്നു, അല്ലെ? ഹൈസ്കൂൾ അധ്യാപകനായിട്ട് വന്നു കഴിഞ്ഞപ്പം ക്ലാസ് റൂമിൽ ഇനീഷ്യലി ഹി വാസ് an utterly failure because he doesn't have communication skill. നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ, നല്ല ക്ലർക്കായിരുന്നു, ക്ലറിക്കൽ സ്കില്ലുണ്ട്, പക്ഷേ ടീച്ചിങ്ങിലേക്ക് വന്നപ്പോൾ ഒരു സോറി ഫിഗർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ കുട്ടികൾ ഭയങ്കര ക്ലാസ് റൂം മാനേജ്മെന്റ് ഒന്നുമില്ല, ആകെ ആള് തകർന്നു പോയി. ക്ലാസ്സിൽ നിന്ന് കരഞ്ഞിട്ടായിരുന്നു അദ്ദേഹം തുടക്കത്തിലൊക്കെ ഇറങ്ങി വന്നിരുന്നത്. now he has become an excellent teacher within 5 years. എന്താണെന്നറിയോ? അദ്ദേഹം പിന്നെ സ്വയം അദ്ദേഹത്തെ എക്സ്പേർട്ടുകൾ മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. എവിടെയൊക്കെയോ കരിയർ ഗ്രോത്ത് സാധ്യതയുണ്ട് അവിടെ എല്ലാം പോയിട്ട് എക്സ്പേർട്ടുകളുമായിക്കൊണ്ട് അദ്ദേഹം DRG, നിങ്ങൾക്കറിയാം, ഡിസ്ട്രിക്ട് റിസോഴ്സ് ഗ്രൂപ്പ് മെമ്പേഴ്സായി. അദ്ദേഹം എവിടെയാണോ അധ്യാപക പരിശീലനം കൊടുക്കുന്നവരുടെ പരിശീലനത്തിൽ പങ്കെടുക്കുകയും പല മാർഗങ്ങൾ ഉപയോഗിച്ച് അങ്ങനെ ഒരു റിസോഴ്സ് പേഴ്സൺ ആകുമ്പോൾ ഇമ്പ്രൂവ്മെന്റ് ഒരുപാട് സാധ്യതകളുണ്ട്. കുറെ എക്സ്പേർട്ടുകളുമായിട്ട് നമുക്ക് ഡിസ്കഷൻ നടത്താം, കോൺടാക്ട് ചെയ്യാം. അങ്ങനെ അതെല്ലാം നടത്തി he has improved his teaching skill by different means. അപ്പൊ അങ്ങനെ നമുക്ക് by collaborating with different experts we can love our job. And the last one, mindfulness. ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, mindfulness means be here and now. ഇന്നുകളിൽ ഈ നിമിഷത്തിൽ ഇവിടെ ആയിരിക്കുക എന്നുള്ളതാണ് മൈൻഡ്ഫുൾനെസ്, അല്ലെ? നമ്മൾ ജോലി ചെയ്യുകയാണ്, ഏതായാലും ടീച്ചിങ് പ്രൊഫഷണലായി ആയതിനു ശേഷം അവിടെ ആവുക. Don't think about other business, don't think about our agriculture field, don't think about other side business, be there, have mindfulness. അപ്പൊ ഇങ്ങനെ ആയി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് കല്യാണത്തിന് ശേഷം നമ്മുടെ തൊഴിൽ എന്ന് പറയുന്ന പ്രിയതമയെ പ്രണയിക്കാൻ കഴിയും. So my dear friends, this is the right time. Let us start loving our job. Let us start to become a developer. അപ്പൊ നമുക്ക് പ്രണയിക്കുക, ഒരു തൊഴിലിനെ പ്രണയിക്കുന്നവൻ എന്നുള്ള ഒരു പ്രൊഫൈൽ നെയിമിന്റെ ഉടമയാവാം. അതുപോലെ ഒരു ഡെവലപ്പർ എന്ന് പറയുന്ന ബ്രാൻഡ് നെയിം നമുക്ക് കരസ്ഥമാക്കാം. അങ്ങനെ നമുക്ക് ഒരു പ്രൊഫഷണൽ ഗ്രോത്ത് ഉണ്ടാക്കാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന പോസിറ്റീവ് കമ്മ്യൂണിറ്റിയുടെ എല്ലാ പ്രവർത്തകരെയും അണിയറ പ്രവർത്തകരെയും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് നിങ്ങളുടെ കരിയർ എക്സലൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. ചുരുക്കി പറഞ്ഞ ലവ് യുവർ ജോബ് ദാറ്റ് യു ഡു. അപ്പം ഇഷ്ടപ്പെട്ട് ചെയ്താൽ കഷ്ടപ്പാട് കുറയും എന്ന അർത്ഥവാക്യം ഒരിക്കൽ കൂടി ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ജോജോ സാറേ, നല്ലൊരു സെഷൻ ആയിരുന്നു നമുക്ക് തന്നിരിക്കുന്നത്. സി പി സാറല്ലേ സാറേ? കണ്ടിന്യൂ. ജോജോ സാർ, ഓക്കെ, നല്ല ബ്യൂട്ടിഫുൾ സെഷൻ, നന്നായിട്ടുണ്ട്. നല്ല എനർജി. ശരിക്കും നമ്മളല്ല പ്രൊഫഷൻ ഏതായാലും, ഏത് ചെറിയ പ്രൊഫഷൻ ആയാലും ശരി, വലിയ പ്രൊഫഷൻ ആയാലും എല്ലാ പ്രൊഫഷനിലും പ്രൊഫഷൻ മെച്ചപ്പെടേണ്ട, പ്രണയിക്കണ്ടേ, അല്ലെ? ഹലോ 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 കേൾക്കുന്നില്ല സാറേ? കേൾക്കുന്നുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ക്ലാസ്. ഇനി ഓരോരുത്തർക്കും അഭിപ്രായം പറയാവുന്നതാണ്. നബി സാറല്ലേ? ഞാൻ അഭിപ്രായം പറയാനുള്ള ചാൻസ് നോക്കിയിരിക്കുകയായിരുന്നു. ജോജോ മാഷ് ആസ് യൂഷ്വൽ തൃശൂർ പൂരം പോലെ, വെടിക്കെട്ട് പോലെ, ആനയും പഞ്ചവാദ്യവും പോലെ, പാഞ്ചാരി മേളവും പോലെ അതിഗംഭീരമായ സെഷൻ തന്നെ. ഇത് ഞാൻ തീർച്ചയായിട്ടും ജോജോ മാഷിൽ നിന്ന് ഇത് പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. പ്രതീക്ഷിച്ച പോലെ തന്നെ, പ്രതീക്ഷിച്ചതിന് യാതൊരു കുറവുമില്ലാത്ത രീതിയിൽ ജോജോ മാഷ്ക്ക് അത് ഡെലിവർ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു എന്നതിൽ ഒരുപാട് സന്തോഷം. മാഷുടെ എത്ര സെഷൻ കേട്ടാലും പോരാ എന്ന് തോന്നുന്ന ഒരു തോന്നലാണ്. അതുകൊണ്ട് ഞാൻ വൈഫിനോടും മക്കളോടും ഒക്കെ രാവിലെ തന്നെ ജോയിൻ ചെയ്ത് കേൾക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈഫ് ആദ്യം തന്നെ പറഞ്ഞത്, പരിചയപ്പെടുത്തുന്ന സമയത്ത് CP ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും പോസിറ്റീവ് കമ്മ്യൂണിന്റെ ഫൗണ്ടറാണ് ജോജോ മാഷ് എന്ന് പറയാൻ വിട്ടുപോയി എന്ന് ഓർമ്മപ്പെടുത്തണേ എന്ന് എൻ്റെ ഭാര്യ എന്നെ ഓർമ്മപ്പെടുത്തി. അത് ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഈ പോസിറ്റീവ് കമ്മ്യൂണിന്റെ നിലവിലെ അതിന്റെ ഈ രജിസ്ട്രേഷൻ ഒക്കെ ചെയ്തത് കൊണ്ട്
ഫോർമാലിറ്റിക്ക് അതിന്റെ ചെയർമാൻ എന്നൊക്കെ വേണം എന്നുള്ളത് കൊണ്ട് അതിന്റെ ഔദ്യോഗികമായ ചെയർമാൻ ജോജോ മാഷാണ് ഇപ്പോൾ. അപ്പോൾ അതിന് പക്ഷേ നമ്മൾ പ്രവർത്തനങ്ങളിൽ ഈ ചെയർമാൻ, സെക്രട്ടറി അല്ലെങ്കിൽ ട്രഷറർ എന്നീ മേഖലകളിലുള്ള ആൾക്കാർക്ക് പ്രാധാന്യം കൊടുക്കാറില്ലെങ്കിലും അദ്ദേഹമാണ് ഇപ്പോ സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത ഈ സംഘടനയുടെ ചെയർമാൻ. എന്നാലും അതിന് പ്രാധാന്യമില്ല എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. എന്തായാലും ഒരുപാട് സന്തോഷം. പറഞ്ഞ കാര്യങ്ങൾ നേരത്തെ CP സൂചിപ്പിച്ചതുപോലെ തന്നെ ഏത് മേഖലയിലാണെങ്കിലും ആ മേഖലയിൽ തൻ്റെ ജീവിതത്തിന്റെ മധുരം, പ്രൊഫഷണൽ ലൈഫിലെ മധുരം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള സകല പോയിന്റുകളും മാഷ് പറഞ്ഞിട്ടുണ്ട്. ഇത് ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയധികം കണ്ടന്റ് പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ സമയമെടുത്ത് പറയുകയാണെങ്കിൽ എല്ലാവർക്കും കൂടുതൽ ഉപകാരപ്പെടും എന്നതാണ്. അപ്പൊ ഇടയ്ക്കെങ്കിലും ചിലർക്ക് ഇതിന്റെ സ്പീഡ് കൂടി എന്നൊരു തോന്നൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിന്റെ ഒരു കാരണം മാഷ് പരമാവധി കണ്ടന്റ് നമ്മളിലേക്ക് തരിക എന്ന ആത്മാർത്ഥമായ ഒരു ഇന്റൻഷനിന്റെ ഭാഗമായിട്ടാണ് എന്ന് എനിക്കറിയാം. ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാം പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ 100% മുഖവിലേക്ക് എടുക്കുന്നു. ഒരു കാര്യം മാഷ ഇടയ്ക്ക് പറഞ്ഞു പോകുമ്പോ ഒരു ഇംപ്രൂവ്മെന്റ് ഏരിയ ഒരു സംരംഭകൻ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, മാഷ കിഡ്നി ഈ കൊടുക്കുന്ന ഡോക്ടർമാരാണെങ്കിൽ അയാൾ ഡോക്ടറല്ല ആവേണ്ടിയിരുന്നത്, കച്ചവടക്കാരനായിരുന്നു ആവേണ്ടിയിരുന്നത് എന്നൊരു കാര്യം ജോജോ മാഷ് പറഞ്ഞു. ഒരിക്കലും തന്റെ പ്രൊഫഷനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു കച്ചവടക്കാരന് പോലും ഒരു എത്തിക്കലായിട്ടല്ലാതെ ലാഭമുണ്ടാക്കാൻ വേണ്ടി കഴിയില്ല എന്നതാണ് അതിന്റെ യാഥാർത്ഥ്യം. അതുകൊണ്ട് ആ ഒരു മേഖല ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. പിന്നെ മറ്റൊരു കാര്യം കൂടെ ഇതിൽ ശ്രോതാക്കൾക്ക് അറിയാത്ത ഒരു കാര്യമുണ്ടാവും. മാഷ് എല്ലാ പരിമിതികളെയും വെല്ലുവിളികളായി ഏറ്റെടുത്തുകൊണ്ട്, അദ്ദേഹത്തിന് കാഴ്ചക്ക് ചെറിയ പ്രശ്നമുണ്ട്, അതുകൊണ്ട് തന്നെ ചാറ്റ് ബോക്സിൽ ആളുകൾ അടിച്ചിടുമ്പോ കേൾക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് മ്യൂട്ട് ചെയ്തിട്ടിട്ട് അടിച്ചിടുമ്പോൾ ഞാനിങ്ങനെ വിചാരിക്കുകയായിരുന്നു, മാഷക്ക് ഇതൊന്നും വായിക്കാൻ പറ്റുന്നില്ല എന്ന വിവരം ഈ ബോക്സിൽ അടിച്ചിടുന്ന ആളുകൾക്ക് അറിയില്ലല്ലോ എന്ന്. ഈ വായനയ്ക്ക് ഒരുപാട് പരിമിതികളുള്ള മാഷ് ഒട്ടും പരിമിതികളെ അംഗീകരിക്കാതെ അത് മുഴുവൻ സ്വന്തം പ്രയത്നങ്ങളെ കൊണ്ട് ഒരു വെല്ലുവിളിയായി നേരിട്ട് ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ട് തൻ്റെ പ്രസംഗ പാഠവത്തിലാണെങ്കിലും പ്രസന്റേഷൻ പാഠവത്തിലാണെങ്കിലും ടീച്ചിങ് പാഠവത്തിലാണെങ്കിലും തൻ്റെ JC-യുടെ ലീഡർഷിപ്പ് പ്രോഗ്രാമിലൊക്കെ ആണെങ്കിലും എന്തുകൊണ്ടും നമുക്ക് ലോകത്തിന് മുഴുവൻ മാതൃകയായി കണക്കാക്കാൻ വേണ്ടി പറ്റുന്ന ഒരാളാണ് ജോജോ മാഷ്. ജോജോ മാഷിന്റെ കൂടുതൽ സെഷനുകൾ നമ്മുടെ PC-യുടെ പ്ലാറ്റ്ഫോമിൽ ഇനിയും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ജോജോ മാഷക്ക് ഒരുപാട് ഉയരങ്ങളിൽ എത്തിപ്പെടാനും താമസമില്ലാതെ ഒരു ദേശീയ നിലവാരത്തിലുള്ള ഏറ്റവും നല്ല അധ്യാപകനുള്ള ഒരു അവാർഡ് കൂടി അദ്ദേഹത്തിന് ലഭിക്കുമെന്ന കാര്യത്തിൽ പോസിറ്റീവ് കമ്മ്യൂണിൽ അദ്ദേഹത്തിനെ അറിയുന്ന ആളുകൾക്ക് സംശയമൊന്നുമില്ല. ആ നിലയ്ക്ക് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു അധ്യാപകനും ഒരു ട്രെയിനറും ഒരു ഭർത്താവും ഒരു രക്ഷിതാവും ഒക്കെ ആയി മാറാൻ അദ്ദേഹത്തിന് കഴിയുമാറാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരുപാട് പറയണമെന്നുണ്ട്, ബാക്കിയുള്ള ആളുകളുടെ സമയം എടുക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തൽക്കാലം നിർത്തുന്നു. നന്ദി. രവിയേട്ടാ, താങ്ക് യു. സോറി, ഞാൻ അങ്ങനെ ബിസിനസ് എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ അവിടുത്തെ പ്രണയിക്കാത്ത ബിസിനസ് കാര്യം ഞാൻ പറഞ്ഞു. രവിയേട്ടാ, പോസിറ്റീവായിട്ട് തന്നെ എടുക്കുന്നു. പക്ഷെ അദ്ദേഹം ഡോക്ടർ അല്ല ആവേണ്ടിയിരുന്ന്, അയാള് മറ്റേ ബിസിനസ്സുകാരനായിരുന്നു ആവേണ്ടിയിരുന്നെന്ന് പറഞ്ഞപ്പോ അത് കാര്യം മാഷോടായതുകൊണ്ട് എന്ത് പറയാലോ, മാഷോടായതുകൊണ്ട് എന്ത് പറയാലോ എന്നുള്ളതുകൊണ്ട് പറഞ്ഞു. വേറെ ആരോടെങ്കിലും ആണെങ്കിൽ ഞാനത് വിഴുങ്ങിയുള്ളൂ. ഓക്കെ സാറേ, ഓക്കെ രവിയേട്ടാ, താങ്ക് യു. മെറീന മാഡത്തിനെ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. മാഡം സംശയം ചോദിച്ചോളൂ. സർ, നല്ല ക്ലാസ് ആയിരുന്നു. കുറച്ച് സ്പീഡ് കൂടി, അതുകൊണ്ട് പെട്ടെന്ന് എഴുതിയെടുക്കാനോ അത് ഒന്ന് മനസ്സിലാക്കി എടുക്കാനോ കുറച്ച് ബുദ്ധിമുട്ടി. എന്നാലും കുറെയൊക്കെ മനസ്സിലായി. ഈ സ്പീഡ് കുറച്ചാൽ കുറച്ചും കൂടി ഇംപ്രൂവ് ചെയ്യായിരുന്നു എനിക്ക്. ഞാൻ കണ്ടന്റ് കുറച്ച് കൂടി പോയി മാഡം, അതൊരു പ്രശ്നമാണ്. പക്ഷെ കണ്ടന്റ് ഉണ്ടായിരുന്നു, നല്ല കണ്ടന്റ് ആയിരുന്നു, എക്സലന്റ് ക്ലാസ് ആയിരുന്നു. ഓക്കെ താങ്ക് യു സർ. രമേശ് മാഷേ സംസാരിച്ചോളൂ.
ജോജോ മാഷെ ഹാറ്റ്സ് ഓഫ്. രമേശ് മാഷേ താങ്ക് യു. ഓക്കെ, നമ്മളൊക്കെ അധ്യാപക പരിശീലനത്തിൽ സഹപ്രവർത്തകരാണ്. ഏതായാലും ഇന്നത്തെ സെഷൻ രവിയേട്ടൻ പറഞ്ഞ് ഞാൻ അത്രയും ശ്രദ്ധിച്ചു. നമ്മൾ ഇതിനിടെയും കൂടെ നമ്മള് 4AM ക്ലബിന്റെ കാര്യത്തെ കുറിച്ച് സംസാരിച്ചത് ഓർമ്മയുണ്ടല്ലോ, കുഞ്ഞിനെ കയ്യിൽ വെച്ചുകൊണ്ട്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഒരുപക്ഷെ ഈ കേട്ട 150 മേലെ ആൾക്കാരുടെ ഉള്ളിലേക്ക് കയറി ഇറങ്ങുകയും അവരേത് ഇപ്പൊ ടീച്ചിങ് ആണ് സാർ മോഡലായിട്ട് എടുത്തതെങ്കിലും ഏത് പ്രൊഫഷണൽ ഒരാൾക്കും ഈ രീതിയിലെ കൺവേർട്ട് ചെയ്ത് അവർ ഡെവലപ്പേഴ്സായി മാറാൻ പറ്റുന്ന വിധത്തിൽ ഈ പോസ്റ്റ് കോവിഡ് കാലത്ത് നല്ലൊരു മെസ്സേജ് ആയിരുന്നു സാക്ഷി തന്നത്. മറ്റൊന്ന്, പോസിറ്റീവ് കമ്മ്യൂണിന്റെ പ്ലാറ്റ്ഫോമിലെ ലെക്ചർ സീരീസിലെ വൺ അമംഗ് ദ പ്രൗഡ് മൊമെന്റ്സ് എന്ന് ഞാൻ പറയും. കാരണം ഇത്രയും എക്സ്റ്റൻറ്റീവായിട്ട് ആൾക്കാരെ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയ സൗണ്ടും പരിമിതിയും ഒക്കെ നമുക്കറിയാം, നമ്മുടെ സുഹൃത്തുക്കളാണ്. ആ ഒരു ഫലത്തില് ഈ പോസിറ്റീവ് കമ്മ്യൂണിന് ഇന്ന് നല്ലൊരു ദിവസമാണ്. ഏതായാലും ഒരു പുനർചിന്തനത്തിന് മാഷ് സഹായിച്ചു എന്നുള്ളത് വളരെ സന്തോഷം. താങ്ക് യു. മറ്റുള്ളവർ ചോദിക്കട്ടെ. ദീപ്തി മാം സംസാരിച്ചോളൂ. ഓക്കെ, ജോജോ സാർ. മാഡം, ഞാനൊരു അധ്യാപികയാണ്, ഹയർ സെക്കൻഡറിയിലാണ്. ഞാന് ആദ്യം പോസ്റ്റൽ അസിസ്റ്റന്റ് ആയിരുന്നു 4 വർഷം. എനിക്ക് ടീച്ചിങ് പാഷൻ ആയതുകൊണ്ട് ഞാനത് ആര് പറഞ്ഞിട്ട് അനുസരിക്കാതെ റിസൈൻ ചെയ്ത് ടീച്ചർ ആയതാണ്. അപ്പൊ സാറിന്റെ ക്ലാസ് കേട്ടപ്പോ ഇന്നത്തെ ഒരു അവസ്ഥയില് ശരിക്കും ടീച്ചേഴ്സിന് ഇങ്ങനത്തെ ഒരു ക്ലാസ് കൊടുക്കുന്നത് നല്ലതാണ്. കാരണം നമ്മളുടെ കുട്ടികള് പല രീതിയിലും അഡ്വാൻസ്ഡ് ആയി മാറിയിട്ടും നമ്മളിപ്പോഴും പഴയ രീതിയിൽ പഠിപ്പിക്കുന്ന ഒരുപാട് അധ്യാപകരുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മളെ ക്ലാസ് മുറികള് ഒരു യുദ്ധക്കളായിട്ടൊക്കെ മാറുന്നത്. അപ്പൊ സാറിന്റെ ക്ലാസ് നല്ല വേർത്തിയാണ്. ഒരുപാട് പോയിന്റ്സ് സാറ് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എനിക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. കാരണം എനിക്കത് നമ്മൾക്ക് കുറെയൊക്കെ നമ്മളുമായിട്ട് റിലേറ്റ് ചെയ്ത് നോക്കുമ്പോ നമുക്കത് മനസ്സിലാവല്ലോ. എനിക്കൊരു ചെറിയൊരു സംശയം ഉള്ളത് എന്താ വെച്ചാല്, സാറ് ബ്രാൻഡ് നെയിമിനെ പറ്റി പറഞ്ഞപ്പോ ഡ്രീമർ പറഞ്ഞു, ഡ്രിഫ്റ്ററും പറഞ്ഞു. രണ്ടിലും രണ്ടിലും ഡ്രിഫ്റ്റർ തന്നെയല്ലേ? ഡ്രിഫ്റ്റർ അപ്പൊ അതില് രണ്ടിലും മിസ്സിംഗ് എലിമെന്റ് മേക്കിംഗ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. സത്യല്ലേ? അല്ല മാഡം, ഈ ഡ്രീമർ എന്ന് പറഞ്ഞാൽ ഡ്രീമറിൽ മേക്കിംഗ് ഇല്ല. ഡ്രീമർക്ക് മേക്കിംഗ് ഇല്ല. അവരൊന്നും ചെയ്യുന്നില്ല. അവർ പറയും, വാക്കിൽ പറയും, അവർ വീട്ടിൽ പോയ ഇവാലുവേറ്റ് മെഷീൻ ഒന്നും ഇല്ലല്ലോ, കാരണം ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പം അതാണ് പറഞ്ഞത്, മിസ്സിംഗ് മേക്കിംഗ് എലിമെന്റ് ആണെന്ന്. അതായത് മേക്കിംഗ് ഇല്ല. ഡ്രിഫ്റ്ററിലും അങ്ങനെ തന്നെയല്ലേ? അല്ല, ഡ്രിഫ്റ്ററിൽ മെഷിംഗ് ഇല്ല, അല്ല മാപ്പിംഗ് ഇല്ല. മാപ്പിംഗ് അത് സാറ് പറഞ്ഞപ്പോ എന്നാലും ഞാനിങ്ങനെ ആലോചിച്ചു. അപ്പോ മാപ്പിംഗ് മിസ്സിംഗ് ആണ്. മാപ്പിംഗ് ആണ്, മേക്കിംഗും മെഷിംഗും ഉണ്ട്. അപ്പൊ അതെങ്ങനെയാ ശരിയാവുന്നത് സാറേ? അവര് നന്നായിട്ട് പ്ലാൻ ചെയ്യാത്തോണ്ടാണോ അവര് ഫെയിൽ ആവുന്നത്? ഏത് ഡ്രിഫ്റ്റേഴ്സാ? ഡ്രിഫ്റ്റേഴ്സ് ഓഫ് ഹാൻഡഡ് ആയിട്ട് വന്ന് ക്ലാസ് എടുക്കും. ഞാൻ ബ്രണ്ണൻ കോളേജിൽ പഠിക്കുമ്പോൾ ഒരു ഹിസ്റ്ററി പ്രൊഫസർ ഉണ്ടായിരുന്നു. ഹിസ്റ്ററി പ്രൊഫസർ അദ്ദേഹം ക്ലാസ്സിലേക്ക് വരും, ഒന്നും പ്രിപ്പയർ ചെയ്യില്ല. അദ്ദേഹം ക്ലാസ്സിൽ വന്നു കഴിയുമ്പോൾ അദ്ദേഹത്തിന് വേണമെങ്കിൽ ഞങ്ങളെല്ലാം കരയിപ്പിക്കാം. അതുപോലെ മനോഹരമായിട്ട് ക്ലാസ് എടുക്കും, ചിരിപ്പിക്കും. ചില സമയങ്ങളിൽ ഞാൻ നിങ്ങളെ ചിരിപ്പിക്കാൻ പോകുന്ന ഭയങ്കര ഹ്യൂമർ പറയും. അദ്ദേഹം പറഞ്ഞു, നമ്മുടെ നെപ്പോളിയൻ ഉണ്ടല്ലോ, നമ്മൾ സമുദ്രഗുപ്തനെ കുറിച്ച് പറയുന്നത് ഇന്ത്യൻ നെപ്പോളിയൻ ആണെന്നാണ് പറയുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഈ സമുദ്രഗുപ്തൻ എന്ന് പറയുന്നത് നെപ്പോളിയൻ ജനിക്കുന്നതിന് 500 വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ച ആളെ ഇന്ത്യൻ നെപ്പോളിയൻ എന്ന് വിളിക്കുന്നതിന് മണ്ടത്തരം വേറെ എന്താ ഉള്ളതെന്നൊക്കെ പറഞ്ഞ കംപ്ലീറ്റ് അദ്ദേഹത്തിന് പറഞ്ഞ സിലബസ് ഒന്നുമില്ല. പക്ഷെ എന്താ സംഭവിക്കുന്നത്? അയാൾ പ്ലാൻഡ് അല്ല, മാപ്പിംഗ് ഇല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ക്ലാസ് മനോഹരമാണ്, പക്ഷെ ഇഫക്റ്റീവ് അല്ല. അപ്പൊ അങ്ങനെ മാപ്പിംഗ് ഇല്ലാതെ വന്ന അവിടെ സാർ ഒരു ഫിയർ ഫാക്ടറിനെ പറ്റി പറഞ്ഞില്ല. അപ്പൊ എനിക്ക് മനസ്സിലായത് എന്താന്ന് വെച്ചാല്, ഫിയർ ഫാക്ടർ ഉള്ളത് കൊണ്ടാണ് അവര് പെർഫോം ചെയ്യാത്തത്. ഒരു പ്രസംഗിക്കാൻ പോകുമ്പോ അവർക്ക് പറയാൻ ഫിയർ ആണ്, അതും പറഞ്ഞില്ലേ? അത് ഡ്രീമേഴ്സ് ആണ് ഫിയർ ഫാക്ടർ ഉള്ളത്. ഡ്രീമേഴ്സിലാണല്ലേ ഫിയർ ഫാക്ടർ? ഫിയർ ഫാക്ടർ മേക്കിംഗ് ഇല്ലാത്തവരാണ്. അവർ മേക്കിംഗ് ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ കഴിവില്ല. അവരതിന് നമ്മുടെ ഞാനൊരു സ്കൂളിൽ ഒരു HM-നെ കുറിച്ച് ഇങ്ങനെ, പുള്ളി എന്ന് പറഞ്ഞാൽ പുള്ളി HM ആണ്, നോമിനൽ നെയിം സൈക്കിൽ പുള്ളി HM ആണ്. പക്ഷെ പുള്ളിക്ക് അസംബ്ലി ഫേസ് ചെയ്യാൻ ആ സമയത്ത് പുള്ളി ഏതെങ്കിലും ഓഫീസ് വർക്കുമായിട്ട് എവിടെയെങ്കിലും പോകും, അസംബ്ലിയുള്ള ദിവസങ്ങളിൽ. എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഭയമാണ് ആൾക്കാരെ അഡ്രസ് ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ സാർ ഈ ഡ്രിഫ്റ്റേഴ്സിന്റെ ഒരു കുഴപ്പം എന്താ വെച്ചാൽ ഓവർ കോൺഫിഡൻസ് ആയിരിക്കും അല്ലെ? അത് തന്നെ അവർ ഓവർ കോൺഫിഡന്റ് ആണ്. അവർക്കെല്ലാം അറിയാന്നുള്ള ധാരണയാണ്. പക്ഷെ അതിന്റെ വിക്ടിംസ് എന്ന് പറഞ്ഞ കുട്ടികളാണ്. സത്യം പറഞ്ഞാൽ നമ്മളെ സ്കൂളുകളിൽ നമുക്ക് എല്ലാവരെയും കാണാൻ സാധിക്കും. അതുകൊണ്ട് പറയുമ്പം തന്നെ മനസ്സിലേക്ക് ഓരോരോ അധ്യാപകർ ഇങ്ങനെ ഓടി വരുന്നുണ്ടായിരുന്നു. അപ്പൊ താങ്ക് യു സോ മച്ച് സാർ, അടിപൊളി ക്ലാസ് ആണ്.
ഇനിയും ഇങ്ങനത്തെ ക്ലാസ്സുകളായിട്ട് വരണം സാറ്. ഓക്കെ, താങ്ക് യു മാം. ഓക്കെ, അനിൽകുമാർ സർ സംസാരിച്ചോളൂ. അനിൽകുമാർ സർ സാറ് കേൾക്കുന്നില്ല. അബൂബക്കർ മാഷെ സംസാരിച്ചോളൂ, അൺമോഡ് ചെയ്തിട്ടുണ്ട്. സാർ സംസാരിച്ചോളൂ, അൺമോഡ് ചെയ്ത് സംസാരിക്കാം. നാസർ സർ. ഹലോ. കേൾക്കുന്നുണ്ട് സാറേ. ഹലോ സാറേ, കേൾക്കുന്നുണ്ടോ? ഹലോ. അനിൽകുമാർ സാറിന്റെ കേൾക്കുന്നില്ല തോന്നുന്നു അല്ലേ? അപ്പൊ എന്നെ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞോട്ടെ സാറേ? പറഞ്ഞു സാറേ, ഞാൻ നാസർ അലിക്കൽ. പറഞ്ഞു സാർ, വെരി ഫാന്റാസ്റ്റിക്. എന്താണ് പറയേണ്ടത്? എനിക്ക് തോന്നുന്നത് പലവരും കണ്ടന്റ്, സാറടക്കം കണ്ടന്റ് കൂടുതലാണെന്ന് പറഞ്ഞു തോന്നുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നത് ആ ഒരു സബ്ജക്ട് പൂർത്തീകരിക്കണമെങ്കിൽ ഈ കണ്ടന്റ് അതിന് മിനിമം ഉൾപ്പെടുത്തണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിയാണോ? വളരെ ഫാന്റാസ്റ്റിക് ആയിരുന്നു. എനിക്കതില് സാറിന് എന്താ പറയാ, ശരിക്കും ഒരു ബിഗ് സല്യൂട്ട്. കാരണം നമ്മൾ ഒത്തിരി ഈ നമ്മുടെ ഇതിപ്പെന്താ വെച്ച് കഴിഞ്ഞാൽ പറയുന്നത്, എനിക്ക് ആദ്യം ഈ സബ്ജക്ട് കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു സംശയം ഉണ്ടായിരുന്നു, സ്പോട്ടാണോ പോട്ടാണോ എന്ന്. കാരണം നമ്മൾ സാധാരണ പറയാ പിന്നെ തേൻകുടത്തിൽ കൈയിട്ട നിൽക്കാത്തവരാരുമില്ല. അപ്പൊ ഞാൻ ആദ്യം ഈ സബ്ജക്ട് കേട്ട് കഴിഞ്ഞപ്പം സ്പോട്ടിന് പകരം പോട്ടാണോ എന്ന് ഞാനൊരു ചോദ്യം തിരിച്ച് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഇട്ടിരുന്നു. ഇപ്പൊ ഈ മാറ്റർ കേട്ടപ്പോഴാണ്, കംപ്ലീറ്റ് അതിന്റെ കണ്ടന്റ് കേട്ടപ്പോഴാണ് മനസ്സിലായത് അത് പോട്ടല്ല, സ്പോട്ട് തന്നെയാണ്. കാരണം നമ്മളത് തേടി പോവുക എന്നുള്ളതാണ്. വളരെ നന്നായി പ്രസന്റ് ചെയ്തു, വളരെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സ്, കാര്യങ്ങളെല്ലാം എനിക്ക് തോന്നുന്നു വളരെ കണക്റ്റഡ് ആയി. അതുകൊണ്ട് തന്നെ ഇത്രയും കണ്ടന്റ്സ് മിനിമം നമുക്ക് ഒരു ആശയം മനസ്സിലാക്കണമെങ്കിൽ വേണം എന്ന് തോന്നുന്നു. പക്ഷെ സമയപരിധി നമുക്ക് 1 മണിക്കൂർ ആയതുകൊണ്ടായിരിക്കാം ഇത്രയും സ്പീഡിൽ പോയതുകൊണ്ട് ചെറിയ പറഞ്ഞ പോലെ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായെങ്കിലും മാക്സിമം ഞാൻ നോട്ട് ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ എനിക്ക് ആ ഏറ്റവും വലിയ അട്രാക്റ്റീവായിട്ട് തോന്നിയത് ആ ഒരു ബ്രാൻഡിങ്ങിനുള്ള ഫോർമുല സാർ ഇംപ്ലിമെന്റ് ചെയ്തല്ലോ. അതെനിക്ക് വളരെ അട്രാക്റ്റീവായി തോന്നി. ഏതായാലും വളരെ നന്ദി സാർ, ഇങ്ങനെ ഒരു സെഷൻ തന്നതിന്. നമ്മുടെ ജീവിതത്തിലൊക്കെ ഏത് പ്രൊഫഷൻ ഉള്ളവർക്കും നമ്മൾക്ക് ഉൾക്കൊള്ളാൻ അല്ലെങ്കിൽ നമ്മൾ എടുക്കേണ്ടതായിട്ടുള്ള ചില ഒരുപാട് പിന്നെ പാഠങ്ങൾ ഇതിലുണ്ട് എന്നുള്ളതാണ്. വളരെ വളരെ നന്ദി. എ ബിഗ് സല്യൂട്ട് യു സാർ. താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു സാർ. ഹലോ ജോജോ സാറേ. യെസ്. നല്ല വായസം, വളരെ എക്സലന്റ് സെഷൻ കേട്ടോ. താങ്ക് യു അബൂബക്കർ സാറേ. ടീച്ചേഴ്സിനൊക്കെ ഭയങ്കര നല്ല ഇതാ. എന്നിലുള്ള ടീച്ചറെ കണ്ടെത്താൻ സഹായിച്ചു. കാരണം ഞാൻ പലപ്പോഴും എന്റെ വൈഫ് എന്നോട് പറയുന്നതാണ്, ഞാൻ 10-20 വർഷമായി എന്റെ ഹയർ സെക്കൻഡറി വർക്ക് ചെയ്തത്. എന്നോട് എപ്പോഴും വൈഫ് പറയും, നിങ്ങൾ എന്തിനാ ഇത്രയും വർഷം സർവീസ് ഉണ്ടായിട്ട് ഇന്നും പ്രിപ്പയർ ചെയ്യുന്ന പറയാറുണ്ട്. അതിന്റെ കാരണം എന്നിലുള്ള ടീച്ചറെ ഞാൻ കണ്ടെത്താൻ സഹായിച്ചു. സാർ, ഒരു ഡൗട്ട് കൂടി, ഈ ഡ്രീമേഴ്സിൽ മാപ്പിംഗ് ലാക്ക് ചെയ്തത്? ഡ്രീമേഴ്സിന് മേക്കിംഗ് ഇല്ല. മേക്കിംഗ് അല്ലാത്തത് അവർ ചെയ്യല്ല, അവരൊന്നും ചെയ്യല്ല. മാപ്പിംഗ് ഇല്ല, ഡ്രിഫ്റ്റേഴ്സിന് മാപ്പിംഗ് ഇല്ല, മേക്കിംഗ് ഉണ്ട്. സാർ പറഞ്ഞിട്ട് അങ്ങനെ ഒരു കൺഫ്യൂഷൻ ആയി ഫീൽ ചെയ്തു. ഓക്കെ, അത് വേറൊരു മാഡം ചോദിച്ചു, അത് ഞാൻ പറഞ്ഞു വന്നപ്പം മിസ്റ്റേക്ക് വന്നാ. ഡ്രിഫ്റ്റേഴ്സിന് മാപ്പിംഗ് ഇല്ല, ഡ്രീമേഴ്സിന് മേക്കിംഗും ഇല്ല. ഡ്രീമേഴ്സിൽ മേക്കിംഗ് ഇല്ല, അപ്പൊ അങ്ങനെയാണ് അല്ലേ? ഡ്രൈവേഴ്സിൽ മെഷീൻ ഇല്ല, ഡ്രൈവേഴ്സിൽ മെഷീൻ ഇല്ല, ഡ്രിഫ്റ്റേഴ്സിന് മാപ്പിംഗ് ഇല്ല, എല്ലാം ഉള്ളതാണ് ഡെവലപ്പേഴ്സ്. ഓക്കെ, അത് നന്നായി. ഇത് ഏതായാലും നേരത്തെ ദീപ്തി മാം പറഞ്ഞ പോലെ നമ്മളിലൊക്കെ കൂടുതൽ പലരും ഇതെല്ലാം കാണുന്നു എന്നുള്ളൊരു വലിയ ഈ കാറ്റഗറി അന്വേഷിക്കാൻ വരാതെ പോണ്ടെന്നുള്ളതാണ്. നല്ല സെഷൻ ആയിരുന്നു. എന്തായാലും ഒരു ഐ ഓപ്പണറായി ഒരു സെഷൻ. ഈ സ്പോട്ട് എന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ പ്രതീക്ഷയിലായിരുന്നു ഞാൻ. അത് വേറെ എന്തോ പ്രതീക്ഷയാണ്, എന്തോ ഒരു പുതിയ സ്പോട്ട് എന്നൊക്കെ പറഞ്ഞപ്പോ നമ്മുടെ പെർസെപ്ഷനും നിങ്ങളുടെ പ്രസന്റേഷനും ഭയങ്കര ഡിഫറൻറ് ഉണ്ട്. ടൈറ്റിലേ സ്വീറ്റ് സ്പോട്ട്, പക്ഷെ കിട്ടിക്കൊണ്ടിരിക്കുന്ന അതിനേക്കാൾ വലിയ സ്പോട്ടാണ്. അബൂബക്കർ സാറേ, ബലാത്സംഗം ചെയ്യുന്നു, വ്യഭിചരിക്കുന്നില്ല, പ്രേമിക്കുന്നു, പ്രണയിക്കുന്നു എന്നാ മനസ്സിലായാ? ഞാൻ പ്രണയിക്കുന്ന ഭാഷ മനസ്സിലായി സാറേ. അങ്ങനെ പറയണ്ട, ശരിക്കും വിലയിരുത്തണേ. അല്ല, വിലയിരുത്തിട്ട് പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ, ജോജോ സാറോട് പറഞ്ഞു. കാരണം ഞാൻ എന്നിലുള്ള ടീച്ചറെ കണ്ടെത്താൻ സഹായിച്ചു. എന്റെ വൈഫ് പലപ്പോഴും പറയുന്നതാണ്, നിങ്ങൾ ഒരുപാട് സമയം എന്തിനാ പ്രിപ്പയർ ചെയ്യാൻ, നിങ്ങൾ ഇത്ര വർഷമായി സർവീസിന് പറയാറുണ്ട്.
സാറ് ഭാര്യയോടില്ല കാര്യമല്ല പറഞ്ഞത്, ഞാൻ ജോലിയോടില്ല കാര്യമാണ് ജോലിയുടെ തെളിവാണ് പറഞ്ഞത്. ഭാര്യ ഞാൻ എന്റെ പ്രിപ്പറേഷൻ വീട്ടിൽ നിന്നല്ലേ ചെയ്യാം, സ്കൂളിൽ നിന്നല്ലോ ചെയ്യാ. അപ്പൊ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഭാര്യ അടുത്തോളം നിങ്ങൾ എത്ര വർഷമായി സർവീസിൽ എന്ന് പറയാറുണ്ട്. ഏതായാലും നല്ല ഐ ഓപ്പണർ സാറേ, നല്ല പ്രസന്റേഷൻ. ജോജോന്റെ കണ്ടന്റിന്റെ കാര്യത്തില് ജോജോ സാറിനെ കവച്ചു വെക്കാൻ ഒരാളും ഇല്ല പോസിറ്റീവ് കമ്മ്യൂണിൽ. അല്ല ജോജോ സാറിന് ഈ ലോക്ക്ഡൌണിൽ എത്ര പുസ്തകങ്ങൾ വായിച്ചു നിങ്ങള്? 20 പുസ്തകങ്ങൾ, 20 പുസ്തകങ്ങളാ ജോജോ സാർ വായിച്ചത്. ആര് വായിച്ചിട്ടുണ്ടാവും? ആര്? അതും നമ്മൾ വായിക്കുന്നത് പോലെ പുസ്തകങ്ങൾ നേരിട്ട് വായിക്കാൻ പറ്റൂല, പരിമിതികളുണ്ട്. ഓഡിയോ വെച്ചിട്ടാ കേൾക്കുന്ന പുസ്തകങ്ങള്, ഓഡിയോ പുസ്തകങ്ങളാണ്. എല്ലാ പരിമിതികളും മറികടന്നുകൊണ്ട്, അതും കണ്ടന്റ് വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമാതിരി ഒരു അറിവ് ജോജോ സാറിന് ഞാൻ എത്ര കാലമായി പോസിറ്റീവ് കമ്മ്യൂണിൽ ക്ലാസ് എടുക്കാൻ വിളിക്കുന്നറിയാം. പക്ഷെ അദ്ദേഹം എത്ര മൂന്നാമത്തെ അച്ഛനാ ഭാര്യ പ്രസവിക്കുന്നതിന്റെ ആ തിരക്കിലേക്ക് അതിന്റെ ഒരു സാർ ഒന്നുകൂടി ഒരു സംശയം കൂടി സാറേ ജോജോ സാറേ. ഡ്രീമേഴ്സിൽ നിങ്ങൾ നാറ്റോസ് എന്ന് പറയുന്നത് ഡ്രീമേഴ്സിനെ കണക്റ്റഡ് ആണോ? അത് നാറ്റോസ് ആണ്. അവർ നോ ആക്ഷൻ, ടോക്കിംഗ് ഓൺലി. ആക്ഷൻ ഇല്ല, സംസാരം മാത്രമേ ഉള്ളൂ. ഓക്കെ. ഭയങ്കര വർത്തമാനമായിരിക്കും, ഭയങ്കര ഡ്രീമേഴ്സിന്റെ ഒരു വെറൈറ്റി ആണ് അതല്ലേ? അതെ അതെ അതെ, നെറ്റോ. ഓക്കെ. ഏതായാലും നിങ്ങളെല്ലാം ഇതന്നെ പ്രതീക്ഷിച്ചത് ഈ ക്ലാസ്. കാരണം അതുകൊണ്ട് ഞാൻ സമയത്ത് ഇരുന്നത്. കാരണം എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. കാരണം നിങ്ങൾ നേരത്തെ JC-ന്റെ ട്രെയിനേഴ്സ് വിങ്ങില് ZD ആയിരുന്നല്ലോ. എന്നൊക്കെയുള്ള ശരിക്കും നമ്മളൊക്കെ മോട്ടിവേറ്റ് ചെയ്ത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അത്തരത്തിൽ നല്ല എക്സ്പെക്ട് ചെയ്യുന്ന, അത് പ്രതീക്ഷ പോലെ തന്നെ നല്ല ക്ലാസ് ആയിരുന്നു. പിന്നെ നിങ്ങൾ ആ തമാശ വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ബിസിനസ്സുകാരന്റെ ഡോക്ടറായുള്ള മാറ്റം അതേതായാലും കലക്കിയിട്ടാ. എന്തായാലും ഇനിയും പെട്ടെന്ന് മറക്കാൻ പറ്റില്ല ആ തമാശ. വളരെ രസകരമായി കോണ്ടെക്സ്റ്റുമായി. അല്ല, അത് സൂമായോണ്ട് ഒഴിവാക്കരുത് സാറ്, നേരിട്ടുള്ള നമ്മൾ കാണാറുണ്ട്. ആയിക്കോട്ടെ, താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു. വത്സമ ടീച്ചറെ സംസാരിച്ചോളൂ. വത്സമ ടീച്ചറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ. ജോജോ സാറേ, ഗുഡ് മോർണിംഗ്. ഹലോ ജോജോ സാറേ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം, പറഞ്ഞോളൂ. ഹലോ ജോജോ സാറേ, ഒത്തിരി സന്തോഷം. സാറിന്റെ ക്ലാസ് കണ്ടിട്ട് ഒത്തിരി കാലമായി. ഉണ്ടായിരുന്നു. മൂന്നാമത്തെ കുട്ടിയുടെ അച്ഛനായതിൽ പ്രത്യേകം അഭിനന്ദിക്കുന്നു. പിന്നെ ടോപ്പിക്കിനെ കുറിച്ചുള്ള എല്ലാവരുടെയും ആശങ്ക ദൂരീകരിച്ചുകൊണ്ട് ആദ്യം തന്നെ മക്കളുടെ കാര്യമൊക്കെ പറഞ്ഞ ആ വിഷയത്തിലേക്ക് വന്നത് ഒത്തിരി നന്നായി. അതും ഒരു അധ്യാപകന്റെ മികവ് കാണിച്ചു സാർ ആ കാര്യത്തിലും. അതുകൊണ്ട് തന്നെ അപ്പോൾ തന്നെ എല്ലാവർക്കും ആ സംശയം തീർന്നല്ലോ, എന്താണ് ഡ്രീം അല്ലെ, എന്താണ് സ്വീറ്റ് സ്പോട്ട് എന്നുള്ളത് വളരെ വ്യക്തമായി. പിന്നെ ഇപ്പൊ ഞാൻ റിട്ടയർ ആയതിൽ ചെറിയൊരു വിഷമം തോന്നുവാണ്. കാരണം ഞാൻ റിട്ടയർ ആയിരുന്നു ക്ലാസ് ആദ്യം തന്നെ സാറിന്റെ ഒരു ക്ലാസ് എന്റെ അധ്യാപകർക്ക് കൊടുക്കുമായിരുന്നു. കാരണം ആരെയും വേദനിപ്പിക്കാതെ പറയേണ്ടത് മുഴുവൻ പറയാൻ ഈ 1 മണിക്കൂർ സമയം സാറിന് മതി എന്നുള്ള കാരണത്താൽ തന്നെ അങ്ങനെ സ്കൂളുകളിലൊക്കെ വിളിച്ചു കഴിഞ്ഞാല്, ഇനിയാണെങ്കിൽ ഞാൻ ചെമ്പേരി സ്കൂളിലൊക്കെ റെക്കമെൻഡ് ചെയ്യും, വിളിച്ചു കഴിഞ്ഞാല് ചെന്ന് ഒന്ന് ചെയ്തു കൊടുക്കണമെന്ന് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ സാറിന്റെ ക്ലാസ് മികച്ചതായിരിക്കും ഞാൻ പ്രതീക്ഷിച്ചത് തന്നെയാണ്. എന്തായാലും ഞാനൊക്കെ ജോലി ചെയ്തിരുന്ന കാലത്ത് ശരിക്കും പ്രൊഫഷനെ പ്രണയിക്കുകയായിരുന്നു എന്ന് തിരിച്ചറിയാനും സാധിച്ചു. ഒത്തിരി നന്ദി. താങ്ക് യു സർ. നാഫി സംസാരിച്ചോളൂ. നാഫി സാർ. നാഫി അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്, സംസാരിച്ചോളൂ. അൺമ്യൂട്ട് ആയിട്ടില്ല. ഓക്കെ, അൺമ്യൂട്ട് ആയിട്ടില്ല. ഹലോ, കേൾക്കാനുണ്ടോ? ഓ, ഉണ്ട്. ഓക്കെ. ജോജോ സാറിന്റെ ക്ലാസ്സിനെ കുറിച്ച് പറയുമ്പോ സംഗീത മഴയാണ്, അല്ലെങ്കിൽ പ്രണയ മഴയാണ്. കാരണം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് തന്നെയാണ് പറയുന്നത്. കാര്യം നമ്മുടെ പട്ടാമ്പിയിലെ നക്ഷത്ര റീജൻസിയിലെ സാറ് വന്ന് ക്ലാസ് എടുത്തു. അന്ന് അതിനകത്ത് വലിയൊരു ടോപ്പിക്കില് 4 L's എന്ന് പറഞ്ഞ് ഒരു ചെറിയ സാധനം, ടു ലിവ്, ടു ലേൺ, ടു ലെഗസി, ടു ലിവ്. ഈ സാധനം എന്നെ സ്ട്രൈക്ക് ചെയ്തു. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചു, സുഹൃത്തുക്കളുമായി ചർച്ച ചെയ്തു. നമ്മുടെ ഇരിട്ടി, നമ്മുടെ സുജിത്തൊക്കെ അല്ലേ, അവനോട് അതിനെക്കുറിച്ച് ഒരുപാട് ചോദിച്ചു. അവൻ 7 ഹാബിറ്റ്സ് ഓഫ് ഇഫക്റ്റീവ് പീപ്പിൾ, 8 ഹാബിറ്റ്സ് എല്ലാം എനിക്ക് പറഞ്ഞു തന്നു. അത് ഞങ്ങൾ ദിവസങ്ങളോളം മാസങ്ങളോളം സംസാരിച്ചു. കാരണം സാറാണ് എനിക്ക് ആ ത്രെഡ് തന്നത്. ഈ ടോപ്പിക്ക് വെച്ച് തന്നെയാണ് ഞാൻ ക്ലാസ് എടുത്തത്. അതെനിക്ക് ഭയങ്കര മൈലേജ് ആണ് തന്നത്. പിന്നെ അതിനകത്ത് ഞാൻ സാധാരണ ഈ ടൈപ്പ് പിന്നെ ക്ലാസ്സുകളൊന്നല്ല എടുത്തിരുന്നത്, ബിസിനസ് ക്ലാസ് അല്ലെങ്കിൽ ആ രീതിയിൽ കുറെയൊക്കെ സൈക്കോളജി അങ്ങനെയൊക്കെ പോയിരുന്നത്. പക്ഷെ ഇത് സ്ട്രൈക്ക് ചെയ്യാൻ കാരണം സാറാണ്. അതിനുശേഷം ഞാൻ പിന്നെ ഈ ടൈപ്പ്
ഇപ്പൊ സ്റ്റീഫൻ ആർക്കോവെ അതുപോലെ ഉള്ള പല ബുക്കുകളും അതിന്റെ ഒക്കെ ഓഡിയോ അങ്ങനെയുള്ള പലതും ഞാൻ കേട്ടുകൊണ്ടിരുന്നു. കാരണം എനിക്ക് അത്രയും മനോഹരമായ ഒരു സംഗീത താളം തന്നെ സാറെ ക്ലാസ്സിൽ കേൾക്കാൻ അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. കൂടാതെ സാറ് അനലൈസിങ് കപ്പാസിറ്റി, അതായത് ഒരു സബ്ജക്ട് എടുക്കുമ്പോൾ അതിനകത്ത് കറക്റ്റ് അതിന്റെ സെൻസ് ഉൾക്കൊള്ളുന്ന രീതിയിൽ തന്നെ അത് ഞങ്ങൾക്ക് ഡെലിവർ ചെയ്യുന്നുള്ളത് വളരെ വളരെ എന്താ പറയാ ഹൈ ടച്ചിങ് ആയിട്ടാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ പിന്നെ സാറ് എനിക്ക് ഒരു സംശയം കൂടെ, സാർ ഇപ്പൊ ഈ ക്ലാസ് എടുത്തത് അതിന് കറക്റ്റ് ഒരു മൊഡ്യൂൾ ഉണ്ടായിരുന്നു, അതിൽ സാറിന്റെ ക്രിയേഷൻ അതിനകത്ത് കുറെ സാറ് കൊണ്ടുവന്നിട്ടുണ്ടോ എന്നുള്ളതും കൂടി എനിക്കറിയണം. കാരണം അത് ശരിക്കും സാറ് സിസ്റ്റം കറക്റ്റ് ആയിട്ട് പിന്നെ കരിയർ എക്സലൻസ് എടുക്കുന്ന ആളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിനകത്തൊരു മൊഡ്യൂൾ ഉണ്ട്, ആ മൊഡ്യൂളിനകത്ത് സാറതായ ക്രിയേഷൻ അത് ഒന്ന് പറഞ്ഞു തരണം. പിന്നെ വേറൊരു കാര്യം കൂടെ, സാർ ഉദ്ദേശിച്ച പാലം പാലാരിവട്ടം പാലാണ് കേട്ടോ. പാലാരിവട്ടം പാലം ആ സമയത്ത് കിട്ടിയില്ല, അതിന്റെ അടുത്തിരിക്കുന്ന സുഹൃത്തിനും കിട്ടിയില്ല. ആൾക്കാർക്ക് മനസ്സിലായില്ല പാലാരിവട്ടം പാലം. യെസ്. അപ്പം ഇതിനകത്ത് നാഫി സാറേ, അതിനകത്ത് ഈ നമ്മൾ ഇതുണ്ടല്ലോ ബ്രാൻഡിങ്, ബ്രാൻഡ് നെയിം, അത് നമ്മള് ഈ പുസ്തകം ഡൈ എം ടി എന്നൊരു പുസ്തകം ഉണ്ടല്ലോ, കേട്ടിട്ടുണ്ടോ നിങ്ങള്? ഡൈ എം ടി. നാഫിൽ സാറേ കേൾക്കുന്നുണ്ടോ? ഹലോ, അൺമ്യൂട്ട് ആക്കി, എന്നെ അൺമ്യൂട്ട് ആക്കി. കേൾക്കുന്നുണ്ടല്ലോ? കേൾക്കുന്നുണ്ട്. ഓക്കെ. ഡൈ എം ടി എന്ന് പറയുന്ന പുസ്തകമുണ്ട്. ആ പുസ്തകത്തിലാണ് ഈ പറയുന്ന ഡെവലപ്പർ, ഡ്രീമർ, ഡ്രൈവർ എന്നൊക്കെ ഉള്ള കോൺസെപ്റ്റ് ഉള്ളത്. ആ പുസ്തകത്തിലുള്ളതാണ്. ഓക്കെ. പിന്നെ ആദ്യം ഞാൻ പറഞ്ഞ തൊഴിലിനെ ബലാത്സംഗം ചെയ്യുക, അതൊക്കെ ആ കോൺസെപ്റ്റ് ഒക്കെ സെൽഫ് മെയ്ഡ് ആണ്. അത് നമ്മുടെ അനുഭവത്തിൽ നിന്നും ഓരോരുത്തരുമായിട്ടുള്ള ഒരു ബന്ധമുണ്ട്. നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമ്മൾ കാണുന്ന ആൾക്കാര്. അപ്പോൾ റേപ്പേഴ്സ്, പ്രോസ്റ്റിറ്റ്യൂട്ട്, ആ കോൺസെപ്റ്റ് ഒക്കെ സെൽഫ് മെയ്ഡ് ആണ്. പക്ഷെ അത് തിയററ്റിക്കലി കുഴപ്പമില്ലെന്ന് തോന്നുന്നു, അല്ലേ നാഫിൽ സാറേ? അതെ. പക്ഷെ ഒരു കാര്യം പറഞ്ഞോട്ടെ, പക്ഷെ നമ്മള് ഇത്തരം വാക്കുകൾ റേപ്പ് അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ അത് നമ്മുടെ ഒരു പിന്നെ എന്താ പറയാ ഒരു സെൻസിനെ ഇതാക്കുന്നുണ്ടോ? കൾച്ചറിൽ ഒരു ചിന്തിക്കുന്നുണ്ടാവും. അല്ല ഞാൻ പറയുന്നത്, പിന്നെ നമ്മളൊരു ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ എല്ലാവരും ഉണ്ടല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ കുറെയൊക്കെ ഒന്നും കൂടെ ഒരു ലളിതവൽക്കര അല്ലെങ്കിൽ സമൂഹം മുഴുവൻ അംഗീകരിക്കുന്ന ഒരു ഒന്നുമില്ല നാഫി, ജനങ്ങൾക്ക് ഇത്തരം വാക്കുകൾ കേൾക്കാനാ താല്പര്യം. അത് ഞങ്ങൾക്ക് അറിയാം. ഞാൻ പത്രഫീൽഡിലാണ്. പത്രങ്ങൾ സെൻസേഷൻ ന്യൂസും ഇതുമാതിരിയുള്ള കവിതാക്കൾ പിടിയിൽ അല്ലെങ്കിൽ രണ്ടുപേർ അവിടെ ബലാത്സംഗം ചെയ്തു എന്നൊക്കെ പറയുന്ന ന്യൂസിനാണ് ഇമ്പോർട്ടൻസ്. അതാണ് ആളുകൾ വായിക്കുന്നതൊക്കെ പത്രക്കാർക്ക് അറിയാം. പക്ഷെ ഞാൻ പറഞ്ഞത് എത്ര വാക്കുകൾ പറഞ്ഞു നാഫി ആ വാക്കുകളെ ശ്രദ്ധിച്ചത്? അങ്ങനല്ല വാക്കുകൾ നാഫി എടുത്തു പറഞ്ഞത് അതല്ലേ? ഞാൻ മീഡിയയുടെ കാര്യമാണ് പറഞ്ഞത്. ഞാൻ ശ്രദ്ധിച്ചു എന്നുള്ളതല്ല പറഞ്ഞത്. അത്തരം വാർത്തകൾ സെൻസേഷൻ ന്യൂസ് ആണ് വിറ്റുപോകുന്നത്. അങ്ങനെയാണ് പത്രങ്ങളുടെ പിന്നെ നമ്മള് സർക്കുലേഷൻ കൂട്ടുന്നത്. അല്ലാതെ സാധാരണ ജനങ്ങൾക്ക് ഇപ്പൊ കൃഷി വിപ്ലവം അല്ലെങ്കിൽ നമ്മുടെ നാടിന് എന്ത് ചെയ്യാം എന്നുള്ളതൊന്നുമല്ല പത്രങ്ങൾ എഴുതുക. അത് എഴുതി കഴിഞ്ഞാൽ അതിലൊക്കെ ഒരു മൂലയിലെ തട്ടും. അല്ലാതെ ഇമ്പോർട്ടൻസ് ഫസ്റ്റ് ഹെഡ്ലൈനും മറ്റു കാര്യങ്ങളൊക്കെ ഇത്തരം ന്യൂസുകൾ സെൻസേഷൻ ന്യൂസ് കൊടുത്താലേ സാറും വായിക്കോളൂ. ട്രെയിനിങ് ഒരു സെൻസേഷൻ ആക്കാൻ പറ്റില്ലാവാം ഇങ്ങനെയൊക്കെ. താങ്ക് യു സാർ. താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഹലോ ജോജോ സാർ. നമസ്കാരം. ഞാൻ ഒരു അധ്യാപകനാണ്, അതുകൊണ്ട് തന്നെ വളരെ എഫക്റ്റീവ് ആയിരുന്നു ക്ലാസ്. തീർച്ചയായും ഒരു മണിക്കൂർ 10 മിനിറ്റ് സമയം ഒരു ഒഴുക്കായിരുന്നു. നമ്മളിങ്ങനെ പല തലത്തിലേക്കും നമ്മൾ വർക്ക് ചെയ്ത സ്കൂളുകളിലേക്കും അതുപോലെ തന്നെ നമ്മുടെ സ്വന്തത്തിലേക്കും ഒക്കെ ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. വളരെ എഫക്റ്റീവ് ആയിരുന്നു. അതിൽ എനിക്ക് ചോദിക്കാനുള്ളത്, പിന്നെ ആ 4 ഡയമെൻഷണൽ പ്ലാനിങ് പറഞ്ഞല്ലോ, അത് നാലാമത്തത് എന്തായിരുന്നു ഒന്നുകൂടി? ഡ്രീമേഴ്സ്. അല്ല, വാട്ട്, അത് വാട്ട്, ഹൗ, വെൻ ആൻഡ് വേർ. എവിടെ? മാപ്പിംഗിൽ വേറൊന്നും വരുമല്ലോ. അതിലാണ് സാറ് പിന്നെ നമ്മുടെ വേറില്ലല്ലോ. കുട്ടികളെ അനുസരിച്ച് നമ്മളെ ഇത് മാറ്റണം എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് അല്ലേ സാർ പറഞ്ഞ ഒരു പോയിന്റ്? വളരെ കുട്ടികളുടെ സ്പേസ് ഇതെല്ലാം വരും. ആ ഒരു പോയിന്റ് വളരെ നമ്മളെ 2020 ആകുമ്പോൾ നമ്മളെ മുഴുവൻ ഡിലീറ്റ് ചെയ്യണം, റിസോഴ്സ് മുഴുവൻ ഡിലീറ്റ് ചെയ്യണം, എന്നിട്ട് പുതിയത് തുടങ്ങണം എന്ന് പറഞ്ഞ് സീറോ തുടങ്ങണം എന്ന് പറഞ്ഞ് വളരെ പ്രസക്തമാണ്. കാരണം അധ്യാപകരെ പുതിയ പഠിക്കുന്നില്ല എന്നുള്ള പരാതി വ്യാപകമായിട്ടുള്ളൊരു സാഹചര്യത്തിൽ പ്രത്യേകിച്ചും വളരെ നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ സാറ് ഒരു റെവല്യൂഷൻ പറഞ്ഞല്ലോ, നോളജ് റെവല്യൂഷനിൽ എത്തി, ഇപ്പൊ ഒരു വിസ്ഡം റെവല്യൂഷൻ എന്ന് പറഞ്ഞല്ലോ, അത് അതിന് ഒരു സംഗതി പറയാമോ? ഉദാഹരണം എന്താണ്? അത് ഇപ്പൊ നമ്മള് ഒന്ന് നമ്മുടെ കൊഗ്നിറ്റീവ് റെവല്യൂഷൻ, ഇത് സാപ്പിയൻസ് എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്. സാപ്പിയൻസ് വളരെ നമ്മൾ അധ്യാപകർ വായിച്ചിരിക്കുന്ന പുസ്തകമാണ് സാപ്പിയൻസ്. അപ്പൊ പുസ്തകത്തിൽ കൊഗ്നിറ്റീവ് റെവല്യൂഷൻ,
നമ്മൾ ആദ്യത്തെ ഹണ്ടർ ഗാദർ സൊസൈറ്റി റെവല്യൂഷൻ ഉണ്ട്, കോഗ്നിറ്റീവ് റെവല്യൂഷൻ. അതിനുശേഷം അഗ്രേറിയൻ റെവല്യൂഷൻ ഉണ്ടായിട്ടുണ്ട്, കാർഷിക വിപ്ലവം നമ്മൾ വിളിച്ചിട്ടുണ്ട്. പിന്നെ ഇൻഡസ്ട്രിയൽ വിപ്ലവം, ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, വ്യവസായ വിപ്ലവം. അതിനുശേഷം ഇൻഫർമേഷൻ റെവല്യൂഷൻ, വിവരസാങ്കേതിക രംഗത്തെ വിപ്ലവം, ഒരു വിവരങ്ങളെ നൽകിയിട്ടുള്ളൂ. അതിനുശേഷം റെവല്യൂഷൻ ഓഫ് ദ വിസ്ഡം, അത് തിരിച്ചറിവിന്റെ ഒരു വിപ്ലവമാണ്. തിരിച്ചറിവ്, നേരറിവ് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ആ വിപ്ലവത്തിലേക്കാണ് നമ്മൾ ഇനി കാലെടുത്ത് വെക്കുന്നത്. എത്തിയിട്ടുണ്ടോ? എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് എത്തിയവരുണ്ട്. ഇപ്പൊ നമ്മൾ തിരിച്ചറിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഈ എന്താ പോസിറ്റീവ് ജീനിയസ് എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. പോസിറ്റീവ് ജീനിയസ്, നമ്മൾ ഇപ്പോഴും പോസിറ്റിവിസത്തെ കുറിച്ചാണ് പറയുന്നത്. പോസിറ്റീവ് കമ്മ്യൂൺ, അവിടെ നിന്നും ഒരു സ്റ്റെപ്പ് കൊണ്ട് ഉയർന്ന് പോസിറ്റീവ് ജീനിയസ് എന്ന് പറഞ്ഞാൽ ദ പേഴ്സൺ ഹു ഫൈൻഡ്സ് ദ കണക്ഷൻ ബിറ്റ്വീൻ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് എബിലിറ്റീസ്. സാധ്യതകളെയും അവസരങ്ങളെയും തമ്മിലുള്ള കണക്ഷൻ ഏറ്റവും വേഗത്തിൽ കണ്ടെത്തുന്ന ആളെയാണ് നമ്മൾ പോസിറ്റീവ് ജീനിയസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ആ പോസിറ്റീവ് ജീനിയസ് ഈ വിസ്ഡം റെവല്യൂഷന്റെ പ്രോഡക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ അതിലേക്കാണ് നമ്മൾ പോകുന്നത്. കുറച്ച് അതിലെത്തിച്ചേർന്നു പോവുകയല്ല, അതിലെത്തിച്ചേർന്നു നമ്മളെ കയ്യിലേക്ക് എത്തണം അല്ലേ? നമ്മളെ കയ്യിലേക്ക് എത്തേണ്ടതുണ്ട്. ഓക്കെ, മോത്തി സാറെ സംസാരിച്ചോളൂ. അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കുന്നത് മോത്തി സാറെ. മോത്തി സാർ സംസാരിച്ചോളൂ. ഹലോ 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 സാറേ. ഓക്കെ, സത്യൻ സാറെ സംസാരിച്ചോളൂ. ജോജോമാഷ് നമസ്കാരം. സത്യനാണ്. നമസ്കാരം. സാറേ, പിന്നെ വളരെ മനോഹരമായിരുന്നു. മനോഹരം എന്നുള്ള വാക്കല്ല, നമ്മൾ മധുരമുള്ളത് എന്ന് തന്നെ ഉപയോഗിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം പിന്നെ നമ്മള് സ്പോട്ട് എന്നുള്ള വാക്ക് സ്വീറ്റ് ഒഴികെ ബാക്കി മിക്കവാറുമായിട്ട് കണക്ട് ചെയ്യാറുണ്ട് അല്ലെ. സോഫ്റ്റ് പറയാറുണ്ട്, ഹോട്ട് പറയാറുണ്ട്. പക്ഷെ ഈ സ്പോട്ടുമായിട്ട് ഹോട്ട്സ്പോട്ട് എന്നൊക്കെ പറയാറുണ്ട്. സ്പോട്ടുമായിട്ട് നമ്മൾ മധുരം എന്നുള്ളൊരു വാക്ക് കണക്ട് ചെയ്യണം. അപ്പൊ അതുകൊണ്ട് ഞാൻ ആ വാക്കിൽ നിന്ന് തുടങ്ങുന്നു. കുറെ കണക്റ്റിംഗ്, കുറെ സ്വീറ്റ് സ്പോർട്സ് ആയിരുന്നു സാറിന്റെ ഈ ഒരു സെഷൻ എന്ന് പറയുന്നത്. കുറെ സ്വീറ്റ് സ്പോർട്സിനെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു മാലയാക്കിക്കൊണ്ട് എങ്ങനെ പ്രൊഫഷണൽസിൽ നമ്മുടെ പ്രൊഫഷണൽ ജീവിതവും എങ്ങനെ മധുരമുള്ള ഇതാക്കി തരാമെന്നാണ് സാറ് പറഞ്ഞത്. ആ 1 മണിക്കൂറിൽ വാക്കുകളുടെ ഒഴുക്കായിരുന്നു. ശരിക്കും കണ്ടന്റ് നന്നായിട്ടുണ്ട്. അതെല്ലാവരും പറഞ്ഞതാണ്, ഞാൻ കൂടുതൽ പറയുന്നില്ല. സാറിന്റെ ശബ്ദം കേൾക്കാൻ തന്നെ ഭയങ്കര രസമാണ്. അത് പക്ഷെ മധുരമുള്ള ഒരു കാര്യം. സാറിന്റെ സ്വഭാവത്തിന് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയുന്നത് കൊണ്ട് വളരെ ചെറിയ കാലത്തെ പരിചയമുള്ളെങ്കിലും 1-2 വർഷത്തെ പരിചയമുള്ളെങ്കിലും സാറിന്റെ സ്വഭാവത്തിന് ചേരുന്ന ആപ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സാർ എടുത്തത്. താങ്ക് യു സർ. താങ്ക് യു സാർ. സത്യമാഷേ. ഹലോ 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 ഓക്കെ ഓക്കെ പക്ഷേ എനിക്ക് അതിൽ ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യം കോളിംഗ്, ടീച്ചിങ് ഈസ് എ കോളിംഗ് പ്രൊഫഷൻ എന്ന് പറഞ്ഞ ബൈബിൾ കോട്ട് ചെയ്തത്. അതാ എനിക്ക് വളരെ സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നി. കാരണം അത് ബൈബിളിൽ തന്നെ വിളിക്കപ്പെട്ടവൻ എന്നാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. വിളിക്കപ്പെട്ടതാണ് അധ്യാപകൻ. എനിക്ക് തോന്നി ഇപ്പോഴത്തെ ഈ ഏറ്റവും വലിയ പ്രശ്നം എഡ്യൂക്കേഷനിലും ഇത് തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നി. GN പണിക്കർ പറയുന്ന പോലെ ടീച്ചർ ഇസ് എ കൺഫസർ ബൈ പ്രൊഫഷൻ എന്ന് പണിക്കരുടെ ഒരു വാചകമാണ്. അപ്പോ അത് തന്നെയാണ് ഇപ്പോഴത്തെ വലിയ പ്രശ്നം. ടീച്ചർ വിളിക്കപ്പെട്ടവരല്ലാത്തവര് ആ പ്രൊഫഷനിലേക്ക് വന്നു കഴിയുമ്പോൾ മറ്റൊരു പ്രൊഫഷൻ പോലെ അല്ലല്ലോ. പിന്നെ എനിക്ക് ഒരു കാര്യം ചോദിക്കാനുള്ള 3M പറഞ്ഞല്ലോ, മാപ്പിംഗ്, മേക്കിംഗ് ആൻഡ് മെഷീൻ. അപ്പൊ അത് അതിന്റെ ഒരു ഐഡിയ ഏത് ബുക്കിനാണ്? നമുക്ക് ഒരു DIMT എന്ന് പറഞ്ഞ ബുക്ക് ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷെ അതില് DIMT തന്നെ ഉള്ളതാണ് അല്ലേ? അതിനകത്താണ് ഈ വർക്കിനെ ഡിഫൈൻ ചെയ്യുന്നത്. വർക്ക് ഈസ് ആൻ ഇൻസ്റ്റൻസ് which add additional value which didn't expect. അതൊക്കെ ഓക്കെ ഓക്കെ, ഞാൻ അതിന്റെ ഒരു സമ്മറി വായിച്ചിട്ടുണ്ട്. 7 sins of mediocrity എന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. 7 sins of mediocrity വായിച്ചിട്ടുണ്ടോ? അത് ABCD എന്ന് പറയുന്നത്. അതിലുണ്ട്. ഓക്കെ, താങ്ക് യു. ഇറ്റ് വാസ് വെരി ഗുഡ് ആൻഡ് എക്സലന്റ് പ്രസന്റേഷൻ. ഓക്കെ, താങ്ക് യു. രാജേഷ് സാറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ. രാജേഷ് സാർക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാവുന്നതാണ്. ഹലോ 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 കേൾക്കുന്നില്ലേ? ഹലോ, കേൾക്കുന്നില്ല. ഓക്കെ, ഞാൻ റിജേഷ് ആണ്, പിണറായി എന്നാണ്. ഞാൻ കേരള വിഷൻ ചാനൽ, കണ്ണൂർ വിഷൻ ചാനലിന്റെ ഓണറാണ്. സാറ് പറഞ്ഞത് എല്ലാം വളരെ ക്ലിയർ ആയി കേട്ടു. സാറ് നമ്മുടെ സ്കൂളിൽ വന്നിട്ടുണ്ടല്ലോ അല്ലേ? ഓർമ്മയുണ്ടോ? സ്കൂളിൽ MD ആയിരിക്കും വന്നിട്ടുണ്ട്. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിങ്ങളുടെ ഒരു സ്മാർട്ട് റൂം ഇനാഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ
കണ്ണൂർ വിഷൻ ചെയ്തതാ? കണ്ണൂർ വിഷൻ ചെയ്ത അത് MD പ്രജീഷ് ആയിരിക്കും. പ്രജീഷ്, ഓക്കെ, സോറി കേരള വിഷൻ ചെയ്ത പ്രജീഷ് ആച്ചാണ്ടി. അത് അൻവർ സാറിന്റെ ട്രസ്റ്റിന്റെ അല്ലേ? അൻവർ ട്രസ്റ്റിന്റെ. ഓക്കെ. എന്റെ പേര് രജേഷ് പിണറായി എന്നാണ്. സാർ പറഞ്ഞ സൂപ്പർ ആയിട്ടുള്ള ക്ലാസ്. 1 മണിക്കൂർ ഒരു ദിവസം എടുത്ത് തീർക്കേണ്ട ക്ലാസ് 1 മണിക്കൂർ കൊണ്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് ചെയ്തു. എല്ലാവർക്കും വ്യക്തമായി മനസ്സിലാവുകയും ചെയ്തു. സൂപ്പർ ആയിട്ടുണ്ട് സാർ. ഒരുപാട് പടങ്ങൾ ടച്ച് ചെയ്തിട്ട് സംസാരിച്ചത് കൊണ്ട് പ്രത്യേകിച്ചും എല്ലാവരുടെയും മനസ്സിലുള്ളത് ആമ്പുരാൻ ആ ഗാനവും പാടി എന്നുള്ള ഗാനവും ആ സമയത്ത് സാറ് പറഞ്ഞ ഒരു ഡോക്ടർ ബിസിനസ്സുകാരനായ ആ ഒരു പിക്ചറാണ് നിർണയം എന്നുള്ള പടത്തിൽ കാണിക്കുന്നത്. സാർ കണ്ടിട്ടുണ്ടാവും തോന്നുന്നു. മലയാളത്തിൽ മോഹൻലാലിന്റെ നിർണയം എന്ന് പറഞ്ഞ ഒരു പിക്ചർ കാണിക്കുന്നത് ഈ സാറ് പറഞ്ഞതിന്റെ ഒരു 2.5 മണിക്കൂറുള്ള വേർഷനാണത്. പിന്നെ ഞാൻ പറയുന്നത് ഈ സാർ ഇപ്പൊ പ്രിപ്പയറിന്റെ പറഞ്ഞപ്പോ ഞാനൊരു ബിസിനസ്സാണെന്ന് അറിയാലോ. ആ പ്രിപ്പയറിന്റെ പറഞ്ഞപ്പോൾ എനിക്ക് പറയാൻ കഴിഞ്ഞത് എന്റെ മനസ്സിൽ ഓർമ്മ വന്നത്. സാർ കേൾക്കുന്നില്ല അല്ലെ? 10-25 വർഷത്തിന് മുകളിലായി 10-25 വർഷത്തിന് മുകളിലായി മോഹൻലാൽ, അതെ ലാലേട്ടൻ ഈ സിനിമ ഫീൽഡിൽ അഭിനയിക്കുന്നു. പക്ഷെ ഇപ്പോഴും അദ്ദേഹത്തിന് നാളെ ഷൂട്ട് ചെയ്യേണ്ട സ്ക്രിപ്റ്റ് തലേ ദിവസം കിട്ടണം. നാളെ ഷൂട്ട് ചെയ്യേണ്ട സ്ക്രിപ്റ്റ് തലേ ദിവസം കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം റൂമിലൊന്ന് വന്ന് ഫ്രഷ് ആയി 10-11 മണിയാകുമ്പോൾ നാളെ ഷൂട്ട് ചെയ്യേണ്ട കാര്യം അദ്ദേഹം അതിൽ നോക്കി കണ്ണാടിയിൽ നോക്കിയിട്ട് ആ സ്ക്രിപ്റ്റ് വളരെ ഇതായി പ്രിപ്പയർ ചെയ്യാറുണ്ട്. കാരണം നമ്മളെപ്പോലെ സാധാരണക്കാർക്ക് എന്തിനാണ് 10-25 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ എന്തിനാണ് വീണ്ടും ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത്? അതിന്റെ ഫലമാണ് പിറ്റേ ദിവസം അദ്ദേഹം ഷൂട്ടിന് പോയാൽ സ്റ്റാർട്ട് ആക്ഷൻ കട്ട് ഒറ്റയിൽ കാര്യം സാധിക്കുന്നു. പ്രത്യേകിച്ച് മോഹൻലാലിനെ പോലുള്ള ഒരു നടന്റെ പടം ഒരു 30-40 ദിവസം ഷൂട്ട് ചെയ്ത് തീരുന്നതും അതുകൊണ്ട് തന്നെയാണ് പല പ്രൊഡ്യൂസറും ഇതേപോലെ നടന്മാരെ സജസ്റ്റ് ചെയ്യുന്നത്. പ്രിപ്പയർ ഏതൊരു കാര്യത്തിനും ഈ സ്കൂൾ അധ്യാപനത്തിനും മാത്രമല്ല നമ്മുടെ പോലെ ബിസിനസ് കാര്യത്തിനും പ്രിപ്പയർ അത്യാവശ്യമാണ്, മസ്റ്റ് ആണ്. ആ പ്രിപ്പയറിന്റെ ഒരു ഉദാഹരണമാണ് ഇത്. മോഹൻലാലിന്റെ കൂടെ നിന്ന് ഒരു ഫ്രണ്ടിന്റെ വഴി ഇങ്ങനെ അറിഞ്ഞതാണ് റൂമിൽ നിന്നത്. നമ്മൾ വിചാരിക്കും ഇങ്ങനെ കാണുമ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്തു പോകുന്നു, ഒന്നുമല്ല. അദ്ദേഹം വളരെ ഇപ്പോഴത്തെ ലാസ്റ്റ് പടം ലൂസിഫറിന് മുന്നേ ഇറങ്ങിയ പിക്ചറിന്റെ കാര്യമാണ് പറഞ്ഞത്. റൂമൊന്നും ഇപ്പോഴും പ്രിപ്പയർ ചെയ്യുന്നു എന്നുള്ളതാണ്. ആ സമയത്ത് സാറ് പറഞ്ഞപ്പോ അതാണ് ഓർമ്മ വന്നത്. ഓക്കെ, താങ്ക് യു സാർ. നല്ല സൂപ്പർ ക്ലാസ് ആണ്. ഓക്കെ, താങ്ക് യു സാർ. ജോയ് സാർ. സാറേ നമുക്ക് CP സാറേ നമുക്ക് ഓപ്പൺ നമ്മൾ പാർട്ടിസിപ്പേഷൻ സെഷനിലേക്ക് കയറാം. ജോജോ സാർ, ഒരു കാര്യം ചോദിച്ചോട്ടെ? ചെറിയ സംശയമാണ്. സാറ് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കാര്യം പറഞ്ഞു, അതായത് ONV കവിത അല്ലെ, അതുപോലെ തന്നെ വിരാട് കോഹ്ലി ക്രിക്കറ്റ് പറഞ്ഞു. അപ്പൊ നമുക്ക് ഒരാളെ കാണുമ്പോ അയാളുടെ പ്രൊഫഷൻ നമുക്ക് ഓർമ്മ വരും. ചിലപ്പോ ചില പ്രൊഫഷനോ അല്ലെങ്കിൽ സ്ഥാപനത്തിനെ കാണുമ്പോൾ ഒരു വ്യക്തിനെ ഓർമ്മ വരും. തിരിച്ചു രണ്ടും അല്ലെ, ഒരു പ്രൊഫഷനോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന്റെ പേരോ കാണുന്ന സമയത്ത് നമുക്ക് അതുമായി ബന്ധപ്പെട്ട ഒരാളെ പേര് നമ്മളെ മനസ്സിൽ വരും. സ്ഥാപനം എന്ന് പറയുമ്പോൾ സ്ഥാപനത്തിന്റെ പ്രൊഫഷന്റെ ഭാഗമല്ലേ? അതെ. അതേ സമയത്ത് ഒരു സംഭവം, ഉദാഹരണം കവിത എന്ന് പറയുന്ന സമയത്ത് ONV നമ്മളെ മനസ്സിലാവും. ഇതിൽ ഏതാണ് ഒരു വ്യക്തി എന്ന നിലയിൽ ഏതാ നല്ലത്? അല്ല, വ്യക്തിയുടെ പേര് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. പ്രൊഫഷനും വ്യക്തിയും ഇൻസെപ്പറബിൾ ആവരുത്. ഇൻസെപ്പറബിൾ ആയിരിക്കണം, സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത ആളായിരിക്കണം. അങ്ങനെയാണ് നമ്മൾ പ്രണയിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വരും, ഇൻസെപ്പറബിൾ ആയിരിക്കും. രണ്ടിനും രണ്ടായിട്ട് കാണാൻ പറ്റത്തില്ല. അതാണ് കവിത എന്ന് പറയുന്ന സമയത്ത് ONVന്റെ പേര് നമ്മുടെ മനസ്സിലേക്ക് വരും, അല്ലെ, മുഖം മനസ്സിലേക്ക് വരും. കവിത എന്ന് പറയുമ്പോൾ ONV മാത്രമല്ല, പല കവിയുടെ പേര് വരും. മലയാളികൾക്ക് ONV, പക്ഷെ ONV എന്ന് പറയുമ്പോൾ കവിതയെ നമ്മുടെ മനസ്സിലേക്ക് വരണം. അതെ, ONV എന്ന് പറയുമ്പോൾ കവിത വരണം. അത് മാത്രല്ല, നമ്മളിപ്പോ ഒരു റോക്ക് ഡാൻസ്, റോക്ക് മ്യൂസിക് എന്ന് പറയുമ്പോൾ മൈക്കിൾ ജാക്സൺ എന്ന് ഉടനെ നമുക്ക് ഓർമ്മ വരുന്നല്ലോ. അതെ. അത് തന്നെ. അപ്പോ അതാണ് അതിന്റെ രണ്ടും കൂടി തരംതിരിക്കാം, രണ്ടും കൂടി ഇഴുകിച്ചേർന്ന് ഒന്നായി മാറും എന്നാണ്. രണ്ടായി എന്താണ് ഒന്നായി കണ്ടളവിലുണ്ടായ ഒരു ഇണ്ടലിഹ ചൊല്ലാവതല്ല മമാണെന്ന്. ഞാൻ പറഞ്ഞത് APJ ഒക്കെ ഉണ്ടല്ലോ, അബ്ദുൽ കലാം സാറൊക്കെ ഇന്ത്യൻ പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിൽ വരുന്ന അദ്ദേഹത്തിന്റെ രൂപമായി. ആ റേഞ്ചിലേക്ക് ഒരാൾ വളരുവാന്നുള്ളതല്ലേ?
അദ്ദേഹം പ്രസിഡന്റ് എന്നതിലപ്പുറം ഒരു നല്ല അധ്യാപകൻ എന്ന നിലയിലല്ലേ നമ്മൾ എല്ലാവരുടെയും മനസ്സിൽ കുറച്ചും കൂടി ഇതായിട്ടുള്ള ഒരു പിക്ചർ. അത് ചില മൾട്ടി ഫാസറ്റഡ് പേഴ്സൺസ് ഉണ്ട്. മൾട്ടി ഫാസറ്റഡ് പേഴ്സൺ. ഇപ്പൊ രവീന്ദ്രനാഥ് ടാഗോർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ മനസ്സിലേക്ക് വരുന്നത്? ഒരുപാട് കാര്യങ്ങളുണ്ട്. അദ്ദേഹം കവിയാണ്, ഒരു സാമൂഹ്യ പ്രവർത്തകനാണ്, സ്വാതന്ത്ര്യ സമര സേനാനിയാണ്, ഒരു തിങ്കറാണ്, ഫിലോസഫറാണ്, ഒരു ചിത്രകാരനാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ മൾട്ടി ഫാസറ്റഡ് പേഴ്സൺസ് വളരെ റെയർ ആണല്ലോ. രവീന്ദ്രനാഥ ടാഗോറിന്റെ മറ്റൊരു പ്രത്യേകത, അദ്ദേഹം ഒരു രാഷ്ട്രം എന്ന കൺസെപ്റ്റിനെ പോലും എതിർത്ത ഒരാളാണ് എന്നുള്ളതാണ്. നമ്മൾ പ്രത്യേകം എടുത്ത് ആലോചിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. ശരിയാണ്. അതായത് നമ്മുടെ വിശ്വഭാരതി വന്നത്. അതെ. പറഞ്ഞോളൂ. രവേട്ട, നമ്മള് സാധാരണ ഈ ഇപ്പൊ രാഷ്ട്രസങ്കല്പത്തിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് മനസ്സിലോടി വന്നൊരു കാര്യമാണ്. അതായത് പണ്ട് ഈ സമൂഹങ്ങള് ഈ റെവല്യൂഷൻ മാറി വരുന്നതനുസരിച്ച് തിരിച്ചറിയാൻ വേണ്ടിയും മറ്റ് ഭരണ സൗകര്യങ്ങൾക്കും വേണ്ടിയുമാണ് നമ്മൾ ഈ രാഷ്ട്രങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രങ്ങൾ പോലെയുള്ള രൂപങ്ങൾ നമ്മൾ ഉണ്ടാക്കിയത്. പക്ഷെ പിന്നീട് മനുഷ്യന്റെ അതിക്രമങ്ങൾ കൂടി എന്താ പറയാ ആഗ്രഹങ്ങൾ കൂടിയപ്പോ വെട്ടിപ്പിടിച്ചത് എന്നല്ലേ ശരിക്കും അതിലൊരു അർത്ഥമാക്കുന്നത്? അതെ, രാഷ്ട്രത്തിനെ വെട്ടിപ്പിടിക്കാൻ പറ്റുന്ന ഒരു സാധനമാക്കി മാറ്റി എന്നതാണ്. അതായത് പ്രപഞ്ചം എന്ന ഒരു യൂണിവേഴ്സൽ ട്രൂത്തിനെ കഷ്ണങ്ങളാക്കി അത് രാഷ്ട്രങ്ങളായി, മതങ്ങളായി, രാഷ്ട്രീയ പാർട്ടികളായി, ഇതെല്ലാം ഒരു രൂപീകരിക്കുന്ന സമയത്ത് എല്ലാറ്റിനും ഒരു നന്മ ചിന്തിച്ചിട്ടായിരിക്കും, അതുകൊണ്ടാണ് അത് സംഭവിച്ചു പോകുന്നത്. പക്ഷെ പിന്നീട് അതിനെ ആളുകൾ ഇതിന്റെ സ്ഥാനം, മാനം, പണം, ഈ പറഞ്ഞ നമ്മുടെ ആ പ്രണയം എന്നത് നഷ്ടപ്പെട്ട് അത് ഭൗതിക സൗകര്യങ്ങളോടുള്ള ഒരു പ്രേമം മാത്രമായി മാറുകയാണ് പിന്നീട്. അതെ. അത് പറയുന്ന എന്താണ്, ഈ ഇഷ്ടം എന്ന് പറയുന്നത് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലവ് ആൻഡ് ലൈക്ക്, ഈ പ്രണയവും പ്രേമവും അല്ലെങ്കിൽ പ്രണയവും കാമവും തമ്മിലുള്ള ഒരു വ്യത്യാസത്തിനെ കുറിച്ച് ഡിഫൈൻ ചെയ്തിട്ട് സാധാരണ ആളുകൾ പറയാറ്, നിങ്ങളൊരു പൂവിനെ കണ്ടാൽ, ഇഫ് യു ഫൈൻഡ് എ ഫ്ലവർ യു വിൽ പ്ലക്ക് ഇറ്റ്, ഇഫ് യു ലൈക്ക് ഇറ്റ്, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ അതിനെ നിങ്ങൾ അതിനെ ചിലപ്പോ നുള്ളി പൊട്ടിച്ചെടുത്ത് കളയും. പക്ഷെ പ്രണയിക്കുകയാണെങ്കിൽ പൊട്ടിക്കാൻ തോന്നില്ല എന്നുള്ളത്. അത് കണ്ടാസ്വദിക്കും. അതാണ്. എന്നിട്ട് അതിനോട് നന്ദി പറയും. അതിന്റെ ഓരോ സാധനങ്ങളും നോക്കുന്ന സമയത്ത് ആ പ്രണയത്തിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. അതായത് പ്രണയത്തിന്റെ കൈകൾ കമിഴ്ന്നിട്ടാണ്, അതേ സമയത്ത് ഇഷ്ടത്തിന്റെ കൈകൾ മലർന്നിട്ടാണ്. ഇഷ്ടം എപ്പോഴും എനിക്ക് തരൂ എന്നാണ് പറയുന്നത്. പ്രണയം എന്ന് പറഞ്ഞാൽ ഒന്നും, നത്തിങ് ഈസ് എക്സ്പെക്ടിങ് ഫ്രം യു. കറക്റ്റ്. അൺകണ്ടീഷണൽ ഫ്ലോ ആണ്. അവിടെ നമ്മൾ പ്രണയിക്കുന്നവര് പണ്ട് കാനനച്ചോലയിൽ ആടുമേയ്ക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ നിന്ന് പാടില്ല എന്നാണ് പ്രണയത്തിന്റെ ഉത്തരം. ഞാനും വരട്ടെ എന്നാണ് പ്രേമം പറയുന്നത്. ഇന്നത്തെ കാലത്തെ പ്രണയം പ്രേമമാണ്. അതിന്റെ ബാക്കി കൂടെ ഉണ്ട് സാറേ, അത് ശരിക്കും ഒരാള് ഞാൻ എവിടെ കേട്ടൊരു ഭയങ്കര രസകരമായിട്ട് അത് അവതരണത്തിലൊരു യൂട്യൂബ് കണ്ടിരുന്നു കേട്ടോ. അത് സാറേ അതുപോലെ നമ്മളെന്താ അറിയാം സാറേ, മറ്റേ നമ്മളുടെ ഈ ഇതുപോലെ പറഞ്ഞല്ലോ ലെജൻഡിന്റെ, ഇപ്പൊ നമ്മള് തെണ്ടുൽക്കർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു സംഭവമുണ്ട് ക്രിക്കറ്റ്. മദർ തെരേസ എന്ന് പറയുമ്പോൾ ഓടി വരുന്ന ഒരു സങ്കല്പമുണ്ട് സ്നേഹം. നമ്മുടെ ഇസ്ലാമിക് ഹിസ്റ്ററി പറയുമെങ്കിൽ ഉമർ എന്ന് പറയുമ്പോൾ നമുക്ക് നീതി. ഇങ്ങനെ ഒരുപാട് ലെജൻസ് നമ്മൾ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ലെജൻസ് നമ്മളൊക്കെ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ തമിഴ് നടന്റെ നമ്മൾ ഒരു പരിധിവരെ ശരിയായിരിക്കണം തോന്നുന്നു എനിക്ക്. അപ്പൊ നമ്മുടെ അജിത്തിനെ എടുത്തു കഴിഞ്ഞാൽ, അജിത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൽ ഫസ്റ്റിൽ ഓടി വരുന്ന ഒരു സിനിമാ നടൻ, ഒരു ഹീറോ അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു ഫിലിം സ്റ്റാർ, ഒരു ലെജൻഡ് എന്നുള്ള രീതിയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു മറുവശമുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹം ഒരുപാട് നമ്മൾ പല സ്റ്റാറുകളും അതിലുണ്ട്. ഞാനൊരു ഉദാഹരണം എടുത്തു മാത്രം. അദ്ദേഹം ഒരുപാട് എന്താ പറയാ സോഷ്യൽ വർക്ക്, അതുപോലെ മറ്റ് സാമ്പത്തിക സഹായങ്ങളൊക്കെ ചെയ്യുന്ന ആളാണെന്നുള്ളതാണ്. പക്ഷെ അദ്ദേഹത്തിന് ആ പേരിൽ അറിയപ്പെടുന്നില്ല. അപ്പൊ അത് എന്തുകൊണ്ടായിരിക്കാം അതിന്റെ ഒരു കാരണം? ആദ്യം അയാൾ ഫിലിം സ്റ്റാർ ആയതുകൊണ്ടായിരിക്കും, ആ പ്രാഥമികമായി അങ്ങനെ വന്നതുകൊണ്ടായിരിക്കും അത്. കാരണം അതിലും നല്ല പരിപാടിയാണല്ലോ രണ്ടാമത് ചെയ്യുന്നത്. പക്ഷെ അതിൽ അയാൾ അറിയപ്പെടുന്നില്ല. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.
താങ്ക് യു. ഗോപു സാറേ, CP സാറേ, അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ്. വീണ്ടും ഒരു സെഷൻ കൂടെ ചെയ്യണം ജോജോ മാഷേ, ഒരു സെഷൻ കൂടെ ചെയ്യണം എന്ന് പറയാം. തീർച്ചയായിട്ടും. അതെ, മാഷക്ക് തിരക്കുണ്ടെങ്കിൽ മാഷ് പോവാൻ ആയിക്കോട്ടെ. എന്തായാലും സന്തോഷം, വളരെ ഗംഭീരമായി മാഷേ. ഓക്കെ താങ്ക് യു. ജോജോ മാഷെ, ഞങ്ങള് കുറച്ച് സമയം കൂടി ഇവിടെ ഇങ്ങനെ ഇരിക്കും. നമ്മളൊരു പാൽപ്പായസം സെഷൻ ഉണ്ട്, അപ്പൊ അതിന് ഇങ്ങനൊരു എന്താ പറയാ, നമുക്ക് പോസിറ്റീവ് അമ്മകളില് നല്ലൊരു സെഷൻ തന്നതിന് വളരെയേറെ നന്ദി. അതുപോലെ ഇനിയും രവിയേട്ടൻ പറഞ്ഞ പോലെ ഇനിയും സാറെ പിന്നെ ഇതിലേക്ക് വരണം, അതേപോലെ തന്നെ ക്ലാസ്സുകൾ നമുക്ക് തരണം എന്നുള്ളത് ഒരു അഭ്യർത്ഥനയോട് കൂടി നമുക്ക് നന്ദി പറയാം. ജോജോ മാഷെ, പോകുന്നതിന് മുമ്പ് എന്റെ വക ഒരു കൺഗ്രാജുലേഷൻ കൂടി ഉണ്ട്. സന്തോഷ് സാറേ. ജോജോ മാഷെ, എന്റെ കയ്യിൽ മൈക്രോഫോൺ ഉണ്ടായിരുന്നില്ല, അത് റിപ്പയറിംഗ് ആണ്. അതിനുമ്പ് എനിക്ക് പറയാനുള്ള കാര്യം, പോസിറ്റീവ് കമ്മ്യൂണിറ്റിയിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത്. മറ്റുള്ളവരോട് കൂടി പറയുന്നതാണ്. ജോജോ മാഷ് എന്റെ കൊളീഗാണ്. സന്തോഷ് സാറേ, ഒരു നിമിഷം. രവിയേട്ട എന്റെ കൊളീഗാണ്, ഞങ്ങളുടെ സീനിയർ അസിസ്റ്റന്റ് ആണ് സന്തോഷ് സാറ്. അതെല്ലേ. ഓ, സന്തോഷം. എനിക്ക് പറയാനുള്ളത് വെച്ചാൽ എന്റെ മൈക്രോഫോൺ ഇല്ല, അത് റിപ്പയറിംഗിലാണ്. ലോക്ക്ഡൌൺ ആയതുകൊണ്ട് നന്നാക്കാൻ പറ്റിയില്ല. പക്ഷെ ഞാൻ പറയുന്നത് വെച്ചാല്, ജോജോ മാഷ് പറഞ്ഞ കാര്യങ്ങളെല്ലാം 100% കറക്റ്റ് ആണ്. ജോജോ മാഷ് പ്രൊഫഷണലെ പ്രണയിക്കല്ല, പ്രണയത്തിന്റെ എക്സ്ട്രീം അത്രമാത്രം നന്നായി ക്ലാസ് എടുക്കുന്ന കാര്യത്തിലാണെങ്കിലും വർക്ക് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും എനിക്ക് പൊളിക്കുന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത്, ഞാൻ കക്ഷിയെക്കാട്ട് കുറെ സീനിയറാണ്, പക്ഷേ ഒരുപാട് കാര്യങ്ങൾ കക്ഷികളിൽ നിന്ന് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. കക്ഷി പറഞ്ഞതിന് ശേഷം ജോജോ മാഷ് പറഞ്ഞ ഒരുപാട് പുസ്തകങ്ങൾ ഞാനൊരു ആക്രാന്തത്തിന്റെ പുറത്ത് ഞാൻ ഓൺലൈനായിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു 9,000 അറൌണ്ട് 10,000 റുപ്പീസിന്റെ ബുക്സ് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ ഈ ആക്രാന്തം എനിക്ക് വായനയിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല. എനിക്ക് ഏകദേശം ഈ ലോക്ക്ഡൌൺ ഒരു 6 പുസ്തകം, 6 അല്ലെങ്കിൽ 7 അത്തരം പുസ്തകങ്ങൾ മാത്രമേ എനിക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റുള്ളൂ. നേരത്തെ പറഞ്ഞ 7 ഹാബിറ്റ്സ്, 8 ഹാബിറ്റ്സ്, DMD, തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്, ക്വാണ്ടം, പിന്നെ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ്, സൂപ്പർ ബ്രെയിൻ, അങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ. അതൊക്കെ ഒരുപാട് പലപ്പോഴും കക്ഷിയായിട്ട് സംസാരത്തിൽ, ജോജോ മാഷുമായിട്ടുള്ള സംസാരത്തിൽ ഇങ്ങനെയുള്ള ഒരുപാട് പുസ്തകങ്ങൾ, ഈവൻ സാപ്പിയൻസിന്റെ കാര്യം ഈ ഇടയ്ക്കാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അത് ഒരുപാട് ഞാൻ ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കും.